പ്രദക്ഷിണായിട്ട് കൊടുക്കും. ഇവിടെ പ്രദക്ഷിണ ഇവിടെ അപ്പുറം. शिवमार्गप्रणेतारं प्रणतोऽस्मि सदा शिवं भूतनाद सदानन्द सर्वभूतदयापरा यक्ष रक्ष महाबाहो शास्त्रे तुभ्यं नमो नमः। ॐ सर्वमङ्गलमङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके गौरी नारायणि नमोऽस्तुते। ॐ गङ्गणपतये नमः। ॐ सरस्वत्यै नमः। എല്ലാവർക്കും നമസ്കാരം. കർക്കിടക മാസത്തിൽ ഒരു ഞായറാഴ്ച ദിവസം ഒരു ക്ഷേത്ര അന്തരീക്ഷത്തില് വന്നിരിക്കുക. കുറച്ച് നേരത്തെ തന്നെ ഇത് സംഭവിക്കണം എന്ന് നമ്മൾ ആഗ്രഹിച്ചു. പക്ഷേ ആ ശ്രീലകത്തിരിക്കുന്ന ശ്രീ ഭദ്ര ശ്രീ ഭഗവതി തീരുമാനിക്കും എപ്പോ എന്തൊക്കെ എങ്ങനെയൊക്കെ എവിടെയൊക്കെ നടക്കണമെന്ന്. അപ്പോ എത്രയോ കഴിഞ്ഞ കർക്കിടകത്തിൽ വിളിക്കാൻ തുടങ്ങിയതാ. അതിന് മുമ്പത്തെ കർക്കിടകത്തിൽ പല ശനിയെന്ന് കേട്ടിട്ട് ശ്രീ ഭഗവതി തീരുമാനിച്ചതാണ് ഇന്ന് 12 മണിക്ക് ശേഷം ഉഗ്രമായ ദേവിയുടെ സമയം 12 മണി. രാമായണത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അഭിജിത് മുഹൂർത്തം അല്ലെ, രാമചന്ദ്രസ്വാമി അയോധ്യ എല്ലാവർക്കും അറിയാം. അഭിജിത് മുഹൂർത്തം എന്ന് പറഞ്ഞാല് സൂര്യൻ അങ്ങനെ കത്തി നിൽക്കുന്ന സമയം 12 മണി മുതൽ 1 മണി വരെ. ആ സമയത്താണ് ആര് ജനിച്ചത്? സാക്ഷാൽ ശ്രീരാമചന്ദ്രസ്വാമി. ഹരേ നാരായണ. ഇന്ന് ഈ ദേശത്ത് 3 ദേശമാണല്ലോ നോട്ടീസിൽ കണ്ടത്. ഈ 3 ദേശത്തും ഉള്ളവർക്ക് ശരിക്കും ഒരു ദുഃഖ ദിവസം. ഇന്നലെ വൈകുന്നേരം വെളി വന്നപ്പോ മനസ്സിലായി ഒരു മുത്തശ്ശി വിഷ്ണു ലോകം പോയി. വീണ്ടും ഇന്ന് രാവിലെയും വീണ്ടും വെളി വരിക ഒരു മുത്തശ്ശനും കൂടി. കർക്കിടകം അങ്ങനെയാ, പൊരിച്ചൊരിയുന്ന മഴ, ആരോഗ്യം കുറഞ്ഞു വരും. ഏതായാലും ഈ ഒരു യജ്ഞം തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഒരു നിമിഷം ഒരു മൗന പ്രാർത്ഥന മുത്തശ്ശിയുടെയും മുത്തശ്ശന്റെയും പരേതാത്മാവിന് വേണ്ടി ചെയ്യാം. എല്ലാവരും ഒന്ന് കണ്ണടച്ച് ഭഗവാനോട് ആ ആത്മാവിന് നിത്യശാന്തി കിട്ടണേ എന്നൊന്ന് പ്രാർത്ഥിക്കൂ.
ഇത് സത്യം പറഞ്ഞാൽ നമ്മളുടെ മതസ്ഥര ചെയ്യാത്തുള്ളൂ. മറ്റുള്ളവർക്കൊക്കെ കൂട്ടപ്രാർത്ഥന ഉണ്ട് അല്ലേ? മരണം കഴിഞ്ഞതിന് ശേഷം കൂട്ടമായി ഇരുന്ന് അവർ പ്രാർത്ഥിക്കും. അവരുടെ കബറിടത്തിൽ അല്ലെങ്കിൽ പള്ളിയിലും ചർച്ചിലും ഒക്കെ പോയി പ്രാർത്ഥിക്കും. നമ്മളെല്ലാം അതിൽ വളരെ പിറകോട്ട് നിൽക്കുക. അങ്ങനെ ആവരുത്. നമ്മൾ നമ്മളുടെ സഹജീവികൾക്ക് വേണ്ടിയിട്ട്, ഒരു വ്യക്തിക്ക് വേണ്ടി മറ്റൊരു വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ അതിന് ഫലം കൂടുന്ന, അതാണ് രാമായണത്തിലുടനീളം നമുക്ക് കാണാൻ സാധിക്കാം. കാരണം രാമായണം എന്ന് പറഞ്ഞാൽ രാമസ്യ അയനം. രാമായണം എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ത്യാഗത്തിന്റെ കഥ. ആരെ തെറ്റിച്ച്? ശ്രീരാമചന്ദ്രൻ. മറ്റൊന്ന് എന്താ പറയുന്നത്? ധർമ്മത്തിന്റെ കഥ. ധർമ്മമൂർത്തിയായ ശ്രീരാമചന്ദ്രൻ ജനിച്ചതും ജീവിച്ചതും എല്ലാം ധർമ്മത്തിന് വേണ്ടിയിട്ടായിരുന്നു. ത്യാഗം ചെയ്യാണ് ചെയ്തുകൊണ്ടിരുന്നത്, രാജ്യത്തെ സംരക്ഷിക്കാൻ, അച്ഛന്റെ വാക്കിനെ നിലനിർത്താൻ. ഇനി ഇതെല്ലാം പറഞ്ഞു പോകുമ്പോ ഈ കൂടിയിരിക്കുന്ന ഹൈന്ദവരിൽ ആരോടാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും ഒരു ചോദ്യം വരാണ്. അങ്ങനെയാണെങ്കിൽ ഹൈന്ദവന്റെ അടിസ്ഥാന ഗ്രന്ഥം ഏതാണ്? നമ്മൾ പറയാ? ചോദ്യം ചോദിച്ച് ബുദ്ധിമുട്ടിക്കണം, അല്ലെ? ചോദ്യം ചോദിക്കുന്ന ടീച്ചർമാരുടെ സ്വഭാവം ഒന്നും വിചാരിക്കണ്ട. ഹൈന്ദവന്റെ അടിസ്ഥാന ഗ്രന്ഥം വേദങ്ങളാണ്. നമുക്ക് എത്ര വേദങ്ങളുണ്ട്? 4 വേദങ്ങളുണ്ട്. 4 യുഗങ്ങളുണ്ട്, ചതുർയുഗങ്ങളും ചതുർവേദങ്ങളും. ഹൈന്ദവന്റെ അടിസ്ഥാന ഗ്രന്ഥം വേദമായിട്ടും എന്തേ ഈ രാമായണ മാസം, അല്ലെ? ഒരു മാസത്തിന്റെ പേരെന്നെ എന്താ? രാമായണ മാസം. നമ്മുടെ ഗ്രന്ഥത്തിന്റെ പേരിലാ, നമ്മളുടെ ഇതിഹാസത്തിന്റെ പേരിലാ കർക്കിടക മാസം അറിയപ്പെടുന്നത്. എന്തുകൊണ്ട് അത് സംഭവിച്ചു? അങ്ങനെ നമുക്കൊന്ന് ആദ്യം ചിന്തിക്കാം. രാമായണ കഥ എല്ലാവർക്കും അറിയാം. ഈ 4 വേദങ്ങൾ രചിച്ചത് ചതുർയുഗം പറഞ്ഞില്ലേ? 4 യുഗത്തിലെ ആദ്യത്തെ യുഗമായ കൃതയുഗത്തിലാണ്. ഈ കൃതയുഗം കഴിഞ്ഞ് പിന്നെ വരുന്നതാണ് ത്രേതായുഗം. ത്രേതായുഗത്തിലാണ് ശ്രീരാമചന്ദ്രസ്വാമിയുടെ അവതാരം. ഈ 4 വേദങ്ങൾ സംസ്കൃത് ആണ്. ആ സംസ്കൃത പദങ്ങളൊക്കെ സാധാരണക്കാരന് മനസ്സിലാവാൻ ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാക്കി ആര്? മന്ത്രദ്രഷ്ടാക്കളായ മാമുനിമാർ. അവർ ദീർഘദൃഷ്ടി ഉള്ളവരാണ്. അവർക്ക് മനസ്സിലാവുകയാണ് കലിയുഗം എന്ന് പറഞ്ഞ ഷോർട്ട് ലൈഫ് സ്പാൻ ആണ്, ചെറിയ ഒരു കാലഘട്ടമാണ് അവരുടെ ജീവിതം. അങ്ങനെ ആകുമ്പോ അവർക്ക് എന്തില്ല, ഇത്രയൊന്നും ടഫായിട്ട് ഡീപ്പായിട്ട് പഠിക്കാനുള്ള സമയമില്ല. ഹ്രസ്വവേഗന്മാരായിരിക്കും, ചെറിയ ആയുസ്സുള്ളവരായിരിക്കും. അവർക്ക് വേണ്ടി വേദാർത്ഥങ്ങൾ വളരെ ലളിതമായി സാധാരണക്കാർക്ക് വേണ്ടി എഴുതി വെച്ചതാണ് എന്ത്? 2 ഇതിഹാസങ്ങൾ. ഈ ഇതിഹാസങ്ങളിലെ രാമായണം ആദികാവ്യം എന്നറിയപ്പെടാം. ഈ ആദികാവ്യം എന്നറിയപ്പെടാൻ എന്താ കാരണം? ആദ്യമായി ഉണ്ടായ വലിയ ഒരു കാവ്യം അത് രാമായണം, ത്രേതായുഗത്തില്. അതും കഴിഞ്ഞ് ദ്വാപരയുഗത്തിലാണ് മഹാഭാരതം, 2ാമത്തെ ഇതിഹാസം ഉണ്ടാകുന്നത്. ഈ 2 ഇതിഹാസങ്ങൾക്കും ഒരു പ്രത്യേകത ഉണ്ട്. രണ്ടും തുടങ്ങുന്നത് ഒരു വധത്തിലാണ്. ആരെ കൊല്ലണേ? രാമായണത്തിൽ ആരെ കൊല്ലുന്നേ? രാമായണത്തിൽ ആ ക്രൗഞ്ച പക്ഷികളിൽ ഒന്നിനെ കൊന്നില്ലേ? എന്താ ആ കഥ ഒന്ന് പറയാം. ഈ മഹർഷിയെ കുറിച്ച്. ആ ക്രൗഞ്ച പക്ഷികൾ മരിച്ചു വീണു. അവിടെ നിന്ന് തുടങ്ങി പിന്നെ അവസാനിക്കുന്നത് എവിടെയാ? വീണ്ടും വധം തന്നെ. രാവണനെ വധിച്ച് അങ്ങനെ ഭഗവാൻ സ്വർഗാരോഹണം ചെയ്തു. ഇനി രാമായണത്തിലാണെങ്കിലും മഹാഭാരതത്തിൽ എടുത്തു നോക്കൂ. ആദ്യം തന്നെ പാണ്ഡു എന്താ ചെയ്യുന്നേ? ചേർന്നുകൊണ്ടിരിക്കുന്ന മൃഗങ്ങളിൽ ഒന്നിനെ വധിച്ചു. അവസാനിക്കുന്നതും വീണ്ടും വധത്തിൽ തന്നെയാണ്. ഇത് യുധിഷ്ഠിരനെ വധിക്കുന്നത് മഹാഭാരതം ആണെങ്കിൽ ഇവിടെ ആരെ വധിക്കുന്നത്? രാവണനെയാണ്. രാമൻ രാവണൻ ചെറിയൊരു വ്യത്യാസമുള്ളൂ അല്ലേ? രാമവത് വർത്തിതവ്യം ന രാവണവത് എന്നാണ് പറയുക പൂർവികര്. രാമനെ പോലെ ആവണം, രാവണനെ പോലെ ആവരുത്. അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാ? അതിന്റെ ഉത്തരാണ് ഇന്നത്തെ പ്രഭാഷണം. അതിനു മുമ്പ് ഈ 2 ഇതിഹാസങ്ങൾ രചിച്ചു. ആർക്ക് വേണ്ടി? സാധാരണക്കാർക്ക് വേണ്ടി. എന്നിട്ടും 24,000 ശ്ലോകമുണ്ട്. വാൽമീകി മഹർഷി ഒരു രാമായണം അവിടെ രചിച്ചു വെച്ചു. ആർക്കൊന്നും മനസ്സിലാവില്ല. അങ്ങനെ ആയപ്പോഴാണ് ഓരോ ഭാഷകളിലും ഉള്ള പണ്ഡിതന്മാര് ഒരുപാട് രാമായണങ്ങൾ സൃഷ്ടിച്ചത്. അതിൽ വരുന്നതാണ് നമ്മുടെ അധ്യാത്മ രാമായണം. അതിനും ശേഷം വ്യാസ മഹർഷി ദ്വാപരയുഗത്തിൽ എന്തുകൂടി സൃഷ്ടിച്ചു വെച്ചു? നമുക്ക് വേണ്ടി 18 പുരാണങ്ങൾ. ഈ 18 പുരാണങ്ങളും 2 ഇതിഹാസങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്
വേദാന്തർഗതമായ തത്വങ്ങളാണ്. വേദത്തിൽ അതെല്ലാം ഓരോ സംസ്കൃത ശ്ലോകങ്ങളായി കറക്റ്റ് ആ മഹത്വം തത്വം പറഞ്ഞു വെച്ചിരിക്കുക. എന്താ തത്വം? എന്താണ് പൊരുൾ? എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം? അത് ഇത്തിരി മൃഗങ്ങളുടെ കഥ, മനുഷ്യരുടെ കഥ, രാജാക്കന്മാരുടെ കഥയൊക്കെ ആയി ചേർത്ത് വെച്ചിട്ടാണ് എന്താക്കി മാറ്റിയത്? ഇതിഹാസങ്ങളും പുരാണങ്ങളും ആക്കി മാറ്റി വെച്ചത്. ഇതില് ഈ പുരാണങ്ങൾ എടുത്തു നോക്കുമ്പോ ബ്രഹ്മാണ്ഡ പുരാണം എന്ന് പറഞ്ഞിട്ട് ഒരു പുരാണമുണ്ട്, വ്യാസമഹർഷി രചിച്ചത്. ഈ വ്യാസമഹർഷി ബ്രഹ്മാണ്ഡ പുരാണം രചിച്ചപ്പോ അതിൽ രാമായണത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ കാണുന്ന ഒരു ശ്ലോകമാണ് പുരാരിഗിരി സംഭൂത ശ്രീരാമാർണവ സംഗത അധ്യാത്മരാമഗംഗേയം പുനാദി ഭുവനത്രയം. പുരാരിഗിരി സംഭൂത. ആരാ പുരാരി? പുരാരി പുരാരിയായിരിക്കുന്ന ത്രിപുരാന്തകൻ ആരാ? ശ്രീ മഹാദേവൻ. ശ്രീ മഹാദേവനാകുന്ന ഗിരി എന്ന് പറഞ്ഞ പർവ്വതം. പർവ്വതത്തിൽ ഏറ്റവും വലുതാരാ? സ്ഥാവരാണാം ഹിമാലയ. ഗീത പറയുന്നുണ്ട് ആ ഗിരി എന്ന് പറഞ്ഞ ഹിമാലയം, ഹിമാലയത്തോളം ഉയർന്നു നിൽക്കുന്ന മഹാദേവനിൽ നിന്നുത്ഭവിച്ച്. രാമായണം വായിച്ചു പോകുമ്പോ എന്താ കാണുക? ഉമാ മഹേശ്വര സംവാദം. മഹാദേവനും ശ്രീപാർവതി ദേവിയും കൂടി. ശരിക്കും രാമായണത്തിന് ആചാര്യൻ ആരാന്നറിയോ? ശ്രീ മഹാദേവന. ഇവിടെ പുരാരിഗിരി സംഭൂത, പുരാരി ആയ മഹാദേവനായ പർവ്വതത്തിൽ നിന്ന് അങ്ങനെ ഉത്ഭവിച്ച് ഒഴുകി ഇറങ്ങി വരിക. മഹാദേവന്റെ തിരിച്ചട എന്താ ഒഴുകിക്കൊണ്ടിരിക്കണേ? ഗംഗാദേവി അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. ഈ എല്ലാ നദികളും ഒഴുകി ഒഴുകി എങ്ങോട്ടായെത്തുക? സമുദ്രത്തിലെത്തണ്ടേ? ശ്രീരാമാർണവ സംഗത. ശ്രീരാമനാകുന്ന അർണവം സമുദ്രത്തിലേക്ക് ആ നദി ഒഴുകി ഒലിച്ച് ഇറങ്ങി വരിക. എന്നിട്ടോ ആ ഉപ്പ് നിറഞ്ഞ വെള്ളാണ് ശ്രീരാമാർണവം എന്ന് പറഞ്ഞാല് അത് വാൽമീകി രാമായണം. കാരണം നമുക്കത് രുചിക്കാൻ കുറച്ച് പാടാണ്, ഇഷ്ടമില്ല അതിന്റെ രുചി. അതിൽ നിന്നും എന്ത് ചെയ്യാണ്? ഒന്നുകൂടി പ്യൂരിഫൈ ചെയ്തെടുക്കുക, ശുദ്ധീകരിച്ചെടുക്കുക. രാമായണം നമ്മളുടെ മനസ്സിനെ ശുദ്ധീകരിക്കാനുള്ളതാണ്. ആ വെള്ളത്തെ, ഉപ്പുവെള്ളത്തെ ശുദ്ധീകരിച്ചിട്ടുള്ളതാണ് അധ്യാത്മരാമഗംഗേയം പുനാദി ഭുവനത്രയം. ആ അധ്യാത്മ രാമായണമാകുന്ന ഗംഗ, പുനാദി ഭുവനത്രയം, ഈ 3 ലോകങ്ങളെയും അങ്ങനെ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നു, രക്ഷിച്ചു കൊണ്ടിരിക്കുക. അപ്പോ വ്യാസമഹർഷി എന്നേ പണ്ട് ബ്രഹ്മാണ്ഡ പുരാണത്തിൽ ഇത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ വാൽമീകി മഹർഷി രാമായണം എഴുതാൻ എന്താ കാരണം? ഏതൊരു ഗ്രന്ഥത്തെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോഴും നമ്മൾ ആദ്യം ആ ഗ്രന്ഥം രചിച്ച മഹർഷീശ്വരനെ കുറിച്ച് ചിന്തിക്കണം. എന്താ മഹർഷീശ്വരൻ എന്ന് പറയാൻ കാരണം? സാക്ഷാൽ തപസ്സികൾ ഈശ്വരന്മാരല്ലോ, തപസ്സീശ്വരന്മാർ എന്നാ പറയാ. അതുകൊണ്ടാണ് മഹർഷീശ്വരൻ എന്ന് പറഞ്ഞത്. ഈ വാൽമീകിയെ കുറിച്ച് ചിന്തിക്കാതെ ഒരാൾക്കും രാമായണം തൊടാൻ കഴിയില്ല. അത് ഏത് രാമായണം ആയാലും. നമുക്ക് ഒരുപാട് രാമായണങ്ങളുണ്ട്. തുളസി രാമായണമുണ്ട്, കമ്പരാമായണമുണ്ട്, ഓരോ ഭാഷകളിലും രാമായണം. ഇവിടെ വാൽമീകി മഹർഷി ഈ രാമായണം രചിക്കാൻ കാരണമായി എന്ന് മനസ്സിലാക്കുന്ന വ്യക്തി രാമായണം തുറക്കുമ്പോ ആദ്യം എന്ത് ചൊല്ലും? കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. ആ വാൽമീകിയാകുന്ന കോകിലത്തെ മനസ്സാ സ്മരിച്ചുകൊണ്ട് നമിച്ചുകൊണ്ടാണ് രാമായണം തുറന്നു വെച്ച് മുത്തശ്ശി വായിക്കുക. പണ്ടൊക്കെ വീട്ടിൽ മുത്തശ്ശിയാ വായിക്കുക. കുട്ടികളൊക്കെ അത് പഠിച്ച് പിന്നീട് അവർ മുത്തശ്ശിയാവുമ്പോ തുടങ്ങും. ഇപ്പോ മുത്തശ്ശിമാരില്ല വീടുകളിൽ. അപ്പൊ ആര് തുടങ്ങണം? കുട്ടികൾ തുടങ്ങണം എന്നാ പറയുന്നത്. 4 വയസ്സാകുമ്പോ ഉപനയനം ചെയ്യും ബ്രാഹ്മണര്. അന്നേ വേദപഠനം, ഗായത്രി ഉപദേശിക്കും. ഗായത്രി 108 തവണ രാവിലെ അവരെ കൊണ്ട് ജപിപ്പിക്കും. ഈ ഗായത്രി പഠിക്കണം അല്ലെങ്കിൽ ജപിക്കണമെങ്കിൽ ഒരു ഗുരുമുഖത്ത് നിന്ന് കിട്ടണം. അത് കാരണം ഹൈന്ദവരാരും ഗായത്രി ചൊല്ലില്ല. അപ്പൊ പിന്നെ ഏതാ ചൊല്ലണ്ടേ? ഞങ്ങൾക്ക് ഗുരു ഒന്നുമില്ല, ഗുരുമുഖത്ത് നിന്ന് പഠിച്ചിട്ടില്ല. അപ്പൊ ഇനി ഏത് ചൊല്ലണം? അതിനും ഉത്തരം, പരിഹാരം നമ്മുടെ രാമായണം പറയുന്നുണ്ട്. രാമായണത്തില് ശ്രീരാമചന്ദ്രന് രാവണനെ വധിക്കാൻ പോകുന്നതിന് മുമ്പ് ആദിത്യ ഹൃദയം ഉപദേശിക്കുന്നുണ്ട്. മഹർഷീശ്വരന്മാരെ എന്താ ഉപദേശിച്ച്? ഓം സന്താപനാശകരായ നമോ നമഃ, അന്ധകാരാന്തകരായ നമോ നമഃ എന്ന് പറഞ്ഞ ആദിത്യ ഹൃദയം ചൊല്ലി കൊടുക്കുന്നുണ്ട്. ഈ
ആദിത്യ ഹൃദയം ചൊല്ലിക്കഴിഞ്ഞാൽ ഗായത്രിക്ക് തുല്യമാണ്. അതുകൊണ്ട് എന്ത് ചൊല്ലിയാൽ മതി? ഗായത്രിക്ക് പകരം ആദിത്യ ഹൃദയം ചൊല്ലാം. സാധാരണക്കാരന് ഗുരു ഈ ആവശ്യമില്ല, ഒന്നും ആവശ്യമില്ല. രാമായണം പഠിക്കാൻ ഗുരുമുഖത്ത് നിന്ന് പഠിക്കണമെന്ന് ആരും പറയില്ല. പക്ഷേ ദേവി മഹാത്മ്യം, ദേവി ഭാഗവതം, സഹസ്രനാമൊക്കെ എടുത്തു വെക്കുമ്പോൾ പലരും പറയും ഗുരുമുഖത്ത് നിന്ന് പഠിക്കണം കേട്ടോ. പക്ഷേ സാധാരണക്കാരന് വേണ്ടി വാൽമീകി മഹർഷി വലിയ ഒരു ദീർഘദൃഷ്ടിയോടെ രചിച്ചു വെച്ച ഗ്രന്ഥമാണ് ഈ അധ്യാത്മരാമായണം എഴുതിയ മൂലഗ്രന്ഥമായ വാൽമീകി രാമായണം. ഇനി അദ്ദേഹം അത് എഴുതാനുണ്ടായ കാരണം എന്താ? അതിനെ കുറിച്ച് നമ്മൾ ആദ്യം അറിയണം. ഒരു ഗ്രന്ഥം ഉണ്ടായി, അതിനൊരു കാരണം ഉണ്ടാവും. കാരണം ഒരു കാരണം ഇല്ലാതെ ഈ ഭൂമുഖത്ത് ഉണ്ടാവുന്നില്ല എന്ന അടിസ്ഥാന തത്വം മനസ്സിലാക്കാം. വാൽമീകി മഹർഷിയായത് എങ്ങനെയെന്നുള്ള കഥ രാമായണത്തിലൂടെ പോകുമ്പോൾ നിങ്ങൾ അറിഞ്ഞു കാണും. ഈ വാൽമീകി മഹർഷിയെ വാൽമീകി എന്ന പേരൊക്കെ കിട്ടിയതിന് ശേഷം തമസാ നദിക്കരയില് ഒരു ആശ്രമമൊക്കെ കെട്ടി അങ്ങനെ താമസിക്കാം. ഈ തമസാ നദിക്കരയില് എല്ലാ സംസ്കാരങ്ങളും ഉടലെടുത്തത് എവിടെയാ? നദീതീരങ്ങളിലാണ്. സ്കൂളിൽ പഠിപ്പിച്ചു സിന്ധു നദീ തട സംസ്കാരം, മെസോപ്പൊട്ടേമിയൻ സംസ്കാരമൊക്കെ. ഈ തമസാ നദീക്കരയില് സന്ധ്യാവന്ദനവും ഈ ഗായത്രിയും മറ്റുമൊക്കെ ആയി അങ്ങനെ ജീവിച്ചു പോരുന്ന സമയത്ത് ഒരു ദിവസം സന്ധ്യാവന്ദനം ചെയ്യാൻ രാവിലെ 3 സന്ധ്യകളുണ്ട് നമുക്ക്. എന്നോട് മോള് ചോദിക്കും, രാവിലെ അമ്മയ്ക്ക് സന്ധ്യാവന്ദനം രാവിലെ ചെയ്യാൻ കാരണമുണ്ട്. ആ ഗായത്രി 21 തവണ ജപിക്കാൻ വേണ്ടി സൂര്യനങ്ങനെ ഉദിച്ചു വരുന്ന സമയമാണ് അത്രയും നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. സന്ധിക്കുന്ന സമയം, അതാണ് സന്ധ്യ. ഹൈന്ദവര് 3 സന്ധ്യകളുണ്ട്. രാവിലത്തെ സന്ധ്യ പ്രഭാത സന്ധ്യ എന്ന് പറയുമ്പോൾ രാത്രി കഴിഞ്ഞ് രാവിലേക്ക് കൂടി ചേർന്ന് വരുന്ന ആ സമയം, സൂര്യൻ അങ്ങനെ ഉദിക്കാൻ വരുമ്പോൾ, ഉദിക്കുന്നതിന് മുമ്പ് നമ്മൾ ഉണരണം എന്നാ ആ സമയത്തിനാണ് അത് പറയാം. അത് കഴിഞ്ഞാൽ ഉച്ചയില് നട്ടുച്ച അഭിജിത് മുഹൂർത്തം, മധ്യാഹ്ന സന്ധ്യ. അതും കഴിഞ്ഞ് സന്ധ്യ ആകുമ്പോൾ നമ്മുടെ സന്ധ്യ അതാ സത്യം പറഞ്ഞാൽ അതുകൊണ്ടാണ് മോളവൻ ചോദിക്കുന്നത്. ഈവനിങ് വൈകുന്നേരം വരുന്ന സന്ധ്യ പ്രദോഷ സന്ധ്യ. മഹാദേവന്റെ ക്ഷേത്രത്തിൽ എന്താ പ്രത്യേകത? പ്രദോഷം ഉണ്ടോ? പ്രദോഷം എന്ന ദോഷങ്ങളെ അകറ്റുന്നത്. ഇനി ഈ 3 സന്ധ്യകളിലും വന്ദനം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും രാവിലെയോ രാത്രി സന്ധ്യയ്ക്കോ സന്ധ്യാവന്ദനം ചെയ്യണം. രാവിലെ എങ്ങനെ? സന്ധ്യാവന്ദനം ചെയ്യുമ്പോ ഗായത്രി ചൊല്ലണം. ഒരുപാട് കാര്യങ്ങളൊക്കെ അതിന് ചെയ്യും. കേശവായ നമഃ എന്നൊക്കെ പറഞ്ഞാൽ തുടങ്ങുക. ഇനി ഈ മഹർഷീശ്വരൻ അങ്ങനെ രാവിലെ എഴുന്നേറ്റ് സന്ധ്യാവന്ദനത്തിന് വേണ്ടി പോവുകയാണ് വാൽമീകി മഹർഷി. ഇങ്ങനെ പല ഒരാൾ കിളികളൊക്കെ ഉണർന്നുണ്ടാവും. നമ്മുടെ മാതിരി മടിയൊന്നും ഉറപ്പില്ല, ഒരു നേരത്ത് ഉണരും. കിളികളൊക്കെ ഇങ്ങനെ കരയുന്നുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് 2 ക്രൗഞ്ച പക്ഷികൾ അങ്ങനെ ഇണ ചേർന്നുകൊണ്ടിരിക്കുക. ഈ ഭൂമുഖത്തിലെ ഏറ്റവും സുഖകരമായ ഒരു രാസക്രീഡ ആടിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് ഒരു അമ്പയാണ് ഒരു വേടൻ കാട്ടാളൻ മറഞ്ഞിരുന്ന് ഇതിലെ ഒരു ക്രൗഞ്ച മിഥുനങ്ങളിൽ ഒന്നിനെ അമ്പെയ്ത് താഴെ വീഴ്ത്തി. ഈ പ്രാവ് താഴെ വീണ സമയത്ത് മറ്റേ പക്ഷി ചിറകിട്ടടിച്ച് കരയാണ്. കാരണം അങ്ങനെ ഒരു സമയം ഏറ്റവും ഉന്നതമായ എന്താ പറയാ സന്തോഷത്തിൽ ആറാടിക്കൊണ്ടിരുന്ന തന്റെ ഇണയെ അത് പൂർത്തിയാകുന്നതിന് മുമ്പ് അമ്പെയ്ത് കൊന്ന് താഴെ വീഴ്ത്തുന്നത് വാൽമീകി മഹർഷി കണ്ടു. പണ്ട് കാട്ടാമനായി മറ്റുള്ളവർക്ക് പിടിച്ചു പറിക്കാൻ പോയ വ്യക്തിയായിരുന്നു. അത് പിന്നീട് സത്തുക്കളുമായി സംഘം ഉണ്ടായപ്പോ, സപ്തർഷികളുമായി സംഘം ഉണ്ടായപ്പോ ആരായി മാറി? ഒന്നുകൂടായില്ല. ഓടിച്ചെന്ന് പിടിച്ചു പറിക്കാൻ. ആരാ നീ? എന്തിനാ വന്നേന്ന് ചോദിച്ചു. ഉത്തരം പറഞ്ഞു. അവരുടെ ആ മുഖത്ത് നോക്കിയപ്പോ മധ്യാഹ്നത്തിൽ ഉദിച്ചുയർന്ന സൂര്യനെ പോലെയുള്ള തേജസ്സാണ് അത്രേ അവരുടെ മുഖത്ത് കണ്ടത്. ആ സമയത്ത് അങ്ങനെ നിന്തം വിട്ട് നിന്നു. അവർ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞു. സാധാരണ പിടിച്ചു പറിച്ച് ഓടിപ്പോവുക ചെയ്യാം. ഞാനേ പിടിച്ചു പറിക്കാൻ വന്നതാ എന്റെ ഭാര്യയെയും കുട്ടികളെയും പോറ്റാൻ. അപ്പൊ മഹർഷീശ്വരന്മാരൊന്ന് ചിരിച്ചു. അവരുടെ കയ്യിൽ ധനമൊന്നും അധികം ഇല്ല. നീ ആർക്ക് വേണ്ടിയാ ഈ ധനം അല്ലെങ്കിൽ ഈ പിടിച്ചു പറിച്ചൊക്കെ സമാഹരിക്കുന്നേ ചോദിച്ചപ്പോ എന്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും വേണ്ടി. എങ്കിൽ നീ ചെയ്യുന്നത് പാപമാണ്. ഈ പാപം പകുത്തു വാങ്ങാൻ നിന്റെ ഭാര്യയും മക്കളും തയ്യാറാണോ എന്ന് ചോദിക്കൂ പോയിട്ട്. അപ്പൊ ഒരു വിശ്വാസം തോന്നിയത്രേ. അവിടെ അങ്ങനെ നിന്നപ്പോ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും, നീ പോയി വന്നോ എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് ആശ്രമം ഒരു കുടില അങ്ങോട്ട് പറഞ്ഞയച്ചു. അവിടെ ചെന്ന് ഭാര്യയോട് ചോദിക്കുകയാണ്, ഞാൻ ഈ പിടിച്ചു പറിച്ചു കൊണ്ടിരുന്നതൊക്കെ പാപമാണെന്ന് കുറച്ച് സന്യാസിമാര് പറഞ്ഞു. ഈ പാപം നിങ്ങൾ പകുത്തു വാങ്ങുമോ? ഭാര്യ നല്ല ബുദ്ധിമതിയണേ. ഭാര്യ പറഞ്ഞുത്രേ, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടും
പോരുകെന്നേ വരൂ. രാമായണത്തിൽ ഒരു വരിക. നിങ്ങൾ ചെയ്യുന്ന പാപം അത് നിങ്ങളുടെ കടമയാണ്. ഭാര്യയും മക്കളെയും പോറ്റേണ്ടത്. ഞങ്ങളൊന്നും പകുത്ത് വാങ്ങില്ല. ഇത് കേട്ടതോടൊന്ന് തിരിഞ്ഞൊരൊറ്റ ഓട്ടാണ് അത്ര. ഓടി വന്നു. ആ സപ്തർഷികൾ അവിടെ നിൽക്കുന്നുണ്ട്. സാഷ്ടാംഗം അങ്ങോട്ട് നമസ്കരിച്ചു. എന്താ ഉത്തരം പറഞ്ഞേ? ഞാൻ ചെയ്യുന്ന പാപമൊന്നും അവരെ ഏൽക്കില്ല. ആർക്ക് വേണ്ടിയാ നീ പാപം ചെയ്യുന്നേ? ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി. അപ്പോ ഈ ഒന്ന് ചിന്തിച്ചോളൂ, മറ്റുള്ളവർക്ക് വേണ്ടി നീ പാപം ചെയ്യണോ വേണ്ടയോ? അപ്പൊ ഇനി ഞാൻ എന്താ ചെയ്യാ? ഇങ്ങനെ പാപം ചെയ്ത വലിയ വലിയ നരകങ്ങളിലൊക്കെ പതിക്കുന്നല്ലേ ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് എന്ന് മഹർഷീശ്വരന്മാരോട് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, വിഷമിക്കേണ്ട, ഇത്ര കാലം ചെയ്തതിനൊക്കെ പരിഹാരം ഉണ്ട്. ഹൈന്ദവ മതത്തിന്റെ പ്രത്യേകതയാണത്. എന്തൊക്കെ തെറ്റുകൾ നിങ്ങൾക്ക് പറ്റിയാലും വിഷമിക്കേണ്ട. ഗീതയും അത് തന്നെ പറയുന്നത്. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചാ. നിനക്ക് ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ടാകാം. തെറ്റ് പറ്റാത്ത മനുഷ്യരുണ്ടാവില്ല. പക്ഷേ നീ വിഷമിക്കേണ്ട, നിനക്ക് മോക്ഷം തരാൻ ഞാനിവിടെ ഉണ്ട്. എന്തേ വേണ്ടു? എന്നെ ഒന്ന് അങ്ങോട്ട് ആശ്രയിക്കേ വേണ്ടു. ഇവിടെ പറയാണ്, നീ വിഷമിക്കേണ്ട രത്നാകര, ഒരു പണി ചെയ്യാം, നീ എഴുന്നേൽക്കോ എന്ന് പറഞ്ഞ് എഴുന്നേൽപ്പിച്ചിട്ട് ഒരു രണ്ട് മരത്തിനിടയിൽ ഇരുത്തിന്നാ പറയുന്നത്. കാരണം നാം ഒന്നും പറഞ്ഞ എന്താന്ന് പോലും അറിയാത്ത ഒരാ കാട്ടാളനോട് എന്ത് പറയാനാ? ആ മരം ഈ മരം. അതാണ് നമ്മളെ കഥയിൽ പറയാം. രാമരേത്യേവം ജപിക്ക നീ രാമായണത്തിൽ പറയാ. അങ്ങനെ വരാ ജപിച്ചത് രാമ 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 മന്ത്രമായി മാറി. പിന്നെ 1000 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സപ്തർഷികൾ തിരിച്ചു വരുന്നത്. എന്താ പറയുന്നേനോ? ഞങ്ങൾ തിരിച്ചു വരുന്നത് വരെ ഇവിടെ ഇരുന്ന് നാമം ചൊല്ലിക്കോളൂ. എന്താ വിചാരിച്ചേ? ഇപ്പൊ വരും, 10 മിനിറ്റ് കഴിയട്ടെ, ഒരു ദിവസം കഴിയട്ടെ, 1000 വർഷം അവിടെ ഇരുന്ന് നാമം ചൊല്ലി. നമ്മളുടെ ദുരിതം തീരുന്നത് വരെ നമ്മൾ നാമം ചൊല്ലിയാൽ അത്ര ഇങ്ങനെ എന്തെങ്കിലും ഒരു മാറ്റം നമുക്ക് കിട്ടും. ഇപ്പൊ ഇത്രയും പേര് ഇവിടെ വന്നില്ലേ, ഈശ്വര കഥകൾ കേൾക്കാം എന്ന് ചെറുതായിട്ടെങ്കിലും ആഗ്രഹിച്ചും അല്ലാതെ പലരും ഇവിടെ എത്തിയില്ലേ? ശ്രീ ഭഗവതി നിങ്ങളിൽ അനുഗ്രഹിക്കുമ്പോ ജീവിതത്തിൽ ഇത്തിരി സുഹൃതം ഉണ്ടാകുമ്പോഴാണ് അത്രേ നമ്മൾ ഒരു വേദിയിൽ, ഇങ്ങനെയുള്ള ഒരു സത്സംഗ വേദിയിൽ എത്തിപ്പെടും, ഒരു ക്ഷേത്രാന്തരീക്ഷത്തിൽ എത്തിപ്പെടും. അങ്ങനെ ഈ നാമം ചൊല്ലിയിരുന്നു. പറഞ്ഞു, ഉത്തിഷ്ഠഭദ്രന്തേ, അങ്ങ് എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്കൊക്കെ പുറ്റ് വന്ന് മൂടിയിട്ടുണ്ട്. ആ പുറ്റിൽ നിന്ന് വാൽമീകം എന്ന് പറഞ്ഞ മൺപുറ്റായി. പുറ്റിൽ നിന്ന് എഴുന്നേറ്റത് കൊണ്ട് ആ മഹർഷീശ്വരന് വാൽമീകി എന്ന പേര് നൽകി. ഈ കഥ എല്ലാവർക്കും അറിയും. എന്താ ഇതിന്റെ തത്വം? അതാണ് പ്രഭാഷണത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടേണ്ടത്. അതായത് വാൽമീകം എന്ന് പറഞ്ഞ മൺപുറ്റാന്ന് പറഞ്ഞു. നമ്മുടെ ശരീരം യഥാർത്ഥത്തിൽ എന്താ? മണ്ണാണ്. നമ്മൾ കഴിക്കുന്ന കുമ്പളങ്ങ എവിടുന്നാ ഉണ്ടാവുന്നേ? മണ്ണെന്നല്ലേ? നിന്റെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് എന്ന് എവിടുന്ന് മനസ്സിലാക്കുന്നറിയോ? ശ്രീലകത്താ തിരുമേനി ഇങ്ങനെ പൂജിക്കുമ്പോ എന്തെല്ലാം ദ്രവ്യങ്ങൾ വെച്ചാ പൂജിക്കുന്നേ നോക്കിയാൽ മതി. ഈ പഞ്ചഭൂതങ്ങളെ പ്രതിനിധീകരിക്കുന്ന വസ്തുക്കൾ കൊണ്ടാണ് ശ്രീലകത്ത് പൂജാരി പൂജ നടത്തുക. ഈ പഞ്ചഭൂതങ്ങൾക്ക് ഒന്നിനും ജീവനില്ല. അപ്പോ നമ്മള് ആകാശം, വായു, ജലം, ഭൂമി, ഇതിനൊന്നും ജീവനില്ല. ഈ ശരീരം ജീവനില്ലാത്ത ഈ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിച്ചിട്ട് ഇതിനൊരു ജീവൻ തത്വം എന്ന് പറഞ്ഞാൽ അതിന്റെ തത്വം എന്താ? ഇതിനുള്ളിൽ ഈശ്വര ചൈതന്യമുണ്ട്. ആ ശ്രീലകത്തിരിക്കുന്നത് പരമാത്മാവാണ്, ശ്രീഭദ്ര തന്നെയാണ്. ആ പരമാത്മാവിന്റെ ഒരംശം എടുത്ത് ജീവാത്മാവായി നമ്മളില് ഒരു ജീവൻ തന്നതാണ്. ആ ജീവാത്മാവ് ശരീരം വിട്ടു പോകുന്നതാണ് മരണം എന്ന് പറയുന്നത്. അത് വിസ്തരിച്ച് രാമായണത്തിൽ പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള മണ്ണിൽ നിന്ന് വന്ന് മണ്ണിലേക്ക് പോകേണ്ട നീ വിഷമിക്കണ്ട എന്ന തത്വം കാണിക്കുകയാണ് ആര്? ഈ വാൽമീകി മഹർഷിയുടെ ഉത്ഭവം. ആ വാൽമീകത്തിൽ നിന്ന് ഉയരുന്നത്. മഹർഷി അങ്ങനെ ഇത് കണ്ടപ്പോ വിഷമായി. അപ്പോ ചൊല്ലുന്ന ഒരു ശ്ലോകമുണ്ട്. മാ നിഷാദ പ്രതിഷ്ഠാം ത്വമഗമ ശാശ്വതീ സമാഹ യത് പ്രൗഞ്ചമിഥുനാദേകവതി കാമമോഹിതം ശപിച്ചു എന്നാ പറയുന്നത്. അതായത് ഞാൻ പറഞ്ഞില്ലേ, സാക്ഷാൽ തപസ്സികൾ ഈശ്വരന്മാരല്ലോ. ഈശ്വരൻ തുല്യമായ മഹർഷീശ്വരൻ ആ പ്രൗഞ്ചമിഥുനങ്ങളെ അമ്പെയ്ത കാട്ടാളനെ ശപിച്ചു. എന്താ ശപിച്ചത്? ഈ പ്രൗഞ്ചമിഥുനങ്ങളിൽ ഒന്നിനെ നീ താഴെ വീഴ്ത്തിയില്ലേ, നീ ദുരിതം പിടിക്കട്ടെ. അവൻ ദുരിതം പിടിക്കും ഉറപ്പാ. കാരണം ഒരു ജീവിയെയും നമ്മൾ വധിക്കരുത്. അതേസമയം വാൽമീകി മഹർഷി ഇവിടെ ഒരു അനുഗ്രഹം കൂടി കൊടുക്കുന്നുണ്ട്. ശരിക്കും രാമായണത്തിൽ ആരാണ് ഈ ക്രൗഞ്ചമിഥുനങ്ങൾ? കാമമോഹിതരായിരിക്കുന്ന ക്രൗഞ്ചമിഥുനങ്ങൾ ആരാ? രാവണനും മണ്ഡോദരിയാണ്. മണ്ഡോദരി പഞ്ചകന്യകകളിൽ ഒരാളാണ്. അഹല്യ, ദ്രൗപദി, സീത, താര, മണ്ഡോദരി തഥാ
പഞ്ചകന്യാ സ്മരേ നിത്യം പാതകനാശനം, സർവപാതകങ്ങളും നശിക്കും എന്നൊരു ശ്ലോകമുണ്ട്. ഏതായാലും ഈ അഹല്യയും ദ്രൗപദിയും കഴിഞ്ഞു വരുന്നതാരാ? അഹല്യ, ദ്രൗപദി, സീത, താര, മണ്ഡോദരി. ആ പഞ്ചകന്യകളിൽ ഒരാളായ ഈ മണ്ഡോദരി ഒരു ക്രൗഞ്ചപക്ഷിയായി ഇരിക്കുകയാണെങ്കിൽ സർവജ്ഞയാണ്. അതുകൊണ്ടാണ് പഞ്ചകന്യകളിൽ ഉൾപ്പെടുത്തിയത്. ആ മണ്ഡോദരിയുടെ കൂടെ ഇരിക്കുന്നതാരാ? കാമമോഹിതനായ രാവണനാണ്. രാവണൻ സർവ്വസമയവും മണ്ഡോദരിയെ ഉപദ്രവിക്കുകയേ ചെയ്തിട്ടുള്ളൂ. നല്ല നല്ല കാര്യങ്ങളാണ് രാവണന് പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷേ ഈ രാവണന് ഒരു കുഴപ്പമേ ഉള്ളൂ. രാമൻ എന്നുള്ളതിന്റെ ഇടയിൽ എന്തേ ഉള്ളൂ? ഒരു വണ ഉണ്ടല്ലേ? രാവണൻ എന്നുള്ളതേ ഉള്ളൂ. രാമൻ അപ്പുറം ഈ ഒരു അണ നാരായണൻ. നമ്മളാരാ? നരൻ. നരനും നാരായണനും തമ്മിൽ ഒരു അണയുടെ കുറവേ ഉള്ളൂ. അത്രയൊരു വ്യത്യാസം ഒരു മനുഷ്യനും ഭഗവാനായ അവതാരങ്ങൾക്കും ഉണ്ട്. ഇവിടെ മണ്ഡോദരി നല്ലത് ഉപദേശിക്കും. പക്ഷെ അപ്പോഴൊക്കെ എന്താ ചെയ്യുന്നത്? കാമമോഹിതനായ അല്ലെങ്കിൽ അഹങ്കാരിയായ രാവണൻ അതൊന്നും അനുസരിച്ചില്ല. അപ്പൊ രാവണന്റെ ഓരോ ദുഷ്ടതരങ്ങളും അനുഭവിച്ച് കണ്ട് വിഷമിച്ചിരിക്കുന്ന മണ്ഡോദരിക്ക് രാവണൻ മരിച്ച സമാധാനല്ലേ? ആരാധന കാരണം? സാക്ഷാൽ ശ്രീരാമചന്ദ്ര പ്രഭു നീണാൾ വാഴട്ടെ എന്നൊരു അനുഗ്രഹം കൂടി ആ ഒരു ശ്ലോകത്തിൽ വരുന്നുണ്ട്. ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം രാമായണത്തിലേക്ക് പ്രവേശിക്കാം. ഇനി ഇതില് ശ്രീരാമചന്ദ്രനെ കാണുന്നു എന്ന് പറയുമ്പോൾ എത്രാമത്തെ അവതാര? 7ാമത്തെ അവതാരം. ഈ ദശാവതാരത്തെ കുറിച്ച് ഓർമ്മസൂത്രത്തിൽ പറയുന്നുണ്ട്. മത്സ്യകൂർമ്മവരാഹജ നരസിംഹജ വാമന രാമോ രാമശ്ച രാമ കൃഷ്ണകൽക്കി ജനാർദ്ദന. എത്ര നാമം കേട്ടു? രാമോ രാമശ്ച രാമ. 3 അവതാരവും രാമൻ എന്ന പേരിലാ വന്നത്. ആരൊക്കെയാ? പരശു. ഒരു പരശു ഉണ്ട്. ആരാടാ പരശു എന്ന് വിളിക്കും കുട്ടികളെ? പരശു എന്ന് പറഞ്ഞാൽ മഴുവയിൽ പിടിച്ച് നടക്കണ ഒരു പരശുരാമൻ. പിന്നെ ശ്രീരാമചന്ദ്രൻ, പിന്നെ ബലരാമൻ. ഭഗവാൻ 3 അവതാരങ്ങളും എടുത്തത് രാമനാമത്തിലാ. അപ്പൊ രാമനാമത്തിന്റെ പ്രഭാവം എന്താ? രാമനാമത്തിന്റെ ശക്തിയാണ്. രാമനാമം ചൊല്ലി എന്താന്ന് പോലും അറിയാതിരുന്ന ഈ രത്നാകരൻ എന്ന കാട്ടാളൻ ആരായി മാറിയത്? ശരിക്കും മഹർഷിയായി മാറിയത്. അതുപോലെ രാമമന്ത്രം ജപിച്ചാൽ സാധാരണക്കാരായ നിങ്ങളും ഉയരങ്ങളിലെത്തും എന്ന് നമ്മളോട് പറയാണ് രാമായണം. ഇവിടെ രാമ കഴിഞ്ഞിട്ടാണ് കൃഷ്ണൻ. അവതാരത്തിലും അത് തന്നെയാണ്. ചില സ്ഥാപനങ്ങളൊക്കെ കൃഷ്ണ ഹരേ കൃഷ്ണ ചൊല്ലിയിട്ടേ ഹരേ രാമ ചൊല്ലാവൂ പറയുന്നത് തെറ്റാ. അത് അനുസരിക്കരുത്. ക്ഷേത്രങ്ങൾ പറയുന്നതാണ് നമ്മൾ പാലിക്കേണ്ടത്. ആചാര്യന്മാർ, ആചാര്യൻ എന്ന് പറഞ്ഞാൽ ആചരിക്കുന്നവരാ. അത് പഠിച്ച് പറഞ്ഞു കൊടുക്കുന്നത് ആചരിക്കുന്നവരാണ് ആചാര്യന്മാർ. അതിനും താഴെ ഗുരു, അതിനും താഴെ ആരാ? അധ്യാപകൻ, നമ്മളുടെ ടീച്ചർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഒരു ടീച്ചർക്ക് ഈ വക എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാൻ കഴിഞ്ഞു എന്ന് വരില്ല. അതിനും ഒരുപടി ഉയരും ഗുരുനാഥൻ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുമ്പോൾ. ഗുരുനാഥൻ പഠിച്ചു പറയും. അതിനും ഒന്നുകൂടി ഉയരും ആ പഠിച്ച കാര്യം ആചരിച്ച് കാണിച്ച് കൊടുക്കുന്ന ആചാര്യൻ. ഇങ്ങനെ വേണം നമ്മള് മനസ്സിലാക്കാന്. ഇനിയും രാമായണം. ഇപ്പൊ രാമായണത്തിലേക്ക് നമ്മൾ അങ്ങോട്ട് പ്രവേശിച്ചു. ആരെഴുതി? വാൽമീകി മഹർഷി എഴുതി. പക്ഷെ നമ്മൾ എടുക്കുന്നത് ഏതാ? തുഞ്ചത്തെഴുത്തച്ഛന്റെ രാമായണം. അപ്പൊ നമ്മൾ എങ്ങനെയാ തുടങ്ങുക? സാനന്ദരൂപം സകല പ്രബോധമാനന്ദദാനാമൃത പാരിജാതം മനുഷ്യപത്നീശ്വരി സ്വരൂപം പ്രണവമി തുഞ്ചത്തെഴുമാര്യപാദം. തുഞ്ചത്ത് ഞങ്ങളുടെ മലപ്പുറം ജില്ല തിരൂര് തുഞ്ചൻ പറമ്പ്. ചിലപ്പോൾ നിങ്ങളവിടെ വന്നിട്ടുണ്ടാവും. ആ തുഞ്ചൻ പറമ്പിൽ വാണിരുന്ന ജീവിച്ചിരുന്ന മഹാപണ്ഡിതനാണ് ആര്? തുഞ്ചത്തെഴുമാര്യനായ ശ്രീരാമാനുജൻ എഴുത്തച്ഛൻ. എഴുത്തച്ഛനെ പറയുള്ളൂ, രാമാനുജനായിരുന്നു. രാമൻ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഏതായാലും പേര് പോലും ശരിക്കും ആരും രേഖപ്പെടുത്താത്ത ആ മഹാനുഭാവൻ നമ്മൾക്ക് വേണ്ടി 24,000 ശ്ലോകങ്ങൾ വായിച്ച് അതിൽ ഒരു കടുക് ഇട പോലും വീണു പോവാതെ നമുക്ക് വേണ്ടി എഴുതി വെച്ചിരിക്കുന്നു. 6 കാണ്ഡം എന്നും പറഞ്ഞ് ശരിക്കും ഉത്തരകാണ്ഡം എന്ന ഉത്തര രാമായണമുള്ള 7 കാണ്ഡവും ഉള്ള നമ്മളുടെ അധ്യാത്മ രാമായണം. ഈ ആചാര്യനെ വന്ദിച്ചതിന് ശേഷം രാമായണം തുറന്നു നോക്കുമ്പോൾ ഈ 3 അവതാരങ്ങളിൽ കാണുന്ന 2 രാമന്മാരെ നമുക്ക് കാണാം. ആദ്യം തന്നെ ബാലകാണ്ഡം. ഈ ബാലകാണ്ഡം നമ്മളോട് എന്താ പറയുന്നത്? സാധാരണക്കാരുടെ ജീവിതത്തില് ബാലകാണ്ഡം അങ്ങനെ താരതമ്യം ചെയ്തു നോക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ എന്താ സംഭവിക്കുന്നത്? നമുക്ക് അച്ഛനും അമ്മയും ഉണ്ട്. ഇവിടെ രാമായണം നമുക്ക് കാണിച്ചു തരുന്ന അച്ഛനും അമ്മയുമാണ് ദശരഥ മഹാരാജാവും അവിടെ
3 അമ്മമാരുണ്ട്. പണ്ടൊക്കെ രാജാക്കന്മാർക്ക് ഇത് സത്യത്തിൽ അതൊരു ക്ലോസാ. ഭാര്യയ്ക്ക് കുട്ടി ഉണ്ടായില്ല, ഭാര്യയ്ക്ക് ഒരു അസുഖമാണ്, ഭാര്യയുടെ കാര്യങ്ങളൊന്നും നിർവഹിക്കാൻ വയ്യ. അങ്ങനെയൊക്കെ വരുമ്പോ എന്ത് ചെയ്യും? വീണ്ടും ഒരു കല്യാണം കഴിക്കും. ആദ്യം ദശരഥ മഹാരാജാവ് ഒരു കല്യാണം കഴിച്ചു. എന്തെങ്കിലും അറിയോ? കുട്ടികൾ കുറെ പേര് ശ്രദ്ധിക്കുന്നുണ്ട്. കുട്ടികളോട് എങ്ങനെ പറയണം? ഈ വേദാർത്ഥം എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. പണ്ട് ഒരു രാജ്യത്തിന് രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിന്റെ പേര് ദശരഥനായിരുന്നു. ദശം എന്ന് പറഞ്ഞാൽ 10 ഭാഗത്തേക്ക് ഒരേ സമയം ഇങ്ങനെ തേരോടിക്കാനുള്ള കഴിവുള്ള വ്യക്തിയായിരുന്നു. അത്രയും പണ്ഡിതനായിരുന്നു. അസ്ത്രവിദ്യയിലൊക്കെ എന്നാ മനസ്സിലാക്കേണ്ടത്. അതായത് 10 ഭാഗത്തേക്ക് ഒപ്പ് ഓടിച്ചു എന്നൊന്നും മനസ്സിലാക്കണ്ട. 10 തലയുണ്ട് രാവണനെ പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടല്ലേ? രാവിലെ പല്ല് തേക്കാനുള്ള ബുദ്ധിമുട്ടെന്ന് ഓർത്ത് നോക്കൂ. 10 തലയുടെ ബുദ്ധി ഉണ്ടായിരുന്നു രാവണന് എന്നാണ് പറയുന്നതിന്റെ അർത്ഥം. ഇനി രാമൻ ആരാന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് ദശരഥൻ എന്ന രാജാവിന് ഒരു ഭാര്യ കൗസല്യ. അങ്ങനെ കല്യാണം കഴിച്ചു. കുറെ കാലം കുട്ടികളൊന്നും ഉണ്ടായില്ല. സങ്കടമായി. അപ്പോ വസിഷ്ഠനാണ് കുലഗുരു. ആചാര്യനോട് ചോദിക്കാം. അന്നൊക്കെ രാജസഭയിൽ തന്നെ നമുക്ക് വേണ്ട ഉപദേശം തരാൻ വിവരമുള്ള ഒരുപാട് മഹർഷീശ്വരന്മാരും ഗുരുവായിട്ടുണ്ടാകും. മഹർഷിയെ, എനിക്ക് കുഞ്ഞുങ്ങളില്ലല്ലോ, ഇനി എന്താ ചെയ്യാ എന്ന് ചോദിച്ചപ്പോ ഒരു കല്യാണം കൂടി കഴിച്ചോളൂ. അങ്ങനെ സമർത്ഥിയായിട്ട് ആരെ കൊണ്ടുവന്നു? സുമിത്ര. പേരിന് എന്താ? സുമിത്ര. സു എന്ന് പറഞ്ഞാൽ നല്ല മിത്രം ആയിരുന്നു, നല്ല ഭാര്യ. പക്ഷെ കുട്ടികളുണ്ടായില്ല. പിന്നെ ഒന്നുകൂടി ഉപദേശം കൊടുത്തു. ഒരു കല്യാണം കൂടി കഴിച്ചോളൂ. ഒന്നുകൂടി കൊടുത്തു ഒരു ഉപദേശം. കുറച്ച് ചെറുപ്പക്കാരെ കെട്ടിക്കോളൂ. അവർക്ക് കുറെ വയസ്സനായിരുന്നു. ചെറുപ്പക്കാർക്ക് കുട്ടികൾ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ചെറുപ്പക്കാരി, നല്ല ചെറുപ്പക്കാരി, മകളെ പ്രായമുള്ളൂ. പോയിട്ട് എന്ത് ചെയ്തു? കൈകേയി രാജ്യത്ത് നിന്നും കൈകേയിയെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നു. ഈ കൈകേയി മാതാവിനെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നിട്ടും കുട്ടികൾ ഉണ്ടാവില്ല. ഇങ്ങനെ സന്തോഷമൊക്കെ ഉണ്ട്, പക്ഷെ കുട്ടിയില്ലാന്നുള്ളൊരു ദുഃഖമുണ്ട്. അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് എന്ത് ചെയ്യുന്നത്? രാജാക്കന്മാർക്ക് മൃഗയാവിനോദം ഉണ്ട്. എന്ത് ചെയ്തു? എല്ലാ ശാസ്ത്രങ്ങളും പഠിച്ച വ്യക്തിയാണ് ദശരഥ മഹാരാജാവ്. എന്നിട്ടും അത്രയും അറിവുണ്ടായിരുന്നിട്ടും ബാലകാണ്ഡത്തിൽ നമ്മൾ നോക്കുമ്പോ എന്താ കാണുന്നതെന്നറിയോ? രാജാവ് രാത്രിയാണ് മൃഗയാവിനോദത്തിന് വേട്ടയാടാൻ വേണ്ടി പോയത്. രാത്രി എവിടെ പോയ? ഒന്നാമത് സന്ധ്യാസമയം അസ്തമിച്ചു കഴിഞ്ഞാൽ ശസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറയുന്നു. മഹാഭാരതത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്. ഇവിടെ സന്ധ്യയ്ക്ക് ശേഷം വേട്ടയാടാൻ പോയി എന്നുള്ളത് ഒരു തെറ്റ്. രണ്ടാമത് ശബ്ദശാസ്ത്രം പഠിച്ച വ്യക്തിയാ ദശരഥൻ. എന്നിട്ടും ആന വെള്ളം കുടിക്കുന്ന പോലെ തോന്നി എന്നാ പറയുന്നത്. ആനയെ അമ്പെയ്യരുത് എന്നാണ് ധർമ്മശാസ്ത്രം പറയുന്നത്. ആ ശബ്ദശാസ്ത്രം പഠിച്ച അദ്ദേഹത്തിന് ആ ശബ്ദം ആനയുടെ ശബ്ദമാണോ അല്ലെങ്കിൽ കുടത്തിന് വെള്ളം നിറയുന്നതാ മനസ്സിലാക്കാനുള്ള കഴിവ് അപ്പം ഉണ്ടായില്ല. അട്ടപ്പാതിരിയാണ്. അങ്ങനെ അമ്മ ഇത് കൊന്നപ്പോ ഈ കുട്ടി കരയുന്നത് കേട്ട് ഹാഹാസ്മ്യഹം രാമായണം പറയുന്നത്. അയ്യോ, എന്നെ വധിച്ചുലോന്ന്. അപ്പൊ ഓടിച്ചെന്ന് നോക്കിയപ്പോ മുനികുമാരനാ. ആലോചിച്ചു നോക്കൂ, നമ്മളുടെ കർമ്മം അത് അനുഭവിച്ച് എങ്ങനെ തീരണം. പ്രാരബ്ധമെല്ലാം അനുഭവിച്ചിടണം. രാമായണത്തിൽ ഒരു വരിക. അങ്ങനെ ആകുമ്പോ നമ്മൾ എങ്ങനെ പ്രാരബ്ധങ്ങളെല്ലാം അനുഭവിക്കണം എന്ന് പറയാം. അതുകൊണ്ട് ദശരഥന് വിധിച്ച പ്രാരബ്ധ കർമ്മങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സന്ധ്യയ്ക്ക് അങ്ങനെ പോവാനും ആനയാണെന്ന് തോന്നി ശബ്ദശാസ്ത്രം പഠിച്ചിട്ടും അത് മനസ്സിലാക്കാൻ കഴിയാതെ ഇരുന്നതും ഒക്കെ നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് എന്താ ഉണ്ടായത്? ശപിക്കുകയാണ്. എന്താ ശപിച്ചേ? പുത്രദുഃഖത്താൽ നീ മരിക്കട്ടെ. പുത്രനുണ്ടോ? അപ്പൊ നമ്മളാണെങ്കിൽ എന്താ വിചാരിക്കാം? കുട്ടികളൊന്നും ഇല്ലാതെ ഞാനെങ്ങനെ ഇപ്പൊ പുത്രദുഃഖത്താൽ മരിക്കുക? പക്ഷേ ദശരഥൻ ബുദ്ധിമാനാ. ദശരഥൻ ആലോചിച്ചു, ഇത്രേ, കുട്ടികൾ ഉണ്ടായിട്ടില്ല, എനിക്ക് പുത്രദുഃഖത്താൽ മരിക്കും, അപ്പൊ എനിക്ക് കുട്ടികൾ ഉണ്ടാവും. അപ്പൊ തീരുമാനാക്കി. അപ്പൊ ആ ശാപം ഒരു സന്തോഷത്തിക്കാ വന്നത്. ഇങ്ങനെ ആ മുനികുമാരൻ പറഞ്ഞു, ഞാൻ അറിയാതെ ചെയ്തതാണ്, ക്ഷമിക്കണം എന്ന് പറഞ്ഞപ്പോ, നിങ്ങൾക്ക് ബ്രഹ്മഹത്യ പാപം ഉണ്ടാവില്ല, പക്ഷെ എന്റെ അച്ഛനും അമ്മയും വെള്ളം ദാഹിച്ചിരിക്കുക, വെള്ളം കൊണ്ടു കൊടുക്കണം. അങ്ങനെ വെള്ളം കൊണ്ടേ കൊടുത്തപ്പോ അവരാണ് ശപിക്കുന്നത്, പുത്രദുഃഖത്താൽ നീ മരിക്കട്ടെ എന്ന്. അതും കഴിഞ്ഞ് വീട്ടിൽ വന്നു. എന്നിട്ടോ പിന്നെയും വസിഷ്ഠ ആചാര്യന്റെ അടുത്ത് ചെന്ന് പറയാ, എനിക്ക് കുഞ്ഞുങ്ങളില്ല. അങ്ങനെ അവസാനം പുത്രകാമേഷ്ടി യാഗം നടത്താൻ തീരുമാനിച്ചു. ഋഷ്യശൃംഖനാൽ ചെയ്യപ്പെട്ട ഒരാഹൂതിയാലേ എന്ന രാമായണം പറയുന്നത്. അങ്ങനെ യാഗം ചെയ്തു. ആ വന്യകുണ്ടത്തിൽ നിന്നും പായസപാത്രവുമായി ആര് പൊങ്ങി വന്നു? അഗ്നിദേവൻ പൊങ്ങി വന്നു. എന്താ ചെയ്തതെന്നറിയോ? ദക്ഷിണ വെച്ച് നമസ്കരിച്ചു. ആ
പായസപാത്രം വാങ്ങിയപ്പോ. എന്നിട്ട് 3 ഭാര്യമാർ ഇങ്ങനെ റെഡിയായി നിൽക്കുക. പായസം കഴിച്ച കുട്ടി ഉണ്ടാവൂലോ. മന്ത്രത്തിന്റെ ശക്തിയാണ് അത് കേട്ടോ, അല്ലാതെ പായസം കഴിച്ചിട്ടല്ലല്ലോ കുട്ടി ഉണ്ടാവേണ്ടത്. ഇപ്പോഴത്തെ തലമുറയ്ക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കണം. മനനേനത്രായതേ ഇതി മന്ത്രങ്ങൾക്ക് അത്രയും ശക്തിയാ. ഇനി ആ പായസം കൊടുക്കുന്നത് നമുക്ക് ജീവിതത്തിലേക്കുള്ള ഒരു പാഠം രാമായണം തരുന്നതാ. എന്താ പറഞ്ഞേ? ഒരു പായസമൊക്കെ തരാന്ന് പറഞ്ഞിട്ട് ഈ പാത്രത്തിലുള്ള പകുതി പായസം ആദ്യത്തെ ഭാര്യയായ കൗസല്യയ്ക്ക് അവൾ കൊടുത്തു. അപ്പോൾ കൈകേയി എന്നെ അപ്പുറത്ത് നിൽക്കുന്നു, സുന്ദരിയായ. എപ്പൊ നോക്കിയാലും ദശരഥൻ ആരുടെ കൂടെ? അവസാനത്തെ ഭാര്യയുടെ കൂടെ, സുന്ദരിയായ കൈകേയിയുടെ കൂടെ. ആ പാത്രത്തോടെ അങ്ങനെ കൈകേയിക്കാണ് കൊടുത്തു. സന്തോഷമായി. അപ്പൊ നോക്കിയപ്പോ അപ്പുറത്ത് ആര് നിൽക്കുന്നുണ്ട്? സുമിത്ര നിൽക്കുന്നുണ്ട്. അപ്പൊ രാജാവ് മറ്റു 2 ഭാര്യമാരെ ഒന്ന് നോക്കി. ഭർത്താവ് എന്താ ആഗ്രഹിക്കുന്നോ അത് നടത്തുന്നതാണ് ഭാര്യയുടെ കടമ. എന്ത് ചെയ്തു? അവർ 2 പേരും സുമിത്രയ്ക്ക് അവർക്ക് കിട്ടിയതിന് പകുതി ആദ്യം കൗസല്യം കൊടുത്തു. ഇത് കണ്ടപ്പോ കൈകേയും കൊടുത്തു എന്നാ. അപ്പൊ ആർക്കാ 2 കുട്ടിയില്ലായത്? കൂടുതൽ കിട്ടിയത് ആർക്കാ? സുമിത്രയ്ക്കാ. ഭർത്താവ് കൊടുത്തത് ശരിക്കും മറ്റു 2 പേർക്കാ. അങ്ങനെ 4 കുട്ടികളാണ്. ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന നേരത്തിങ്കൽ അച്യുതനയോധ്യയിൽ കൗസല്യാത്മജനായ നക്ഷത്രം പുനർവസു നവമിയല്ലോ തിഥി നക്ഷത്രാധിപനോട് കൂടവേ ബൃഹസ്പതി. രാമായണം കറക്റ്റായിട്ട് നമ്മളോട് പറയാ. ശ്രീരാമചന്ദ്രൻ ജനിക്കുന്ന സമയത്ത് എല്ലാ ഗ്രഹങ്ങളും നവഗ്രഹങ്ങളൊക്കെ വെച്ചാണല്ലോ ജ്യോതിശാസ്ത്രം എഴുതുന്നത്. അതാത് സ്ഥാനങ്ങളിൽ പോയി നിന്നു. ഇതേപോലെ തന്നെ കൃഷ്ണൻ ജനിക്കുമ്പോഴും എല്ലാ ഗ്രഹങ്ങളും അതാത് സ്ഥാനങ്ങളിൽ പോയി നിന്നു. ഇനിയോ നമ്മളൊക്കെ ജാതകം എഴുതാറുണ്ടല്ലേ, പല പ്രശ്നങ്ങളും പറയും നമ്മളോട്. പണിക്കര് ഇത്രയൊക്കെ അതാത് സ്ഥാനങ്ങളിൽ പോയി നിന്നിട്ടും കൃഷ്ണൻ എവിടെയാ ജനിച്ച്? 2 തരത്തിൽ കാലാഗ്രഹം. ഒന്ന് അമ്മയുടെ വയറ്റിന്റെ ഉള്ളില്, മറ്റൊന്ന് അംസന്റെ കൽത്തുറുങ്ക്. ശ്രീരാമചന്ദ്രൻ ജനിച്ചതൊക്കെ കൊട്ടാരത്തിൽ. അതിന് എന്താ ഉണ്ടാവണേ? ഈ ബാലകാണ്ഡത്തോടു കൂടി കല്യാണവും കഴിയും, വനവാസത്തിനും പോണ്ടി വരും, എല്ലാം സംഭവിക്കും. അഭിഷേക വിഘ്നവും എല്ലാം നമുക്ക് അവിടെ കാണാം ആദ്യത്തെ 2 കാണ്ഡങ്ങളില്. അത്രയും സുഖം ഉണ്ടായുള്ളൂ. പിന്നെ പ്രശ്നങ്ങളാ. രാമായണം ദുഃഖത്തിന്റെ ഇതിഹാസം, മഹാഭാരതവും. പക്ഷേ നമ്മളതെടുത്ത് വെച്ച് വായിക്കുമ്പോൾ നമുക്ക് ദുഃഖം തോന്നാറുണ്ടോ? അതാണ് അതിന്റെ ഒരു മായ. മായ കൊണ്ടല്ലോ വിശ്വമുണ്ടെന്നു തോന്നിക്കുന്നു. നമ്മളോട് പറയാ രാമായണം, ഈ മായ കാരണം നിനക്ക് ഇതൊക്കെ ഉണ്ട് തോന്നും. സത്യമായതിന് ചലനമില്ല എന്ന് മനസ്സിലാക്കുക. ചലിക്കാതെ നിൽക്കുന്നത് എപ്പോഴാ? മരണം. മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇളകുവോ? മരണം സത്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇത് അംഗീകരിച്ചേ പറ്റൂ എന്ന് വസിഷ്ഠമുനി മക്കളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇവിടെ കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടി കാത്തിരുന്നു. ആ സമയത്താണ് രാമായണത്തിൽ സന്തോഷം. രാമായണം രാമായണത്തിൽ 24,000 ശ്ലോകങ്ങളിൽ 97 ശ്ലോകം സന്തോഷമുള്ളൂ. ബാക്കിയൊക്കെ സങ്കടം. എങ്കിലും നമ്മളത് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് നമുക്ക് ആനന്ദം തോന്നുന്നത്. ആ സുന്ദരകാണ്ഡത്തിലൊക്കെ ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ എന്തൊരു സുഖ. ഉഷസിനിശിചരികളിവരുടരും അമ ഭക്ഷിക്കുമുറ്റവരായിട്ടൊരുത്തരുമില്ലമേ മരണമിഹ വരുവതിനും ഒരു കഴിവു കണ്ടേല കാകുൽസ്തവീരനും എന്നെ മറന്നിതോ. കഴുകറല്ലേ. സുന്ദരകാണ്ഡം വളരെ സുന്ദര, ഏറ്റവും സുന്ദരമായ കാണ്ഡം. അത്ര സുന്ദരകാണ്ഡം. ഇവിടെ അങ്ങനെ കുട്ടികൾ ഉണ്ടാകുമ്പോ വളരെ സന്തോഷം. ഭഗവാൻ ഉണ്ടായി, പേരുട്ടു. എന്താ പേരിട്ടത്? ശ്യാമള നിറം പൂണ്ട കോമളകുമാരനു രാമൻ എന്നൊരു തിരുനാമവും ഇട്ടാനല്ലോ. കറുത്ത കുട്ടിയായിരുന്നു, രാമൻ എന്ന് പേരിട്ടു. ഇവിടെ നിന്ന് നമ്മളോട് പറയാണ്, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ഭഗവത് നാമം ഇടണം. ഇട്ട പേര് തന്നെ വിളിക്കണം. ഞങ്ങൾ കാറിൽ പോരുമ്പോ പറയാണ്, അറിഞ്ഞിട്ട പേര് ആദിത്യൻ തന്നെയാ എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞാല് അത്രയും ആത്മീയതയിലൂടെ പോകുന്ന ഒരു വ്യക്തിക്ക് അത് ചെയ്യാൻ കഴിയും. കുട്ടികൾക്ക്, നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല 2 ഗിഫ്റ്റ്. ഒന്ന് നല്ലൊരു പേര്. സഹസ്രനാമം ഉണ്ട്, ഭഗവതിക്കാണെങ്കിലും ഭഗവാനാണെങ്കിലും. അതിൽ ഒരു നാമം എടുത്തിടുക. ആ ഇട്ട പേരെന്നെ വിളിക്കുക. എന്താ ഇവിടെ ഉണ്ടായ അജാമിളെ? നാരായണ മകനെ വിളിച്ചതാ. വിഷ്ണു പക്ഷന്മാര് വന്നില്ലേ? അഥവാ മരിക്കുന്ന സമയത്ത്, അതാണ് രാമായണം പറയുന്നത്, മരിക്കുന്ന നേരം എന്റെ സ്മരണ നിനക്ക് ഉണ്ടാവണോ, നീ രാമനാമം ചൊല്ലിക്കോളൂ. ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് രാമനാമത്തിന്റെ സവിശേഷത അറിഞ്ഞുകൊണ്ട് രാമായണം എടുത്തു വെച്ച് വായിക്കുക. ഈ കുട്ടികളൊക്കെ ഉണ്ടായി, വലിയ സന്തോഷമായി. നമ്മുടെ വീട്ടിൽ സംഭവിക്കുന്ന കാര്യം തന്നെ അവിടെ എഴുതി വെച്ചിരിക്കുന്നേ. നമ്മുടെ വീട്ടിൽ എന്താ സംഭവിക്കണേ? ഒരാളോടെ ഞാൻ ഇന്നലെ പോയി വേറൊരു അമ്പലത്തിലേക്ക്. അപ്പൊ ഞാൻ അങ്ങനെ ഒരു മോനേ ഉള്ളൂ, എന്റെ മോന്റെ പ്രായം. ഞാൻ ചോദിക്കാണ്, പിന്നെ എന്തേ, പിന്നെ ഒന്നും ഉണ്ടായില്ലല്ലോ, ഒരു പെൺകുട്ടിയൊക്കെ വേണം, നമ്മളെ കെയർ ചെയ്യാൻ ഇപ്പോഴത്തെ കാലത്ത് അവര് വേണ്ടേ? അപ്പൊ പറയാ,
ടീച്ചറെ ഞങ്ങൾ ഒരുപാട് ചികിത്സിച്ചു, പിന്നെ ഉണ്ടായില്ല. നമ്മുടെ നാട്ടിൽ ഇപ്പൊ സംഭവിക്കുന്ന കാര്യമാണ് രാമായണം പറയുന്നത്. ദശരഥൻ എത്ര കാലം ചികിത്സിച്ചിട്ടുണ്ടാവൂലേ? 3 കല്യാണം കഴിച്ച ചികിത്സയാണെന്ന് പറയുന്നതെങ്കിലും ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ കുഞ്ഞുങ്ങൾ ഉണ്ടാവാതെ ആലോചിച്ചു നോക്കൂ, എത്രയോ ബീജങ്ങളാ അങ്ങോട്ട് ചെല്ലുന്നത്. അതൊന്നും ഒരു ബീജം മാത്രമാണ് സൈഗോട്ടായി മാറുന്നത്. പക്ഷെ അത് സംഭവിക്കാനിട്ട് ചികിത്സയായി നടത്തുകയാണ് എല്ലാവരും. പലരും വിളിക്കും, ടീച്ചറെ ഒരു കുഞ്ഞുണ്ടായില്ല കേട്ടോ, ഭാര്യയ്ക്ക് 35 വയസ്സായി, ചികിത്സയൊക്കെ കേമായിട്ട് ചെയ്തു, ഒന്നും ശരിയായില്ല, പിന്നെ എന്റെ ചികിത്സയാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ടീച്ചറല്ലേ ഇത്, ഡോക്ടർ അല്ലല്ലോ. ഞാൻ പറയൂ, ആ വ്യക്തി നാമജപം ചെയ്യുന്ന ആളാണോ നോക്കിയിട്ടേ പറയൂട്ടോ. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഏതായാലും വിഷ്ണു ഭക്തനല്ലേ, കൃഷ്ണ ഭക്തനാ. വിഷ്ണു സഹസ്രനാമം എന്നും ഒരേ സമയത്ത് ചൊല്ലും. ഈ ആഗ്രഹം സങ്കല്പം മനസ്സിൽ വെച്ചിട്ട് എന്നും മുടക്കം കൂടാതെ തുടർച്ചയായി ഒരു 21 ദിവസം പിന്നെ നിർത്തരുത്. ആ ആഗ്രഹം സഫലമാകുന്നത് വരെ ചൊല്ലണം. കാരണം നമുക്ക് പൊം എന്ന നരകത്തിൽ പോകാതെ നമ്മളെ ഉയർത്താനുള്ളതാണ് പുത്രൻ എന്നാ പറയാ. അതുകൊണ്ട് അത് അദ്ദേഹം അങ്ങനെ ചെയ്തു. ഇപ്പോ മെയ് 22-നാണ് വെളി വരുന്നത്. ടീച്ചറെ 35 വയസ്സായി വരയ്ക്ക്. ടീച്ചറെ ഞാൻ അച്ഛനായിട്ടോ, എനിക്കൊരു മോനാണ് ഉണ്ടായത്, ടീച്ചർ തന്നെ അവന് പേരിടണം. ആ സന്തോഷം ഓർത്തു നോക്കൂ. ഒന്നുമില്ല, എന്റെ പറഞ്ഞു കൊടുത്തുള്ളൂ. അതാ വിഷ്ണു സഹസ്രനാമത്തിന്റെ മഹിമ, ടീച്ചറുടെ കഴിവൊന്നുമല്ല. ആ സങ്കല്പം, ആ ഉറച്ച ഭക്തി, സമർപ്പണം. ഹനുമാൻ എങ്ങനെയായിരുന്നു? ഹനുമാൻ നല്ല ശക്തി ഉണ്ടായിരുന്നു, നല്ല കായിക ബലം ഉണ്ടായിരുന്നു, പറക്കാനുള്ള കഴിവുണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും അറിയില്ല. എന്താ വിചാരിച്ച്? ഇതൊന്നും എന്റെ ശക്തിയല്ല ശ്രീരാമചന്ദ്ര. ആരുടെ ശക്തിയാ? അങ്ങയുടെ നാമ മഹിമയാണ് എന്റെ ശക്തി. ഉറച്ച ആ സമർപ്പണം, ദാസഭാവം, വിനയം, അതാണ് രാമായണം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇങ്ങനെ ഒരു വിളി വരുമ്പോ എത്രമാത്രം നമ്മൾ സന്തോഷിക്കും. ഇതുപോലെ ചികിത്സകളുടെ പിറകെ നടക്കുന്ന ഒരു സമൂഹത്തിന് രാമായണം ആദ്യത്തെ ഭാഗത്ത് നമുക്ക് കാണിച്ചു തരിക. ബാലകാന്ഡം. എന്നിട്ട് കല്യാണം കഴിഞ്ഞു കുട്ടിയൊക്കെ ഉണ്ടായി നമ്മളെ പോലെ തന്നെ സന്തോഷമായിട്ട് അവർ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ വിശ്വാമിത്രൻ എന്ന മഹർഷി ആ കൊട്ടാരത്തിലേക്ക് അങ്ങോട്ട് കയറി വന്നു. എന്നിട്ട് എന്താ പറയുന്നേന്നോ, എനിക്ക് അമാവാസി തോറും അവരെന്ത് ചെയ്യുന്നു, ഈ നമ്മുടെ ലോകത്തിനെ മുഴുവൻ, ഇന്ത്യ, ഭാരതം, നമ്മളുടെ ഹൈന്ദവൻ പ്രാർത്ഥിക്കുന്നത് എന്താ? ലോകാ സമസ്താ സുഖിനോ ഭവന്തു, സമസ്ത ലോകാ സുഖിനോ ഭവന്തു. ഈ ലോകം മുഴുവൻ സുഖിക്കട്ടെ, ഹൈന്ദവ മതം മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന നമ്മള് സുഖം ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ച് എന്തൊക്കെയാ അവിടെ ചെയ്യുന്ന ലൗകികരെ? നമ്മളുടെ സുഖത്തിന് വേണ്ടി കുറെ ഓടിപ്പായ ഈ ലൗകികരെ ആശ്രയിച്ചുകൊണ്ട സന്യാസി സഭ ഭക്ഷണം കഴിക്കുന്നത്, പക്ഷിമൃഗാദികൾ ഭക്ഷണം കഴിക്കുന്നത് അല്ലെ. മറ്റുള്ളവർ പറയും ആകാശത്തിലെ പറവകളെ നോക്കൂ, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല. പക്ഷെ നമ്മളുടെ ശങ്കരാചാര്യ സ്വാമി എന്നേ പറഞ്ഞു വെച്ചിട്ടുണ്ട്, പഞ്ചമഹായജ്ഞങ്ങളില് നമ്മൾ എന്ത് ചെയ്യണം? ഭൂതയജ്ഞം ചെയ്യണം. കോലം വരയ്ക്കുന്നില്ലേ? പക്ഷികൾ ഭക്ഷിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കൃഷി ചെയ്യുന്നത് കൊണ്ടാ. സന്യാസി സഭ നാമം ജപിച്ച് ഹോമം ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ അവരെ തീറ്റിപ്പോറ്റുന്നത് ലൗകികനാ. അതുകൊണ്ട് ആ കുടുംബം നോക്കി കാശിക്ക് പോണ്ടാന്ന് മുത്തശ്ശി പറയുന്നത്. ഗൃഹസ്ഥനാണ് ഏറ്റവും ഉന്നതൻ. പക്ഷെ എങ്ങനെയായിരിക്കണം ഗൃഹസ്ഥൻ? ധർമ്മത്തിൽ അടിസ്ഥാനപ്പെടുത്തി ജീവിക്കുക, സത്യത്തിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെയായിരിക്കണം ഗൃഹസ്ഥൻ. ആചാരങ്ങൾ ആചരിച്ചുകൊണ്ട് ജീവിക്കണം. ആചാര പ്രഭവോ ധർമ്മ എന്നാണ് നമ്മുടെ ഗ്രന്ഥം പറയുന്നത്. ഈ ക്ഷേത്രാചാരങ്ങളൊക്കെ നിങ്ങൾ പാലിച്ചില്ലേ? എന്തുകൊണ്ടാ? ഒരു ഹൈന്ദവൻ ഗൃഹസ്ഥൻ അങ്ങനെ ചെയ്യണം എന്ന് ധർമ്മശാസ്ത്രം പറയുന്നുണ്ട്. അതുകൊണ്ടാ, അല്ലാതെ വെറുതെ അങ്ങോട്ട് പോയി ചെയ്യുന്നതല്ല. ഇവിടെ സന്യാസി സഭ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ആർക്ക് വേണ്ടി? എല്ലാവർക്കും വേണ്ടി. വിശ്വാമിത്ര മഹർഷി യാഗം ചെയ്യുന്നത് ആർക്കാ? അദ്ദേഹത്തിനും ഭാര്യയ്ക്കും കുട്ടികൾക്കുമാണോ? അവർക്ക് ഒരു സുഖങ്ങളും വേണ്ട, ചെറിയ ഒരു ഓലക്കുടിലാണ് ജീവിക്കുന്നത്. പറയാ, ഞാൻ അമാവാസ്യതോടും ചെയ്യുന്ന യാഗങ്ങൾ മുടക്കുന്നോർ ആരാ? മാരീചൻ, സുബാഹു എന്ന രാക്ഷസന്മാരെ. അതുകൊണ്ട് ദശരഥ മഹാരാജാവേ, അങ്ങയുടെ രാമനെയും ലക്ഷ്മണനെയും എന്റെ കൂടെ അയക്കണം. ശരി, കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞോ? ഇല്ല. എന്താ പറഞ്ഞത്? നിർണയം മരിക്കും ഞാൻ രാമനെ പിരിയുമ്പോൾ. രാമനെ പിരിയുമ്പോ ഞാൻ മരിക്കും, എനിക്ക് ഉറപ്പാ. ഇതെന്താ കാണിക്കുന്നേനോ? നമ്മളുടെ പാരന്റ്സിന്റെ അവസ്ഥ. ദശരഥൻ വലിയ ഉന്നതനാണ്, ചക്രവർത്തിയൊക്കെ ആയിരുന്നു, ദേവാസുര യുദ്ധത്തിലൊക്കെ പോയി ജയിച്ചു വന്നവനാ. പക്ഷേ നമ്മളുടെ പാരന്റ്സിന് അമിതമായ പുത്രവാത്സല്യം.
അത് നമ്മൾ തകർത്ത് കളയും. ഹൈന്ദവരാണ് പറക്കാറായ കുട്ടികളെ പറക്കാൻ അയക്കാത്തത്. മറ്റുള്ളവർ നോക്കൂ, ഇത്തിരി മുതിർന്നു കഴിഞ്ഞാൽ സായിപ്പൻ നീ തന്നെ പോയി അധ്വാനിച്ച് നീ ജീവിച്ചോ, അവർ വീട് വരെ വേറെ വെച്ചു കൊടുക്കുക, നീ ജീവിച്ചോ, ജോലി ചെയ്തോ, അത്ര ഒരു അറ്റാച്ച്മെന്റേ പിന്നെ അവർക്കുള്ളൂ. അവർ 56-60 വയസ്സായി റിട്ടയർഡായി പൈസ കിട്ടിയ മക്കൾക്ക് വേണ്ടി FD അല്ല ചെയ്യുന്നത്. നേരെ നമ്മുടെ ഭാരതം വൃന്ദാവനം സന്ദർശിക്കാൻ വരും. അവരുടെ ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കും. നമ്മളോ ആ FD അവിടെ ഇട്ട് ഇവിടെ ഇട്ട് അതിന്റെ ഇൻട്രസ്റ്റ് മരിക്കുന്നതിന് മുമ്പ് ശ്വാസം വലിച്ചു കിടക്കും. മക്കൾ തമ്മിൽ ഇതിലുള്ള പിടിവലിയ. ഇവിടെ ദശരഥൻ പറയാണ്, രാമൻ പോയാൽ ഞാൻ മരിക്കും. മക്കളോട് ആരോടും അത്ര അറ്റാച്ച്മെന്റ് വേണ്ട കേട്ടോ. ഒട്ടലാണ്. ആ ഒട്ടലില്ലാതെവാൻ എന്ത് ചെയ്യണം? ആത്മീയമായ എണ്ണ അങ്ങോട്ട് പുരട്ടുക. ചക്ക മുറിക്കുന്നതിന് മുൻപ് എണ്ണ പുരട്ടിയ ഒട്ടൽ കുറയില്ലേ? നമ്മൾ ജീവിതത്തിൽ ചെറുപ്പം മുതലേ ആത്മീയതയാകുന്ന ഇത്തിരി എണ്ണ പുരട്ടിയാല് മക്കളോടൊക്കെയുള്ള അറ്റാച്ച്മെന്റ് കുറച്ച് മതി. ശ്രീരാമചന്ദ്രൻ വിഷമിച്ചില്ലാലോ. അച്ഛൻ വിളിച്ചിട്ട് പറയാണ്, നിന്നെ നാട്ടിലേക്ക് പറഞ്ഞേക്കണം. അത് പറയാൻ വയ്യ. അത് പറയാൻ വേണ്ടി രാവിലെ ആശ്ലേഷിക്കാൻ തുടങ്ങിയപ്പോഴേ എന്താ കിടക്കുന്നു, താഴെ പോയി. എന്താ? മനോബലം ഉണ്ടായിരുന്നില്ല. ശ്രീരാമചന്ദ്രൻ അമ്മയോട് ചോദിക്കുക, കൈകേയി മാതാവിനോട്, എന്താണ് അച്ഛന് പ്രശ്നം? അപ്പൊ എന്താ പറഞ്ഞേ? കാരണം താത ദുഃഖത്തിനു നീ തന്നെ, ആരിൽ സുഖം ദുഃഖമൂലമല്ലോ നൃണാം. അച്ഛന്റെ ദുഃഖത്തിന് കാരണം നീയാണ്. ഒന്നും അറിയാതെ ശ്രീരാമചന്ദ്രൻ നിൽക്കുന്ന. എന്താ അമ്മ ഈ പറയുന്നതെന്ന് ചോദിച്ചപ്പോ പറയാണ്, പണ്ട് സുരാസുര യുദ്ധ കാലത്ത് ഞാൻ എന്താ അച്ഛനെ സഹായിച്ചു. ആരാ? അച്യുതണ്ടിന്റെ ഉള്ളിൽ കൈയിട്ടു എന്നൊക്കെ പറയുന്നു. ദേവാസുര യുദ്ധം. ആ സഹായിച്ചതിന് അന്ന് ഞാന് സന്തോഷത്തോടു കൂടി ഇരിക്കുമ്പോ ഞാൻ ചോദിക്കാതെ തന്നെ അച്ഛൻ എന്നോട് എനിക്ക് 2 വരം തരാന്ന് പറഞ്ഞു. ഒന്നല്ല 2 നമ്മുടെ ജീവിതത്തിലെ പാടാണത്. നമുക്ക് പറഞ്ഞു തരാ രാമായണം. കുട്ടി എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ നമ്മൾ 2 അല്ലെ? മിഠായി വാങ്ങിക്കൊടുക്കുമ്പോ എന്താ പറയാ? 2 വേണം. കല്യാണം കഴിക്കാറാവുമ്പോഴേക്ക് 2 വേണമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായില്ലേ? അതുകൊണ്ട് 1 കൊടുത്താൽ മതി. എന്ത് കൊടുക്കുമ്പോഴും 1 തൃപ്തി കാണാനേ അവനെ പഠിപ്പിക്കുക. മറ്റൊന്ന്, ഒരു കാര്യം കുട്ടികളോട് പറയുമ്പോ അത് നാളെ തരാം, പിന്നീട് തരാമെന്ന് വാഗ്ദാനം ചെയ്യാതിരിക്കുക. പലർക്കും അത് ബുദ്ധിമുട്ടായി മാറാറുണ്ട്. കൊടുക്കാനുള്ളതൊക്കെ അപ്പപ്പോ കൊടുത്ത് ഒഴിവാക്കണം എന്ന പാടാണ് ഇവിടെ നമ്മൾ പഠിക്കുക. കാരണം അത് പോക്കറ്റിലിട്ടോളൂ, ഞാൻ പിന്നെ ചോദിക്കാന്ന് പറയാ. കൈകി 2 വരും അവിടെ തന്നെ വെച്ചു. അപ്പൊ വാങ്ങിയില്ല, അങ്ങനെ കൊടുത്താൽ മതി, പ്രശ്നമൊന്നുമില്ല. 1 വരയെ കൊടുത്തോളൂ, ചിന്തിച്ചോളൂ. എന്താ സംഭവിക്കുക? എന്റെ മോനെ രാജാവാക്കണം, അത്രേ പറയൂ. ഇവിടെ എന്താ ചോദിച്ചത്? ഭരതന് വാഴിക്കാം, രാമൻ കാട്ടിലേക്ക് പോണോന്ന് വളരെ കിഞ്ചി ദയനീയാവസ്ഥയിലാണ് ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാ? ഭാര്യയുടെ മുന്നിൽ ഇരന്ന് ചോദിക്കാണ്, രാമനെ പറഞ്ഞയക്കാതിരുന്നൂടെ കൈകേയി? അതിന്റെ അവസ്ഥ വന്നത് എന്തുകൊണ്ടാ? 2 കൊടുത്തതാണ്. 1 ഉള്ളതില്ല. ഭരതനെ വാഴിക്കണം, അത്രേ ചോദിക്കുമായിരുന്നുള്ളൂ. അത് നമുക്കുള്ള പാഠം എവിടെയാ? വാഗ്ദാനങ്ങൾ പിന്നേക്ക് നീട്ടി വെക്കരുത്. കൊടുക്കാനുള്ളതൊക്കെ വേഗം കൊടുത്ത് ഒഴിവാക്കുക. ഏക്കർ കണക്കിലൊക്കെ ഉണ്ടാവും കേട്ടോ. എത്രയാലും കൊടുക്കില്ല. അവസാനത്ത് കിട്ടാൻ വേണ്ടിയിട്ട് മക്കള് 4 കുളം നിൽക്കും. അല്ലാതെ സ്നേഹം കൊണ്ടല്ല. നേരെ മറിച്ച് ആദ്യം ഇതൊക്കെ കൊടുത്തു ഒക്കെ തീരുമാനമാക്കി അവരുടെ കയ്യിൽ കിട്ടിയ അപ്പൊ മനസ്സിലാവും ആർക്കാ സ്നേഹമുള്ളത്. സ്നേഹമുള്ള മകനെ അപ്പൊ അവിടെ വന്ന് നിൽക്കും. മറ്റുള്ളവർക്ക് കിട്ടാനുള്ളവർക്ക് കിട്ടിയില്ലേ, പിന്നെ ഇനി വരേണ്ട കാര്യമില്ലല്ലോ. ഇങ്ങനെ ഒരു തത്വം രാമായണം നമ്മളെ പഠിപ്പിക്കുകയാണ് കൈകേയി മാതാവിന്റെ ആ ചോദ്യത്തിലൂടെ. ഇതും കഴിഞ്ഞ് രാമനെ കാട്ടിലേക്ക് പറഞ്ഞയക്കുന്ന സമയത്ത് കൈകേയി മാതാവിനോട് പറയാണ്, അമ്മ എന്തിനാ ഇത്രയൊക്കെ വളച്ചു കെട്ടി പറയുന്നത്? അമ്മയ്ക്കാണ് എന്നോട് ഏറ്റവും സ്നേഹം. എന്താ പറയുന്നത്? രാജ്യഭാരം വളരെ ബുദ്ധിമുട്ടാണ്. അതിന് പകരം ഇപ്പൊ എന്താ, കല്യാണം കഴിഞ്ഞ് കുറച്ചായിട്ടേ ഉള്ളൂ, ഹണിമൂണ് പോവാ. എങ്ങടാ? കാട്ടിലേക്കൊക്കെ ഇപ്പൊ പോകുന്നത്. സുഖമായിട്ട് കാട്ടിലൂടെ അങ്ങനെ നടന്നാ പോരെ? അമ്മയ്ക്കാണ് ശരിക്കും എന്നോട് സ്നേഹം എന്ന് പറഞ്ഞു. അതും കഴിഞ്ഞ് കാട്ടിലൂടെ നടക്കുമ്പോ അങ്ങനെ അവിടെ അവസാനിക്കുകയാണ് 1ാമത്തെ ബാലകാന്ഡം. അയോധ്യ കാണ്ഡത്തിലൂടെ യാത്രയാവുക. അയോധ്യ കാണ്ഡം എന്ന് പറഞ്ഞാൽ അയോധ്യയിൽ നിന്നും എങ്ങോട്ട് പോയി? വനയാത്രയ്ക്ക് വേണ്ടി പോയി. തയ്യാറായി നിൽക്കുക. മരവരി കൊടുത്തപ്പോ ചീത്ത പറയുന്നൊക്കെ ഉണ്ട്. ശരിക്കും ആ സമയത്ത് വസിഷ്ഠ മഹർഷി, അതായത് കുലഗുരുവിന് പറയാം, രാമൻ പോയിക്കോട്ടെ, രാജ്യം രാജ്ഞിയായ സീത ഭരിക്കട്ടെ എന്ന്. പക്ഷെ അത് പറഞ്ഞില്ല. ധർമ്മപത്നിയെ കാണിക്കുക. അപ്പൊ ആദ്യം എന്താ കണ്ടത്? അച്ഛനായ ദശരഥനെയും അമ്മമാരെയും കണ്ടു. ഇനി അമ്മ പറയും ഞാനുണ്ട്, അപ്പൊ പറയാം അച്ഛനെ ശുശ്രൂഷിക്കണം. പാതികൃത്യം, അതായത് ധർമ്മം എന്താ? പത്നിയുടെ ധർമ്മം പാലിക്കണം. അപ്പൊ ഭാര്യ പറഞ്ഞു, സീത അമ്മയോട് പറഞ്ഞ കാര്യം എനിക്ക് പാലിക്കണം, ഞാനും
പോരാണ്, കൂടെ പോയി. ലക്ഷ്മണനും പറഞ്ഞു ഞാൻ കൂടെയാണ്. ഇങ്ങനെ ഇവര് പോയി കാനനത്തിലൂടെ നടക്കുമ്പോഴാണ് ആരെ കാണുന്നത്? ഗുഹനെ കാണുന്നത്. രാമായണത്തിലെ മറ്റൊരു വലിയ കഥാപാത്രം. ഓരോ കഥാപാത്രങ്ങളെ എടുത്തു വെച്ച് ചിന്തിക്കണം, കീറി മുറിച്ച് ചിന്തിക്കണം. കാരണം ഒരു വരി വായിച്ചു പോകുമ്പോൾ അത് അധര വ്യായാമം ആവാതെ എന്താണ് ഈ വരികൾക്കുള്ളിൽ പറയുന്നത് അത് ചിന്തിക്കുമ്പോഴാണ് രാമായണം അർത്ഥവത്താവുക. ഗുഹനെ കണ്ടപ്പോ ഭഗവാന് സന്തോഷായിത്രേ. കാരണം ഭഗവതി അവിടെ ഇരുന്ന് രാവിലെ നോക്കുത്രേ, ആരൊക്കെ ഏതൊക്കെ ഭക്തന്മാരെ എന്നെ കാണാൻ വന്നെ. നമ്മൾ ആഗ്രഹിക്കുന്നതിന്റെ 100 ഇരട്ടി ഭഗവതി ആഗ്രഹിക്കുന്നത്രേ ഒരാൾ എന്റെ ശ്രീലകത്തിന് മുന്നിൽ വരട്ടെ. ഭക്തന്മാരെ അത്രയും ഇഷ്ടമാണ് ഭഗവതിക്കും ഭഗവാനെ. ഭഗവാൻ അങ്ങനെ നോക്കുത്രേ, ഇന്ന് രാമകൃഷ്ണൻ വന്നില്ലാലോ. അപ്പോഴാണ് രാമകൃഷ്ണൻ തന്നെ വഴി ആക്സിഡന്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ ആയിട്ടുണ്ട്. കാരണം ഇപ്പോഴത്തെ റോഡ് അങ്ങനെയാണ്. നമ്മൾ തീരുമാനിക്കും ഇവിടെ എത്തിച്ചിട്ടൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങും. എത്തുന്നുണ്ടോ? ഇന്ന് ഇവിടെ തുടങ്ങണം എന്ന് വിചാരിച്ച കാര്യം കറക്റ്റ് അഭിജിത്ത് മുഹൂർത്തത്തിലല്ലേ ഭഗവതി തുടങ്ങിപ്പിച്ചത്. അതാ പറയുന്നത്. ഇവിടെ ഇങ്ങനെ ഇവര് പോയി അങ്ങനെ ഗുഹനെ കണ്ടപ്പോ, ഗുഹൻ ഭഗവാനെ കണ്ടപ്പോ സാഷ്ടാംഗം അങ്ങോട്ട് നമസ്കരിച്ചു. നമസ്കാരത്തിന്റെ പ്രാധാന്യം ഹൈന്ദവൻ മാത്രമാണ് ഒരു വ്യക്തിയെ കാണുമ്പോ നമസ്തേ എന്ന് പറയാ. നമസ്തേ എന്ന് പറഞ്ഞാൽ അങ്ങേക്ക് നമസ്കാരം. ആരെയെ നമസ്കരിക്കുന്നത്? എന്റെ ഉള്ളിലുള്ള ഈ ജീവാത്മാവ്, ആ ഇരിക്കുന്ന ഏതൊരു വ്യക്തിയായാലും അദ്ദേഹത്തിലിരിക്കുന്ന ആ ജീവാത്മാവിനെ വന്ദിക്കുന്നത്. അതാണ് ഹൈന്ദവന്റെ സംസ്കാരം. കൊറോണ വന്നപ്പോ അത് മനസ്സിലായില്ലേ? ഹഗ് ചെയ്യുന്നവർക്കൊക്കെ കൊറോണ പിടിച്ചു. ഇങ്ങനെ നമസ്തേ പറയുന്നവർക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ല. ഇനി ഗുഹനെ ആ സാഷ്ടാംഗ നമസ്കാരം കഴിഞ്ഞ് അങ്ങോട്ട് എഴുന്നേൽപ്പിച്ച് കെട്ടിപ്പിടിച്ച് ആശ്ലേഷിക്കാൻ ശ്രീരാമചന്ദ്രൻ. സാക്ഷാൽ ലക്ഷ്മി ദേവിക്കാണ് അതിനുള്ള ഭാഗ്യം. അപ്പൊ ഗുഹൻ പറയുന്ന ഒരു വാക്കുണ്ട്, നിർണയം ജന്മവും പാവനം. ഞാൻ കാട്ടാളനാണെങ്കിൽ എന്താ, എന്റെ ഈ കാട്ടാള ജന്മം പോലും പാവനമാണ് കേട്ടോ ശ്രീരാമചന്ദ്ര. അങ്ങയെ എനിക്ക് കാണാൻ കഴിഞ്ഞുല്ലോ. വരൂ, എന്റെ ആശ്രമം അങ്ങയുടെ പാദരേണുക്കളാൽ ഒന്ന് സമ്പന്നമാക്കണം. ഞാൻ മരമൂലാദികൾ കരുതി വെച്ചിട്ടുണ്ട്. അപ്പൊ പറയാ, അയ്യോ 14 വർഷം കഴിയാതെ എവിടെയും ഞാൻ തന്നില്ല, എവിടെ നിന്നും ഞാൻ ഒന്നും കഴിക്കണില്ല, അതുകൊണ്ട് പോവുകയാണ് എന്ന് പറഞ്ഞ് അവർ പോവാൻ വേണ്ടി അവിടെ തന്നെ താമസിച്ചു. ആ സമയത്ത് ആര് വന്നു? ഭരത രാഘവ സംവാദം. ഭരതൻ തിരിച്ചു വരികയാണ്. മാതുലിനെ കാണാൻ പോയതാ. ഈ സംഭവം നടന്നപ്പോഴൊന്നും ആരില്ല അവിടെ. ഈ 2 കുട്ടികളില്ല, ഭരതനും ശത്രുഘ്നും. ഇവര് കാട്ടിൽ പോയതൊന്നും അറിഞ്ഞില്ല. അവിടെ വന്നിട്ട് ചോദിക്കുക അമ്മയോട്, ജ്യേഷ്ഠൻ എവിടെ, അച്ഛൻ എവിടെ എന്നൊക്കെ ചോദിക്കുക. ആ സമയത്ത് എന്താ പറയുന്നതെന്നോ, മോനെ നിന്റെ ഇഷ്ടങ്ങളൊക്കെ ഞാൻ നടത്തിയിട്ടുണ്ട്. അപ്പോഴും ഭരതന് മനസ്സിലാവുന്നില്ല അച്ഛൻ എവിടെ, അമ്മേ. ഇങ്ങനെ ചോദിച്ചിട്ട് അച്ഛൻ എന്താ എന്നെ കുറിച്ച് അന്വേഷിക്കാറുള്ളത്. അപ്പൊ പറയാണ്, രാമ ലക്ഷ്മണ എന്ന് പറഞ്ഞിട്ട് ആരും മരിച്ചു? ദശരഥൻ മരിച്ചു. ഇവിടെ ഭരതനോടല്ല പറയട്ടോ, അത് കാട്ടിൽ നിന്നാ പറയാ. ഭരതൻ ചോദിച്ചപ്പോ അവസാനം വസിഷ്ഠ മഹർഷി പറയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു. ഭരതൻ ഇത് കേട്ടതും അമ്മയെ ചീത്ത പറഞ്ഞു. നിന്റെ ഇഷ്ടമൊക്കെ വരുത്തിയിട്ടുണ്ട് എന്നാ പറഞ്ഞേ. ഇഷ്ടമൊന്നും തോന്നിയില്ല. ഇപ്പോഴത്തെ സഹോദരങ്ങളോ ഈ സഹോദര ബന്ധത്തെ കുറിച്ച് പറയാണ് രാമായണം. കാരണം ജ്യേഷ്ഠനാണ് ശരിക്കും ക്ഷത്രിയ വംശത്തിലെ രാജാവൻ ആയിരിക്കാനുള്ള കടമ അല്ലെങ്കിൽ അർഹത. ഇവിടെ അമ്മ കൈകേയി അമിതമായ പുത്രവാത്സല്യം കാരണം എന്റെ കുട്ടിക്ക് കിട്ടണം. ആരെ പറഞ്ഞു കൊടുത്ത്? മന്ദര. മന്ദരയ്ക്ക് ആരാ? സരസ്വതി മാതാവ് നാവില് വന്ന് വിളയാടി. ദേവന്മാരുടെ കാര്യം സാധിക്കാനാ ഈ സരസ്വതി വന്ന് വികട സരസ്വതി പറയും. മന്ദരയുടെ നാവിലിരുന്ന് പറയാണ്, നീ ഇവിടെ ഇങ്ങനെ കിടന്നുറങ്ങിക്കോ. നാളെ രാമൻ രാജാവായാൽ ആരാണ് രാജമാതാവ്? കൗസല്യ. നീ വെറും ദാസിയാവും. അതിലുമപ്പുറം ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഏറ്റവും നല്ല തോഴിയാണ് ആരുടെ? കൈകേയിയുടെ മന്ദര. അപ്പൊ ഞാൻ ആരാ? രാജമാതാവിന്റെ തോഴി. ആ ഒരു സ്ഥാനത്തിന് വേണ്ടിയിട്ട് അതൊക്കെ ചെയ്തേ. ആ ബുദ്ധിയിൽ അപ്പൊ അതേ ഉദ്ദേശിച്ചുള്ളൂ. അങ്ങനെ പറഞ്ഞു കൊടുത്തു. അതാണ്ടായത്. നല്ലത് എന്താ പറയുന്ന രാമായണം? ദുർജന സംസർഗമേറ്റ മകലവേ വർജിക്ക വേണം പ്രയത്നേന സൽകുമാൻ ജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം. ചളി പരണ്ട് കഴിഞ്ഞാൽ സ്വർണത്തിന് തിളക്കം ഉണ്ടാവില്ല. ദുർജനങ്ങളുമായി കൂട്ടുകൂടരുത്. ഈ ഭാഗത്ത് തന്നെ എത്രയോ വീടുകളിൽ നിന്ന് ഇങ്ങോട്ട് വരാതെ എന്ത് പ്രഭാഷണം കേട്ടിരിക്കുന്നവരുണ്ടാവും. അവരാരെല്ലാം സജ്ജനങ്ങളല്ല എന്ന് മനസ്സിലാക്കുക.
ഇങ്ങനെയുള്ള സത്സംഗങ്ങളിലെ, പ്രഭാഷണങ്ങളിലെ, തീർത്ഥയാത്രകളിൽ പങ്കെടുക്കുന്നവരാണ് സജ്ജനങ്ങൾ എന്ന് മനസ്സിലാക്കണം. ഇനി ഇതൊക്കെ കഴിഞ്ഞ് ഭരതൻ പറയാണ്, ഞാൻ ഏട്ടനെ കൊണ്ടുവന്നിട്ട് രാജാവാക്കാൻ പോവുകയാണ്. എൻ്റെ അമ്മയെ കുറെ ചീത്തയും പറഞ്ഞ് നേരെ കാട്ടിലേക്ക് പോയി. അവിടെ ചെന്നിട്ട് പറയാണ്, ഞാൻ അഭിഷേകത്തിനുള്ളതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ജ്യേഷ്ഠ, ഇവിടെ നിന്ന് എന്നെ രാജ്യാഭിഷേകം ചെയ്യാം, ഞാൻ രാജാവാകുന്നില്ല. അപ്പൊ സമ്മതിച്ചില്ല. എന്താ പറയുന്നത് ശ്രീരാമചന്ദ്രൻ? അച്ഛന്റെ വാക്ക് സത്യമാക്കാൻ അതിനുവേണ്ടി ജീവിച്ച മകനാണ്. അതാണ് യഥാർത്ഥ മകൻ. 3 തരം മക്കളെ കുറിച്ച് രാമായണം പറയുന്നുണ്ട്. നമ്മളൊരു കാര്യം പറഞ്ഞു, ആരോടും ചില മക്കളോടുണ്ടല്ലോ പറയണ്ട, മാസം കഴിഞ്ഞു ഗുളിക തീർന്ന അവരത് ഓട്ടോമാറ്റിക്കലി മനസ്സിലാക്കി ലിസ്റ്റ് എടുത്ത് ഗുളികയും കൊണ്ടുവരും വൈകുന്നേരം. പറയാതെ ചെയ്യുന്ന മക്കൾ ഉത്തമനായ മകൻ. ഇനി മധ്യമനായ ഒരു മകനെ കുറിച്ച് രാമായണം പറയുന്നുണ്ട്. നീ ഇന്ന് ഗുളിക കൊണ്ടുവരണം കേട്ടോ, ഇന്നലെ നീ മറന്നു അമ്മ ഓർമ്മിപ്പിക്കുമ്പോ മാത്രം ഗുളിക കൊണ്ടുവന്ന് കൊടുക്കും, പറഞ്ഞാൽ ചെയ്യും. മധ്യമനാണ് അവൻ. അധമനായ ഒരു മകനുണ്ട്. അമ്മമ്മ പറയും എനിക്ക് തൈലം നാളെ കൊണ്ടുവരണം, പറഞ്ഞാലും കൊണ്ടുവന്ന് കൊടുക്കില്ല. അത് അധമനായ മകൻ. ഇങ്ങനെ 3 തരം മക്കളെ കുറിച്ചും രാമായണം പറയുന്നു. ഇവിടെ ഉത്തമനായ മകൻ ആരാണ് എന്ന് കാണിക്കാം. അച്ഛൻ നേരിട്ട് പറഞ്ഞില്ല, ഈ മാതാവ് പറഞ്ഞത് അച്ഛന്റെ ദുഃഖത്തിന് കാരണം നീയാണ്, നീ 14 വർഷം കാട്ടിൽ പോണെന്ന് ഞാൻ എന്റെ വരം വഴി ചോദിച്ചു. ആ ശരി അമ്മേ, ഞാൻ പോയിക്കോളാം. അച്ഛൻ എന്തിനാ അതിന് ഇത്ര തളരുന്നത്? എന്തുകൊണ്ട് ശ്രീരാമചന്ദ്രൻ തളർന്നില്ല? വിശ്വാമിത്രന്റെ ക്ലാസ്, സത്സംഗം അത് കിട്ടിയിരുന്നു രാമചന്ദ്രന്. സത്സംഗത്തിൽ അങ്ങനെ പോയാ, ഈ രാമായണത്തിലൂടെ പോയാ, മഹാഭാരതത്തിലൂടെ പോയാ, ഗീത പഠിച്ച അവനെ തളർത്താൻ ആർക്കും ആവില്ല. എന്നാ പറയുന്നത്. ഭഗവാൻ എവിടെയാ? ഇതിനുള്ളിൽ തന്നെയാന്ന് മനസ്സിലാക്കും. ആ പൊരുൾ അറിഞ്ഞ് ജീവിച്ച ആരെയും തളർത്താൻ ആർക്കും ആവില്ല എന്ന പൊരുള് ആ രാമായണം നമ്മളോട് പറയാ. ഇവിടെ പറയാണ്, അഭിഷേകത്തിനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, എന്ത് പറഞ്ഞാലും കേൾക്കണില്ല. അച്ഛന്റെ വാക്ക് ധർമ്മം സത്യം എന്ന് പറയാണ്. അപ്പോ ദർഭ വിരിച്ചു, ഞാനിപ്പോ ഇവിടെ തന്നെ ആത്മഹത്യ ചെയ്യുന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയപ്പോ ഗുരുവിന്റെ മുഖത്തേക്ക് ശ്രീരാമചന്ദ്രൻ നോക്കി. അപ്പൊ ഗുരു ഉപദേശിക്കുകയാണ്, ഇതാരല്ല, സാധാരണ ഒരു മനുഷ്യനല്ല, ശ്രീരാമചന്ദ്രൻ പരമാത്മാവാണ്. അതുകൊണ്ട് എന്തിനാണ് അവതാരം എടുത്തത്? ദശകണ്ഠനെ, അതായത് രാവണനെയും രാക്ഷസപ്പടയെയും വധിച്ച് ഭൂമിദേവി ആഗ്രഹിച്ചതുപോലെ ഭൂഭാരം തീർക്കാനാ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ജ്യേഷ്ഠനല്ല ഇത്. അതോടുകൂടിയിട്ട് ആ പാതുകങ്ങൾ ഉരുവാങ്ങി. അല്ലെങ്കിൽ തന്നെ കാട്ടിലൊക്കെ ആകെ കല്ലും കൊള്ളുക. എന്നിട്ട് പിന്നെ ആ ഉള്ള മെതിയടിയും കൂടി ഉരുവാങ്ങിയിട്ട് തലയിൽ വെച്ച് ആര് പോന്നു? ഭരതൻ അത് സിംഹാസനത്തിൽ വെച്ച് പൂജിച്ച്. ഇപ്പോഴും ഭരതസ്വാമി, കൂടൽമാണിക്യ സ്വാമി എന്നാ പറയാ. സ്വന്തം അനുജനെ സന്യസിപ്പിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചത് ജ്യേഷ്ഠനാണോ? അല്ല, അമ്മയായ കൈകേയി. അമിതമായ പുത്രവാത്സല്യം കാരണം ഇന്നും കൂടൽമാണിക്യ സ്വാമിയായിട്ടാണ് ഭരതസ്വാമി സന്യാസം സ്വീകരിച്ചു. ഭരതനും ശത്രുഘ്നും കൂടി നേരെ നന്ദി ഗ്രാമത്തിൽ പോയി എന്താണ് ഗോമൂത്രത്തില് എന്തൊക്കെ പുഴുങ്ങി കഴിച്ചു എന്നാണ് വാൽമീകി രാമായണം പറയുന്നത്. അത്രയും ഒരു ചിട്ടയ്ക്ക് സന്യാസ ജീവിതം നയിച്ച് ആ രാജ്യം എങ്ങനെയാണ് ഒരു ദാസൻ ഭരിക്കേണ്ടത് അങ്ങനെ ഭരിച്ചു. ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? സഹോദര സ്നേഹം. സഹോദരങ്ങളെ തമ്മിൽ അടുപ്പിച്ചുകൊണ്ട് മക്കളോട് അമിതമായ വാത്സല്യം, സ്നേഹം കാണിച്ചാൽ അത് എന്തായി മാറും? അവസാനം അവരുടെ ജീവിതത്തെ തകർത്ത് കളയും എന്ന് രാമായണം പറയാം. അതുകൊണ്ട് എന്ത് വേണ്ട? അമിതമായ സ്നേഹവും കരുതലും ഒന്നും മക്കളെ കുറിച്ച് വേണ്ട. അവർ അധ്വാനിക്കട്ടെ, പ്രായമായ അധ്വാനിച്ച് സുഖമായിട്ട് ജീവിക്കട്ടെ എന്ന് രാമായണം നമ്മളോട് പറയാണ്. ഇനി ഇങ്ങനെ പോകുമ്പോ ഗുഹനെ കണ്ടു, അത് കഴിഞ്ഞു ഒരു ഭരതരാഘവ സംവാദം കഴിഞ്ഞു, അതും കഴിഞ്ഞ് ആശ്രമങ്ങളിലൂടെ പോവാം. ഇവിടെ നിന്നാലേ അയോധ്യയിൽ നിന്ന് ഇനിയും ആൾക്കാർ വരും, നമുക്ക് എന്ത് ചെയ്യാം, ഇനിയും ഉൾക്കാട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് ആരണ്യകാണ്ഡത്തിലേക്ക് അങ്ങോട്ട് കടക്കുകയാണ്. അത് 6 കാണ്ടേ ഉള്ളൂ കേട്ടോ, നിരക്കൊക്കെ നിർത്തിയ പോലെ. ഇങ്ങനെ ആരണ്യകാണ്ഡത്തിലേക്ക് കയറി ചെന്നപ്പോ അവിടെ പലരെയും കാണുന്നുണ്ട്, പല ആശ്രമങ്ങൾ കാണുന്നുണ്ട്. അയോധ്യാകാന്ഡം സമാപിക്കുമ്പോൾ തന്നെ അത്രി മഹർഷിയുടെ ആശ്രമത്തിലേക്ക് കയറി ചെല്ലും. അത്രി മഹർഷി, ത്രീ എന്ന് പറഞ്ഞാൽ 3 സംസ്കൃതത്തിലും ഇംഗ്ലീഷിലും 3 കാര്യങ്ങളെ കുറിച്ചാണ് ആ മഹർഷി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. രജോഗുണം, സത്വഗുണം എന്നൊക്കെ പറഞ്ഞിട്ട് ത്രിഗുണങ്ങളെ കുറിച്ച് എത്ര പ്രദക്ഷിണ വയ്ക്കാറ്? 3 അല്ലേ? 3ന്റെ പ്രത്യേകത, ഒരുപാട് പ്രത്യേകതകളുണ്ട്, അത് ഓർമ്മിപ്പിക്കുന്ന ഒരു മഹർഷി. ഈ അത്രി എന്ന മഹർഷിയുടെ കൂടെ ഒരു ഭാര്യ ഉണ്ടായിരുന്നു, അനസൂയ. എന്താ പേരിന്? അനസൂയ. അസൂയ ഇല്ലാത്തവൾ, പേരിടുമ്പോഴുള്ള
ശ്രദ്ധ ഓർമ്മിപ്പിക്കുക. ഇവിടെ ഈ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് ചെന്നപ്പോ മഹർഷിക്ക് എല്ലാം അറിയാം, സർവ്വന്തര്യാമികളാണ്, ഈശ്വരന്മാരെ പോലെയാണ്. അവരെന്ത് ചെയ്തു? ഭഗവാനെ സ്വീകരിച്ചിരുത്തി. ഈ ഭഗവാൻ സ്വീകരിച്ചൊക്കെ ഇരുന്ന സമയത്ത് അനസൂയ അകത്തുണ്ട്. സ്ത്രീകൾക്ക് സ്ത്രീകളോടാണല്ലോ ഒരു ഇഷ്ടം. നമ്മുടെ ജീവിതം തന്നെ പറയാണ് അത്രി മഹർഷി. സീതയെ അകത്ത് അനസൂയുണ്ട്, വൃദ്ധയാണ്, അപസിയാണ്, അകത്ത് പോയിക്കോളൂ. അപ്പൊ ഭഗവാന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കിയിത്രേ ശ്രീരാമചന്ദ്രന്റെ. പോയിക്കോളൂ എന്ന് അനുവാദം കൊടുത്തപ്പോ അകത്ത് ചെന്നപ്പോ പറഞ്ഞു കൊടുക്കുക, സത്സംഗമം ജന്മസാഫല്യമോർത്ത് നീ. സാക്ഷാൽ സീതാദേവി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രീലകത്തിരിക്കുന്ന ആ ദുർഗ തന്നെ ലക്ഷ്മി ദേവി ആശ്രമത്തിലേക്ക് കയറി വന്നിരിക്കുക. അപ്പൊ പറയാണ് ആ വൃദ്ധ താപസി, സത്സംഗമം ജന്മസാഫല്യമോർക്ക. നീ സത്തുക്കളുമായി സംഘം ഉണ്ടാകുന്നത് എത്രയോ ജന്മത്തെ സാഫല്യമാണ് കുട്ടി. ഇങ്ങനെ എന്താ കൊടുത്തേ അറിയോ? മനകുടിക്ക് ചിന്തിച്ചല്ലേ പറഞ്ഞേച്ച് നല്ല ഒരു പട്ടുസാരി കൊടുത്തു, അംഗരാഗം കുറിക്കോട്ട് കൊടുത്തു, ആഭരണങ്ങൾ കൊടുത്തു, കുണ്ടലങ്ങൾ ഒക്കെ കൊടുത്തു. എന്നിട്ട് അന്ന് അവരവിടെ ഭക്ഷണമൊക്കെ കഴിച്ചു കൂടി പിറ്റേ ദിവസമാണ് ഉൾക്കാട്ടിലേക്ക് പോകുന്നത്. ആ പോണ പോക്കിൽ ഒരാളെ കാണുന്നുണ്ട്. ഇവിടെയാണ് രാക്ഷസന്മാരുടെ വരവ്. അതിനു മുമ്പ് ഒരു രാക്ഷസിയെ കണ്ടു, താടക. താടകയുടെ പ്രത്യേകത എന്താ? കാടിതു കണ്ടായോ നീ കാമരൂപിണിയായ താടക ഭയങ്കരി വാണിയിടും ദേശമല്ലോ എന്ന് പറഞ്ഞാ പരിചയപ്പെടുത്തുന്ന കുട്ടിയോളെ. കാമരൂപിണി, അതാണ് മനസ്സിലാക്കേണ്ടത്. താടക എങ്ങനെയാ? ആഗ്രഹങ്ങളുടെ പിറകെ പോകുന്നവളാ. നമ്മളൊക്കെ രാക്ഷസിമാരാ. എങ്ങനെയാണെങ്കിൽ നമ്മളുടെ ആഗ്രഹം എന്റെ സുഖം എന്ന് മാത്രം ആഗ്രഹിച്ചു പോയാൽ നമ്മളെല്ലാം രാക്ഷസിമാരാ. അല്ലാതെ കൊമ്പും തലയും വെച്ചവരല്ല. എന്റെ ആഗ്രഹം, എന്റെ സുഖം, ആ എന്റെ എന്നുള്ള ഭാവം, അഹങ്കാരം, അതാണ് കാമരൂപിണി എന്ന് പറഞ്ഞ. ആദ്യം തന്നെ വരുന്ന ചലഞ്ച് ശ്രീരാമചന്ദ്രന് താടക. ഈ താടകയെ ഒരൊറ്റ അമ്പ് കൊണ്ടാണ് വധിക്കുകയാണ്. ആദ്യം തന്നെ കൊല്ലുന്നത് ആരെയാ? ഒരു സ്ത്രീനെ ശരിക്കും വധിക്കരുതെന്നാ. പക്ഷെ അതെന്തുകൊണ്ടാ വിശ്വാമിത്ര മഹർഷി സമ്മതിച്ചത്? അല്ലാതെ അവിടെ ഉള്ള കാര്യങ്ങളൊന്നും നേരാവണ്ണം നടക്കില്ല, ഭൂഭാരം തീർക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാ. രണ്ടാമത് വധിക്കുന്നത് വിരാധന. വിരാധൻ ഓടിയിട്ട് വരും. ആ സീതയും ആയുധങ്ങളും ഇവിടെ തന്നോളൂ, രണ്ടാളും ഓടി രക്ഷപ്പെട്ടോ. അപ്പൊ പറയാ, ലക്ഷ്മണ അമ്പൂരി കയ്യിൽ വെച്ചോളൂ കേട്ടോ, സീതയെ രക്ഷിക്കണം. സീതയോട് പറഞ്ഞു, എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ, പേടിക്കണ്ടാട്ടോ എന്ന് പറഞ്ഞു. എന്നിട്ട് എന്തായാലും വിരാധന ഓടി വന്ന് സീതയുടെ കയ്യിൽ പിടിച്ചു, കൈ അവിടെ മുറിച്ചു, വായ പൊളിച്ച് വരികയാണ്. അതിനുശേഷം കാല് ഓടി വരുമ്പോ കാല് മുറിച്ചു, എഴഞ്ഞു വന്ന് വായ പൊളിച്ച് അകത്താക്കാൻ നോക്കുമ്പോ തലയറുത്തിട്ട് മോക്ഷം കൊടുത്തു. ഒരു വിരാധൻ ഗന്ധർവനായിരുന്നു. അവിടെ നിന്നൊരു വാക്കുണ്ട്, അത് നമുക്കുള്ള പ്രാർത്ഥനയാണ്. എന്താ പറയുന്നത് എന്നറിയോ? വാണികൾ കൊണ്ടു നാമകീർത്തനം ചെയ്യാകേണം, പാണികൾ കൊണ്ടു ചരണാർച്ചനം ചെയ്യാകേണം, സ്തോത്രങ്ങൾ കൊണ്ടു രാമനാമങ്ങൾ കേൾക്കാകേണം, നേത്രങ്ങൾ കൊണ്ടു രാമലിംഗങ്ങൾ കാണാകേണം, ഉത്തമാംഗേന നമസ്കരിക്കായി വന്നിടണം, ഉത്തമ ഭക്തന്മാർക്കു ഭൃത്യനായി വരേണം ഞാൻ. നമസ്തേ രാമ രാമ ശംഖചക്രാബ്ജതരാം. ഇങ്ങനെയാണ് പോകാൻ ആ സ്തുതി. രാമായണത്തിൽ കുറെ സ്തുതികളുണ്ട്. അതങ്ങനെ വീണത്തിൽ മുത്തശ്ശിരുന്ന് വായിക്കുമ്പോൾ നമ്മൾ അറിയാതെ അങ്ങനെ സർവ്വം മറന്നിരുന്നു പോകും. അതാണ് ആത്മാനന്ദം എന്ന് പറയുന്നത്. നമുക്ക് മൂന്നാനന്ദ. ഒന്ന് ലൗകിക ആനന്ദം, കല്യാണം കഴിച്ച് ഭാര്യയുടെ കൂടെ അങ്ങനെയാണ് പക്ഷികളെ കൂടെ ഒക്കെ അവിടെയൊക്കെ പോയി നടന്ന് സെൽഫി എടുത്ത്, അത് ലൗകിക ആനന്ദം. ഭക്ഷണം കഴിച്ച് ജീവിക്കുന്നത്, സുഖമായിട്ട് ഉറങ്ങുന്നതും. ഭജനാനന്ദം എന്ന് പറയും. ഭജന ഇങ്ങനെ കേൾക്കുമ്പോ അമ്പലത്തിൽ എന്താ സുഖം. അമ്മേ മഹാമായേ ആദിപരാശക്തി ദേവി ദയാമയേ വിജ്ഞാനരൂപിണി. ഇങ്ങനെയൊന്നും ഒന്നിച്ച് നിങ്ങൾ ഭജന ചൊല്ലുമ്പോൾ അത് ഭജന ആനന്ദം. എല്ലാം മറന്ന് ഇങ്ങനെ ആടി തിമർക്കും എല്ലാവരും. ഇനി ഒരു ആനന്ദമുണ്ട്, അതാണ് ആത്മാനന്ദം എന്ന് പറയുന്നത്. ഭഗവാനെ കണ്ടപ്പോ ആ ഗുഹൻ അനുഭവിച്ച സുഖം, അത്രി മഹർഷി അനുഭവിച്ച സുഖം, വാൽമീകി മഹർഷി അനുഭവിച്ച സുഖം, അതാണ് ആത്മാനന്ദം. അതാണ് നമ്മൾ നേടേണ്ടത്. നമുക്ക് തോന്നുന്നു എനിക്കാവില്ല, നമുക്കാവും എന്നാണ് ഗ്രന്ഥങ്ങൾ നമ്മളോട് പറയുന്നത്. നമുക്ക് തോന്നും നമ്മളൊന്നും ഒന്നുമല്ല. പക്ഷേ അവിടെ ഞാൻ പറഞ്ഞില്ലേ, പഞ്ചഭൂതങ്ങളിൽ ആകാശം, സ്പേസ്, ഓരോ വ്യക്തികൾക്കും ഒരു സ്പേസ് ഉണ്ട്. ഒരു ചെറിയ ഉറുമ്പിനെ പോലും ഭഗവാൻ ആവശ്യം ഇല്ലാതെ സൃഷ്ടിച്ചിട്ടില്ല. എന്തിനാ ഉറുമ്പ്? അവരെല്ലാം വിഘാടകരാണ്. നമ്മൾ എന്ത് വലിച്ചെറിഞ്ഞാലും വേസ്റ്റ്
കഴിച്ചു, അവരല്ലേ കഴിച്ചു തീർക്കുന്നത്. ബാക്ടീരിയയും ഫംഗസും ഒക്കെ പണി മുടക്കിയാത്ത സ്ഥിതി എന്താ, ചീഞ്ഞ് നാറില്ലേ ആകെ പരിസരം. അപ്പൊ എല്ലാവർക്കും ഒരു ഡ്യൂട്ടി ഉണ്ട്. അതുപോലെ നമ്മളെ സൃഷ്ടിച്ചിട്ടുണ്ടോ ഭഗവാൻ, നമ്മളാരും അറിയൊന്നും വേണ്ട, നമ്മളെ കൊണ്ട് ഭഗവാൻ എന്തോ കണ്ടിട്ടുണ്ട്. അതിനൊരു സമയം വരണം നമ്മളൊക്കെ തെളിയണമെങ്കിൽ. അതിനു വേണ്ടിയുള്ള ചെറിയ ചെറിയ വഴികളാണ് ഇങ്ങനെയുള്ള ആത്മീയ പ്രഭാഷണങ്ങൾ. ഇവിടെ പറയാണ്, വാണികൾ കൊണ്ട് എനിക്ക് വാക്ക് വായിൽ വരുന്നുണ്ടോ രാമചന്ദ്ര, അങ്ങയെ സ്തുതിക്കാൻ തോന്നിപ്പിക്കണമേ. പാണികൾ കൊണ്ട്, കൈകൾ കൊണ്ട് എനിക്ക് അർച്ചന ചെയ്യാൻ തോന്നിപ്പിക്കണമേ. ക്ഷേത്രങ്ങളിലൊക്കെ അർച്ചന നടത്തുന്നില്ലേ, ലളിതാ സഹസ്രനാമ അർച്ചന, എന്താ അറിയപ്പെടുന്നത്, സർവൈശ്വര്യ പൂജ. ഇനിയോ ശ്രോത്രങ്ങൾ ചെവിയിൽ കേൾക്കുന്നുണ്ടോ, ശ്രീരാമചന്ദ്ര രാമകഥ കേൾപ്പിക്കണമേ. നേത്രങ്ങൾ തുറക്കുന്നുണ്ടോ, എനിക്ക് അങ്ങയുടെ രാമലിംഗങ്ങൾ കാണാകണമേ. രാമലിംഗം എന്താ രാമൻ പ്രതീക്ഷിച്ചത്, രാമേശ്വരത്തെ ശിവലിംഗ. എന്നിട്ട് എന്താ പറയണത്, വാരണാസി കാശിയിൽ പോയി ഗംഗാജലം കൊണ്ടുവന്ന് രാമേശ്വരന് അഭിഷേകം ചെയ്യണം. എത്ര പരിപാവനമായ ചിന്തയാണ് എന്ന് നോക്കൂ. ത്രേതായുഗത്തിൽ ശ്രീരാമചന്ദ്രൻ എഴുതി വെച്ച് പറഞ്ഞു വെച്ച കാര്യം ഇപ്പോഴും നമ്മൾ ഹൈന്ദവർ ചെയ്തുകൊണ്ടിരിക്കുക അല്ലെ. കാശി പോയാൽ ഗംഗാജലം കൊണ്ടുവരാറില്ലേ, കൊണ്ടുവന്നവരുണ്ടാവും. ഇനി എന്താ ചെയ്യാ, ഒരു വർഷത്തിനുള്ളിൽ രാമേശ്വരന് അഭിഷേകം ചെയ്യാൻ പറയും. അത്രയും കാര്യങ്ങൾ നമ്മളുടെ ഇതിഹാസമായ രാമായണത്തിലുണ്ട്. ഇവിടെ പറയാണ്, ഉത്തമാംഗേന നമസ്കരിക്കായി വന്നിടണം. ഭഗവാനെ ശ്രീരാമചന്ദ്ര, ഈ തല ഏറ്റവും തലം ആകപ്പാടക്കൂടി അപകടമൊന്നും ഇല്ലാത്ത അഹങ്കാരം വന്നു കഴിഞ്ഞാൽ അങ്ങയെ അങ്ങോട്ട് നമസ്കരിച്ചിട്ട് അവിടെ ആ മുട്ടുകളൊക്കെ അങ്ങോട്ട് തീർക്കുക. 4 മുട്ട അവിടെ വെച്ചിട്ടല്ലേ. ഇനിയോ ഉത്തമ ഭക്തന്മാർക്ക് വൃത്യനായി വരേണം ഞാൻ, അങ്ങയുടെ ഭക്തനാവണമെന്നില്ല, ഭക്തന്മാരുടെ വൃത്യനായിട്ടെങ്കിലും എന്നെ മാറ്റേണമേ. ചിലർ ചോദിക്കും, ടീച്ചർ പിയുടെ ആവശ്യമുണ്ടോന്ന്. കൂടെ വന്നാൽ ഇത് കേൾക്കും ചെയ്യാം, എന്തെങ്കിലും ചീറ്റിന് തടയും ചെയ്യണം. ഞാൻ പറഞ്ഞാൽ അത്രയൊന്നും വലുതായിട്ടില്ല. കാരണം എന്താ, ചിലരത് ആഗ്രഹിച്ചിട്ടല്ലേ ഒന്ന് അങ്ങനെ കേൾക്കുക. ഞാൻ ഇന്നാളുടെ പ്രിയെന്ന് പറയാ, അതൊരു സുഖല്ലേ. ഈശ്വര കഥകൾ അങ്ങനെ കേൾക്കുക. ഒരു ഞായറാഴ്ച ജീവിതം കിട്ടിയിട്ട് ആലോചിച്ചു നോക്കൂ, എത്ര ഞായറാഴ്ചകൾ കഴിഞ്ഞു, എത്ര പാൽപ്പായസം നമ്മൾ വെച്ചു അല്ലേ. ഒരു ലീവ് കിട്ടിയ കുട്ടികൾ എന്താ പറയാ, ഇന്നൊരു പഞ്ചസാര പായസം വെക്കണം. അപ്പൊ പിന്നെ അതിനുള്ള പരിപാടിയായി. അല്ലെങ്കിൽ ഇടിച്ചു പിഴിഞ്ഞതാ, ഉച്ചവരെ നമ്മൾ ഇടിച്ച് പിഴിഞ്ഞ് അവസാനം എത്രയും കഴിക്കാം, 1/2 ഗ്ലാസ്. അത് കുട്ടികൾ കൈപ്പ് പിടിക്കുക, മുത്തശ്ശി ഷുഗറാട്ടോ കഴിക്കണ്ട, നാവിനെ സുഖിപ്പിക്കാൻ, ഇന്ദ്രിയങ്ങളുടെ പിറകെ പോകണ്ടാട്ടോ എന്ന് രാമായണം പറയാ. എന്താ ചെയ്യേണ്ടത്, നാമകീർത്തനം എന്താ പറഞ്ഞത്, പലതും പറഞ്ഞു പകൽ കളയുന്നതാവുതവ തിരുനാമ കീർത്തനമിതതിനായി വരേണമിഹ. എല്ലാ ഗ്രന്ഥങ്ങളും ഒന്നിനെ പറയുന്നത്, ഇത് രണ്ടുപേരുടെ എഴുത്തച്ഛനാ. അപ്പൊ എന്താ ചെയ്യേണ്ടത്, ഇത്തിരി സമയം കിട്ടിയ ഉച്ചയ്ക്ക് സ്ത്രീ പ്രസംഗ എന്നാ പറയുന്നത്. സ്ത്രീ എവിടെയാ പ്രസംഗിച്ചേ, ഇവിടെ എന്താ ലക്ഷ്മണനോട് പറഞ്ഞത്, ഭരതനാശാകാംക്ഷിതനാകിയ ഭരതന്റെ കാമസിദ്ധ്യർത്ഥം, നീ ഭരതന്റെ ആശ നിറവേറ്റാൻ വേണ്ടി എന്റെ കൂടെ വന്നതാണല്ലേ. എന്താ പറയുക, എന്നുമേ നിനക്കെന്നെ കിട്ടുകയില്ലാതാനും, നിനക്ക് എന്നെ കിട്ടില്ല, ഞാൻ മരിച്ചു പോകും, എന്നാലും നിന്റെ കൂടെ വരില്ല. പക്ഷെ എന്താ ചെയ്തപ്പോ ലക്ഷ്മണന് കേൾക്കാൻ വയ്യ. കാരണം എന്താണോ, ലക്ഷ്മണനോട് ഈ ആഭരണഭൂഷി ആ സഞ്ജയം കിട്ടിയപ്പോ ആഭരണം കാണിച്ചു കൊടുത്തിട്ട് ശ്രീരാമചന്ദ്രൻ ചോദിക്കുക, ലക്ഷ്മണ ഈ കമ്മല് സീതയുടെ ആണോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടിട്ടേ. അറിയില്ല ശ്രീരാമചന്ദ്ര. ഈ മാല സീതയുടെ ആണോ, അറിയില്ല ശ്രീരാമചന്ദ്ര. പിന്നെ പോലീസ് എടുത്ത് കാണിച്ചപ്പോ പറഞ്ഞത്ര, അറിയാം, ഇത് ജ്യേഷ്ഠത്തി അമ്മയുടേതാണ്. എന്താ കാരണം, രാവിലെ പാദനമസ്കാരം ചെയ്യാൻ ഞാൻ ജ്യേഷ്ഠത്തി അമ്മയുടെ അടുത്ത് ചെല്ലുമ്പോൾ ഈ കൊലുസുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അത്രത്തോളം പാവനമായ ലക്ഷ്മണനെ കുറിച്ച് എന്താ പറഞ്ഞത്, നീ എന്നെ രാമൻ എന്തേലും വന്നു കഴിഞ്ഞാൽ പ്രാപിക്കാൻ, അല്ലെങ്കിൽ നിന്റെ ജ്യേഷ്ഠനായ ഭരതന്റെ ആശ നിറവേറ്റാൻ കൊണ്ടുപോകാനാണല്ലേ. ഇപ്പൊ എന്താ പറയുന്നതെന്നറിയോ, വരദേവതമാരെ പരിപാലിച്ചു കൊള്ളിൻ മരുവംശാദീശ്വര പത്നിയെ വഴി പോലെ ദേവിയെ ദേവകളെ ഭാരമേൽപ്പിച്ചു മന്ദം പൂർവജൻ തന്നെ കാണാൻ നടന്നു സൗമിത്രിയും. എത്ര വേദനയോട് കൂടിയിട്ടാ ആ ലക്ഷ്മണൻ വനദേവതമാരോട് പറയാണ്, ഹേ വനദേവതമാരെ, സീതാമാതാവിനെ കാത്തുകൊള്ളണമേ നിർബന്ധിക്കുക. ജ്യേഷ്ഠന്റെ ഒച്ചയാണ് കേൾക്കുന്നത്, ഓടിച്ചെല്ലൂ, ശ്രീരാമനാ തടയുന്നേ, രക്ഷിക്കൂ. അത് നിന്നപ്പോൾ ആ ചീത്ത പറഞ്ഞത്, ആ ചെവി പൊത്തിപ്പിടിച്ചിട്ട് അത് കേൾക്കാൻ വയ്യാതെ ലക്ഷ്മണൻ ഇറങ്ങി നടക്കുക. ആ ലക്ഷ്മണന്റെ ആ ഒരൊറ്റ വിഷമാണ് സീതാദേവി 1 വർഷം ആ രാക്ഷസികളുടെ ഇടയിൽ പോയി ഇരിക്കേണ്ടി വന്നത്. അതാണ്
സ്ത്രീ പ്രസംഗ, അധിക പ്രസംഗം ചെയ്തു. ഉച്ചയ്ക്ക് സ്ത്രീ പ്രസംഗ, രാമായണം വായിക്കണം എന്നാ. നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. ഉച്ച സമയത്ത് അയൽവാസി ഒന്ന് ഇങ്ങോട്ട് വരും, അല്ലെങ്കിൽ ഒന്ന് അങ്ങോട്ട് പോവില്ലേ, ഇങ്ങനെ ചൂണ്ടും, മൂന്നാളും ഇങ്ങോട്ട് ചൂണ്ടും, ഇവിടെ ഭഗവാൻ നിൽക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ കുറ്റമൊക്കെ പറയുമ്പോൾ അവരൊക്കെ എല്ലാ പാപവും നമ്മൾ എടുക്കുക. അത്ര ഇപ്പോൾ അമ്പലത്തിലൊക്കെ ചെന്നാൽ കേട്ടിട്ടോ, ആ ഗുരുവായൂർ നമ്മളങ്ങനെ ക്യൂ നിൽക്കുമ്പോഴേ ദേവസ്വം പ്രതിനിധികളുടെ വിചാരം ഗുരുവായൂരപ്പനേക്കാൾ മുകളിൽ ഞാനാണ്. അനുഭവം കൊണ്ട് പറയാം കേട്ടോ. അതിൻ്റെ ആങ്ങളെ പറയും, പണ്ട് ഞങ്ങൾ ചെറുതാ, ഇതിനൊന്നും ഗുരുവായൂർ ദേവസ്വം അല്ല, GD എന്താണെന്ന് എനിക്കറിയോ, എന്താ ഗുരുവായൂർ ഡോഗ്സ്. അത്രയും വെറുപ്പിച്ചിട്ടേ നമ്മൾ മനസ്സിനൊരു സമാധാനം കിട്ടാൻ വേണ്ടി ചെല്ലുമ്പോൾ ഞാൻ തന്നെ ഗുരുവായൂരപ്പൻ എന്നുള്ള മാതിരി ഇങ്ങോട്ട് നിൽക്ക് ഓടിപ്പോ, അങ്ങോട്ട് നീങ്ങി, നമ്മൾ 4 മണിക്കൂർ ചോദിച്ചിട്ട് അപ്പം എന്താ അത്രയും മനസ്സിന് വിഷമം. അപ്പോൾ ആചാര്യന്മാരോട് നീ ചോദിക്കുമ്പോൾ പറയുക എന്താണെന്നറിയോ, നിന്നെ അവിടെ ചെന്നിട്ട് അയാൾ ചീത്ത പറഞ്ഞു, നീ എന്തെങ്കിലും തിരിച്ചു പറഞ്ഞോ, ഇല്ല. അവരെന്തെങ്കിലും പറഞ്ഞ പ്രശ്നമായെങ്കിലോ എന്ന് വിചാരിച്ചിട്ടൊന്നും പറഞ്ഞില്ല. അപ്പൊ നിന്റെ ഒരു പാപം അയാൾ എടുത്തു, അയാൾ എന്ത് ചെയ്തു, അയാൾ നേടിയ ഒരു പുണ്യം നിനക്ക് തന്നു, സന്തോഷിച്ചോളൂ. അപ്പൊ അവരെ ചീത്തയൊക്കെ കേട്ടിട്ട് മിണ്ടാതെ പോരുമ്പോ എന്താ അവിടെ സംഭവിക്കണേ, അവര് ചീത്ത പറയുന്നതോടുകൂടി അവിടെ വരുന്നവരുടെ എല്ലാ പാപങ്ങളും വാങ്ങി വെക്കുക. ഒന്നും മിണ്ടാതെ സത്വികനായി പോരുന്ന വ്യക്തി അവരുടെ പുണ്യം കൂടി, നമ്മൾ ഗുരുവായൂർ പോയാൽ എന്താ നേടുക, പുണ്യം തന്നെയല്ലേ നേടുക. അതുകൊണ്ട് അങ്ങനെ സമാധാനിച്ചോളൂ എന്ന് പറയാ. ഇവിടെ ഇങ്ങനെ ശ്രീരാമചന്ദ്രൻ വിരാതന്റെ ഒരു സ്തുതിയും കേട്ടിട്ട് പിന്നെയും കാട്ടിലൂടെ യാത്ര ചെയ്യാം. ഇങ്ങനെ യാത്ര ചെയ്ത് വീണ്ടും ആരെ കാണുക, വാൽമീകി മഹർഷിയെ കാണും. ഇങ്ങനെ ഭരദ്വാജ ആശ്രമത്തിൽ ചെല്ലും, ഭരദ്വാജ മഹർഷിയെ കാണും. ഇങ്ങനെ എല്ലാ ആശ്രമങ്ങളിലും നടന്ന് ഉൾക്കാട്ടിലേക്ക് പോയി ആരണ്യകാണ്ഡവും കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് കയറുകയാണ് കിഷ്കിന്ധാകാണ്ഡം. ഈ വാനരന്മാരുടെ ഒരാളുടെ ഭാര്യയെ താരയെയാണ് പഞ്ചകന്യകമാരിൽ ഒരാളാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയും ശ്രേഷ്ഠമായ രാഷ്ട്രീയം, അതായത് രാഷ്ട്രധർമ്മം അറിയുന്ന താര ഭാര്യയെ വധിച്ചപ്പോ ശ്രീരാമചന്ദ്രനോടാണ് കയർത്ത് സംസാരിക്കുന്നത്. എത്ര ഉന്നതയായ സ്ത്രീയാണ് നോക്കൂ. അപ്പൊ അവര് വാനരന്മാരെന്ന് പറയാൻ പറ്റുമോ? ഈ വാനരന്മാരെല്ലാം ദേവതകൾ തന്നെ അവതരിച്ചതാണ്. വാനരന്മാരായിട്ട് ശ്രീരാമചന്ദ്രനെ സഹായിക്കാൻ ഇവിടെ ഏറ്റവും ശ്രേഷ്ഠനായ ഒരു വാനരനെ, സുഗ്രീവനെയും ബാലിയെയും കാണുന്നതോടൊപ്പം ഹനുമാനെ നമ്മൾ കാണും. നമുക്കുള്ള പാഠം എന്ന് പറഞ്ഞാല് എന്താ കാണിച്ചു തരുന്നത്? 3 രാജ്യങ്ങളാ. ഒന്ന് നമ്മളുടെ അയോധ്യ, ദശരഥ മഹാരാജാവ്, മറ്റൊന്ന് കിഷ്കിന്ധ വാനരന്മാരുടെ രാജ്യം, മറ്റൊന്ന് ശ്രീലങ്ക. ഈ 3 രാജ്യങ്ങളുടെ കഥ രാമായണം. ഈ 3 രാജ്യങ്ങളിലും ഏമമായി തന്നെ രാജ്യഭരണം നടന്നിരുന്നു. രാവണൻ അഹങ്കാരിയാണേനേ ഉള്ളൂ, മഹാദേവ ഭക്തന, ശിവഭക്തന, കൈലാസെടുത്ത് അമ്മാനാടിയ വ്യക്തിയാ, അത്രയും ശക്തിമാന. എന്നിട്ടും എന്തേ ഉണ്ടായത്? മറ്റൊരാളുടെ ഭാര്യയെ ആഗ്രഹിച്ച് തകർന്ന് തരിപ്പണം ആയി. പഞ്ചകന്യകമാരുടെ ആദ്യത്തെ പേരാണ് അഹല്യ. അഹല്യക്ക് എന്താ സംഭവിച്ചത്? ഗൗതമ മഹർഷി പോയ സമയത്ത് ദേവേന്ദ്രൻ എന്താ തോന്നിയത്? നല്ല സുന്ദരിയുടെ ആപ്പോ ഒന്ന് പ്രാപിക്കണം എന്ന് തോന്നി. ഇനി ഇന്നത്തെ സൊസൈറ്റിയിൽ ഒന്ന് നോക്കൂ. ഇന്നത്തെ തലമുറയോട് രാമായണം എന്താ പറയുന്നത്? സൗന്ദര്യത്തിന്റെ പിറകെ പോകണ്ട. ഇന്നത്തെ സമൂഹത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളാ ഈ ഒരു വാട്സപ്പും മൊബൈലും വന്നതിന് ശേഷം. ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഒരാളുടെ ഭാര്യ 2 ദിവസം ജോലിക്ക് പോയി, 3-ാം ദിവസം കാണാനില്ല. ഒരു കുട്ടിയുണ്ട്. എത്രയോ വീടുകളിൽ സംഭവിക്കുന്നുണ്ട്. മറ്റുള്ളവന്റെ ഭാര്യയുടെ പുറകെ പോകുന്ന ഒരു സംസ്കാരം അന്നേ ദേവേന്ദ്രൻ തുടങ്ങി വെച്ചിട്ടുണ്ട് എന്നാ. ഇതൊന്നും ഇപ്പോഴതല്ലേ. ഇതിഹാസം എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ സംഭവിച്ചതാണ് എന്നാണ് നമ്മുടെ ഇതിഹാസങ്ങൾ പറയുന്നത്. മഹാഭാരതത്തിലും രാമായണത്തിലും കാണാത്തതൊന്നും ഈ ഭൂമുഖത്ത് കാണില്ല. അതിലുള്ളത് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ. അന്നേ ദേവേന്ദ്രൻ എന്ത് ചെയ്തു? പ്രാപിക്കാൻ പോയി. ഇവിടെ എന്താ ചെയ്തത്? ബാലി സുഗ്രീവന്റെ ഭാര്യയെ പ്രാപിച്ചു. മറ്റുള്ളവരുടെ ഭാര്യമാരുടെ പിറകെ പോകുന്നവന് സമാധാനം ഉണ്ടാവില്ല. നമുക്ക് തോന്നും ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് ആരും അറിയില്ല. മുകളിൽ സർവസാക്ഷിയായിട്ട് സൂര്യൻ കത്തിജ്വലിച്ച് നിൽക്കുക. അപ്പൊ രാത്രി ചെയ്യാനോ ടീച്ചറെ? രാത്രി നമ്മൾ വിളക്ക് വയ്ക്കും. സൂര്യൻ അസ്തമിക്കുമ്പോ വിഷമിക്കുന്ന എൻ്റെ കുട്ടികൾ ഇരുട്ടിലാണല്ലോ. ആ സമയത്ത് നമ്മൾ ദീപം എന്ന് പറഞ്ഞ് പൂമുഖത്ത് ഒരു ഭദ്രദീപം അല്ലെങ്കിൽ 2 തിരിയെങ്കിലും കത്തിച്ചു വെക്കും. അപ്പോൾ അതാണ് അസ്തമിക്കുമ്പോൾ വിളക്ക് വെക്കണം പറയുന്നത്. ആ വിളക്ക് കാണുമ്പോൾ ഭഗവാനെ ഞങ്ങൾ ഇരുട്ടിലല്ല, ഞങ്ങൾക്ക് അഗ്നിദേവൻ കൂട്ടിനുണ്ട്, വെളിച്ചമായി സന്തോഷത്തോടു കൂടി സൂര്യ ഭഗവാൻ അസ്തമിക്കുന്നു. അതാണ് സങ്കല്പം. അപ്പൊ രാത്രി സാക്ഷിയായിട്ട് ആരുണ്ട്? അഗ്നിദേവൻ. ഹൈന്ദവന്റെ എല്ലാ ചടങ്ങുകൾക്കും ആരാണ് സർവസാക്ഷി? അഗ്നിയാണ്. ഇവിടെ ഇപ്പൊ രാമകഥ പറയുമ്പോൾ ആര് വന്നിരിക്കുന്നുണ്ടാവും? 11 പേരെ നിങ്ങൾ കണ്ടില്ലേ? ഈ
അഭിഷേകത്തിന്റെ ഫോട്ടോയില് ആ ശ്രീരാമചന്ദ്രന്റെ ദാസനായി എത്രയോ ശക്തിമാനായ ഹനുമാൻ ഇവിടെ ഇങ്ങനെ വന്നിരിക്കും. മനോജവം മാരുത തുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാരാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീരാമന്റെ ദൂതുമായിട്ട് എന്താ ചെയ്യുന്നതെന്നറിയോ? അക്കരയ്ക്ക് പോണം. എന്താ ഏൽപ്പിച്ചത്? അവന്റെ സ്വാമിയാണ് സുഗ്രീവൻ. നീ പോയി ആരെ കണ്ടുവരണം? സീതാദേവിയെ കണ്ടുകൊണ്ട് വരണം. അവര് സഖ്യം ചെയ്യുമ്പോ ഒരു കാര്യം നടക്കുന്നുണ്ട്. സുഗ്രീവനും ശ്രീരാമചന്ദ്രനും സഖ്യം ചെയ്യാൻ തുടങ്ങുമ്പോ ഇല ഇങ്ങനെ പൊട്ടിച്ചിടുത്രേ. അവിടേക്ക് ഭഗവാനോട് ഇരിക്കാൻ പറയാം. എന്തിനാ ഇല പൊട്ടിച്ചിട്ടത്? നിലത്തിരുന്നിട്ട് നമ്മള് ഒരു ഈശ്വരീയമായ കാര്യങ്ങളും ചെയ്യരുത് എന്നാണ്. ചില ക്ഷേത്രങ്ങളിൽ പോയാൽ ഇന്നും കണ്ടു, മീൻകുളത്തി ഭഗവതി ക്ഷേത്രത്തില് നല്ല ഒരു വ്യക്തി, നന്നായിട്ട് അദ്ദേഹത്തിന് വിവരമൊക്കെ ഉണ്ട് തോന്നുന്നു. അവിടെ അങ്ങനെ ഒരു സൈഡിൽ ഇരിക്കുക ധ്യാനിച്ചുകൊണ്ട്, വെറും നിലത്തായിരിക്കുന്നത്. നമ്മൾ ഒരിക്കലും നിലത്ത് വെക്കാൻ പാടില്ല. എന്തൊക്കെ? ശംഖ്, വിളക്ക്, മണി, നിലവിളക്ക്. അതുമാതിരി നമ്മൾ നാമജപം ചെയ്യുമ്പോൾ സംഘർഷണം ഉണ്ടാവുന്ന ആ നാമജപത്തിന്റെ പുണ്യത്തെ എങ്ങോട്ട് പോകും? നിലത്തേക്ക്. ഭൂമിക്ക് ഒരു ഗുരുത്വാകർഷണ ബലമുണ്ടല്ലോ, അങ്ങനെ പോയി പോകും. നമ്മളെ എർത്തടിക്കുക എന്ന് പറയില്ലേ, എർത്ത് താഴത്തേക്ക് പോകാൻ പോലെ അങ്ങനെ ഒരു സംഭവം നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട്. ഇലക്ട്രിസിറ്റി നമ്മുടെ ശരീരത്തിലും ഉണ്ട്. ഇങ്ങനെ ഏതൊക്കെ പൊട്ടിച്ച് അവിടെ ഇട്ട് ഇരുത്തി എന്നുള്ളതെന്ന് അങ്ങനെ ഒരു തത്വം കൂടി നമ്മൾ പഠിക്കുക. പണ്ടൊക്കെ പലകെട്ടിട്ടാ ഇരുത്തുക അല്ലെ? പലകെട്ടിട്ട ചോറും നിലത്ത് ഇരിക്കില്ല, പന്തിപ്പുല്ലായാലും ഇരിക്കുക. ഇന്ന് ഇങ്ങനെ ഇരിക്കാൻ തന്നെ കുട്ടികൾക്ക് വയ്യ. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാണ്ടല്ലോ ഏറ്റവും സുഖാസന, പത്മാസനത്തിൽ ഇരുന്ന് ഇങ്ങനെ ധ്യാനിക്കുമ്പോ കൗസല്യാമാതാവ് ഭഗവാനോട് പറയുന്നുണ്ട് ബാലകാണ്ഡത്തില്, അയ്യോ ശ്രീരാമചന്ദ്ര, അങ്ങയുടെ മായ എന്നെ മോഹിപ്പിക്കരുത് കേട്ടോ. അപ്പൊ പറയാണ്, അമ്മേ എന്നെ ധ്യാനിച്ചാ മാത്രം മതി, മോക്ഷാണ്, മരിക്കുന്ന സമയത്ത് മത്സ്മരണയുണ്ടാം എന്ന് പറഞ്ഞത്. ധ്യാനത്തിന്റെ പ്രത്യേകത എന്താ? നമ്മൾ അങ്ങനെ ഇരുന്ന് കണ്ണടച്ച്, ഈ കണ്ണാണ് എല്ലാത്തിനും പ്രശ്നം, തുറന്നാലും മറ്റുള്ളവരെ കാണുക, അടച്ചത് കഴിഞ്ഞാണ്ടല്ലോ ഇതാ വരിയായിട്ട് വരും. അല്ലെങ്കിൽ ചുരുട്ടിച്ചിരുന്ന ഈ കണ്ണടച്ച് പറയുന്നേ ഒരാൾ വളരെ ക്രിട്ടിസൈസ് ചെയ്ത് യൂട്യൂബിൽ വന്നിട്ട്. പക്ഷെ കണ്ണടയ്ക്കുമ്പോ ആരെ നോക്കുന്നതെന്നറിയാം? ഇതിനുള്ളിലേക്കാ നോക്കുക. ആ പുസ്തകം ഇങ്ങനെ തുറന്നു വെച്ച് തരും. ആ ശ്രീലകത്ത് നിങ്ങളുടെ ഒരു വൈഫൈ കണക്ഷനാ. ഭഗവതി പറയും, എന്നെ ആശ്രയിച്ച് വന്ന കുട്ടികൾ അവിടെ ഇരിക്കണേ, അവർക്ക് ഇന്നത് കൊടുക്കുക, ഇന്നത് കൊടുക്കുക. അപ്പൊ മേധയായി ബുദ്ധിയായി അങ്ങനെ വിളങ്ങും നമ്മളുടെ മനസ്സിനുള്ളില് ശ്രീ ഭഗവതി. ഇങ്ങനെ അവിടെ നിന്ന് ഉൾക്കാട്ടിലേക്ക് പോയി എന്ന് പറഞ്ഞില്ലേ, ഓരോരുത്തരെയായി കണ്ടു. ഭഗവാൻ യുദ്ധം ചെയ്യാൻ വേണ്ടി അക്കരയ്ക്ക് പോവാ, സമുദ്രതരണം ചെയ്യുക. അപ്പൊ ആര് വരും? ഇല്ലെന്നല്ല. അങ്ങനെ ജാമ്പവാൻ പറയാ. ഓരോരുത്തരും പറയും, എനിക്ക് 10 യോജന ചാടാം, 20 യോജന ചാടാം, 100 യോജന ചാടാൻ വയ്യ. ഓരോരുത്തരും മുക്കിലേക്ക് ആ സമയത്ത് മാറിയിരിക്കുന്നുണ്ട്. വെറുതെ കുറഞ്ഞമാരെങ്കിലും ചൊറിഞ്ഞിട്ട് ഹനുമാന്റെ തോളത്ത് തട്ടി ജാമ്പവാൻ വന്നിട്ട് ഉണർത്തുക. നിനക്ക് ഇത്രയും ശക്തിയുണ്ട്, നീയാണത് ചെയ്യേണ്ടത്. നിന്റെ കയ്യിലല്ലേ രാമനങ്കുലിയൻ തന്നത്. നമ്മൾക്കുള്ളൊരു പ്രശ്നത, നമ്മൾ ഇങ്ങനെയുള്ള വേദികളിലേക്കൊന്നും വരില്ല. ഒരാൾക്കൊന്നും നമ്മളെ തട്ടി ഉണർത്താൻ നമ്മളൊരു അവസരം കൊടുക്കില്ല. ഇനിയിപ്പോ ഇന്ന് ഇവിടുന്ന് ഇതൊക്കെ കേട്ടു, തീരുമാനിക്കുക. ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ ശ്രീ ഭഗവതി നിങ്ങളെ അനുഗ്രഹിച്ചു തുടങ്ങി എന്ന് മനസ്സിലാക്കുക. കുറേ പ്രഭാഷണം കേട്ടവരുണ്ടാവും. അവർ എന്തെല്ലാം മാറ്റങ്ങൾ അവരുടെ ജീവിതത്തില് ഒരു പ്രഭാഷണം കേട്ടതിന് ശേഷം വന്നു എന്നൊന്ന് ആലോചിക്കുക. ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. കാരണം ആത്മീയതയിലൂടെ അങ്ങനെ പോകുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമുക്ക് ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാവും. ഒന്നും ചെയ്തിട്ടില്ല, വളരെ സീറോ ആണ്. എനിക്ക് കുലപരമ്പര ഒന്നുമില്ല. ഞാനായിട്ട് സ്വാധ്യായം ചെയ്ത് പഠിച്ചുണ്ടാക്കിയതാ ഇതൊക്കെ. ഒരിക്കലും കരുതിയിട്ടില്ല ഇങ്ങനെ നാനാദേശങ്ങളിൽ നിന്ന് വെളിവരുന്നു. ഒരിക്കലും അങ്ങോട്ട് അപ്രോച്ച് ചെയ്ത് ചോദിക്കേണ്ടി വന്നിട്ടില്ല. എന്താ അതിന് കാരണം? നമ്മളുടെ ഉപാസന കുറേ സമയം ആ ഗ്രന്ഥങ്ങളുടെ മുന്നില് ഭഗവാനെ ചേർത്ത് പിടിച്ചങ്ങനെ ഇരിക്കുമ്പോ, ആ രാവിലെ സന്ധ്യാവന്ദനം ചെയ്ത് 21 ഗായത്രി സമർപ്പിക്കുമ്പോ അവിടെ നിന്ന് തീരുമാനിക്കുക, ഈ കുട്ടിയെ എന്നോടൊക്കെ എത്തിക്കണം. ഉയർന്നത് എന്തുകൊണ്ടാ? നമ്മളുടെ കഴിവൊന്നുമല്ല. ഹനുമാൻ ഒരു കഴിവില്ല വിചാരിച്ചു. ആ കഴിവ് തട്ടി ഉണർത്തി ആര് കൊടുത്തു? ജാമ്പവാൻ പറഞ്ഞപ്പോ ആ രാമനാമത്തിന്റെ ശക്തിയാണ് ഭഗവാന് വേണ്ടി പറക്കാൻ, അല്ലെ? 100 യോജന ഇപ്പോഴും കാണാം നമ്മളുടെ ഇന്ത്യയിൽ നിന്ന് അപ്പുറത്ത് ശ്രീലങ്ക മാപ്പ് വരച്ച് പഠിപ്പിക്കുന്നില്ലേ സ്കൂളില്. അത്രയും ദൂരം 100 യോജന ചാടാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ രാമനാമത്തിന്റെ ശക്തി എത്രത്തോളം ഉണ്ട് എന്നൊന്ന് ആലോചിച്ചു നോക്കൂ. അങ്ങനെ അക്കരെ ചാടി ചെന്നിട്ട് എന്താ പറയുന്നേ അറിയോ? തിരിച്ചു വന്നപ്പോ കണ്ടിരു സീതയെ. അതിൽ നിന്ന് എന്താ മനസ്സിലാക്കണ്ടേ? നമ്മുടെ കുട്ടികളെ ഒരു ഭാഗത്തേക്ക് പറഞ്ഞയച്ചാ മോള് നേരം വൈകിട്ടാവും കോളേജിൽ വരാം, ഒന്ന് പോയി നോക്ക് പറയുമ്പോ സൈക്കിളൊക്കെ എടുത്ത് സ്പീഡിൽ പോയി
പോയ പോലെ കാണാൻ അവൻ തിരിച്ചു വരുന്നു. വന്നിട്ടോ യാതൊന്നും പറയുന്നില്ല. അമ്മയ്ക്ക് ഈ മൊബൈലൊന്നും യൂസ് ചെയ്ത് പരിചയമില്ല. മൊബൈലിൽ മെസ്സേജ് വന്നിട്ടുണ്ട്, ചേച്ചി എന്താ സ്പെഷ്യൽ ക്ലാസ് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വരും. എന്നിട്ട് പറയോ മോനെ നീ പോയിട്ട് എന്തായി? അതെ അമ്മ, ഞാൻ പോണ വഴിയിലേ ഒരു ആക്സിഡന്റ് ഉണ്ടായി. അമ്മയുടെ മനസ്സിൽ ഇവിടെ തീയാ മോളെത്താഞ്ഞിട്ട്. അങ്ങനെ പറഞ്ഞു കെട്ടി അവസാനം എന്ത് പറയുള്ളൂ? ആ ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോഴാണ് അമ്മ സമാധാനമായത്. ഇവിടെ ഹനുമാന് വന്ന മതി ചോദിക്കണം. സീതയെ കണ്ടു, അതേ അറിയേണ്ടത്. അതിന് തലയെടുക്കുകയെ സുഗ്രീവന്റെ ഓർഡറാണ്. കിഷ്കിന്ധ രാജാവിന്റെ കാണാതെ വന്നാൽ തലയെടുക്കും. അപ്പൊ എന്താ പറയുന്നത്? കണ്ടിതു സീതയെ. ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കണ്ടേ? പറയാനുള്ള കാര്യം, അറിയിക്കാനുള്ള കാര്യം ആദ്യം ഇത് പറയാം. അപ്പൊ ടെൻഷൻ ഇല്ല. ഇന്നലെ വിളി വന്നു. വിളി വരുമ്പോ എനിക്കും ടെൻഷനാ. ഈശ്വര എന്തെങ്കിലും പ്രശ്നം ഉണ്ടോടാവോ? അപ്പൊ പറഞ്ഞു, അതെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് കേട്ടോ, വിഷമുണ്ട് പറയാം. പക്ഷെ കാര്യം വേഗം പറഞ്ഞു, സമാധാനമായി, കുഴപ്പമൊന്നുമില്ല. കാരണം കുറെ ദൂരത്ത് നിന്നാണ് നമ്മൾ വരുന്നത്, ബുദ്ധിമുട്ടാവണ്ട വെച്ചിട്ടാണ് നമ്മളെ അറിയിക്കുന്നത്. പക്ഷെ ശരിക്കും മരണം നല്ല വാർത്തയാണ് അല്ലേ? ഒരു മരണപ്പെട്ട വ്യക്തിയുമായിട്ട് ശവമഞ്ചലുമായി പോകുന്നതൊക്കെ നല്ല ശകുനാത്രേ. ഒരു വേശ്യാസ്ത്രീയെ കാണുന്നത് നല്ല ശകുനാന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു വാർത്ത അത് നല്ലതാ. കാരണം ഈ ഭൂമുഖത്ത് വന്ന് ജനിച്ചു കഴിഞ്ഞാൽ, രാമായണം നോക്കൂ, ആദ്യം മുതൽ അവസാനം വരെ ദുഃഖവും പ്രശ്നങ്ങളും പിരിമുറക്കങ്ങളാ. നമ്മുടെ ജീവിതവും ഇത് തന്നെയാണ് പറയുന്നത്. ചെറുപ്പം മുതൽ ജനിച്ച കുട്ടിക്ക് എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ലല്ലോ ടീച്ചറെ. പ്രശ്നമുണ്ട്. കുട്ടി ഇങ്ങനെ കരയും. കുട്ടിക്ക് വയറ് വേദനിച്ചിട്ടാ കുട്ടി കരയുന്നത്. അമ്മ എന്താ വിചാരിക്കുക? വിശന്നുണ്ടാക്കിയിട്ട് കുറച്ച് കുറുക്കുണ്ടാക്കി കൊടുക്കും. അധികം വയറുവേദന വന്ന ഭക്ഷണം കഴിച്ചാൽ അധികം വേദനയോ വലിയ ചെയ്യാം അറിയില്ല. അതാണ് കുട്ടികളാവുമ്പോഴത്തെ ബുദ്ധിമുട്ടിനെ കുറിച്ചൊക്കെ രാമായണം വിശദമായിട്ട് പറയുന്നുണ്ട്. എന്താ പ്രാർത്ഥിക്കുക? 9ാം മാസത്തില് ആ ആത്മാവ് കുട്ടി ശുദ്ധന ആ ഗർഭപാത്രത്തിൽ കിടന്നിരുന്നു പ്രാർത്ഥിക്കുത്രേ. എത്ര കാലമായി കൃഷ്ണ എനിക്ക് ജന്മം കിട്ടണോ? ഈച്ചയായി, പഴുതാരയായി, പട്ടിയായി, ആനയായി ഒക്കെ ഞാൻ ജനിച്ചു. ഞാൻ പല പറയുന്നതാ. ഇനി ഈ ജന്മം മനുഷ്യനായിട്ട് സുഹൃതം ഉള്ളത് കൊണ്ട് കിട്ടി. ഇനി ഞാൻ എന്ത് ചെയ്യില്ല, ദുഷ്ടതരം ഒന്നും ചെയ്യില്ല. വിഷ്ണു സ്മരണവും ചെയ്തുകൊണ്ടില്ല ഞാൻ. കൃഷ്ണ കൃഷ്ണേ ജപിച്ചീലൊരിക്കലും. എത്രയോ ജന്മം കിട്ടി. ഹേ കൃഷ്ണ, ശ്രീരാമചന്ദ്ര, ഞാൻ അങ്ങയെ സ്മരിച്ചില്ല, അങ്ങയുടെ നാമം ചൊല്ലിയില്ല. അതുകൊണ്ടല്ലേ വീണ്ടും വീണ്ടും പല യോനികളിൽ വന്ന് ജനിക്കേണ്ടി വരുന്നത്. ആ ജന്മം എടുക്കുന്നത് മുതൽ അല്ലേ അമ്മയേക്കാൾ വേദനയാണത്രേ തിങ്ങി എരിഞ്ഞ് പുറത്തു വരുന്ന കുട്ടിക്ക്. അതും കഴിഞ്ഞാൽ പിന്നെ കരച്ചിൽ അങ്ങോട്ട് തുടങ്ങിയ ആലോചിച്ചു നോക്കൂ. ജീവിതത്തിൽ നിങ്ങൾ കൂടുതൽ കരയാണോ, ടെൻഷൻ അടിക്കുകയാണോ, ചിരിക്കുകയാണോ ചെയ്ത്? ഇന്ന് രാവിലെ എത്ര സമയം നിങ്ങൾ ചിരിക്കാനല്ല. ഈ പ്രാരബ്ധമെല്ലാം അനുഭവിച്ചിടണം. ആത്മീയതയിലേക്ക് പോകണമെങ്കിൽ പ്രാരബ്ധം അനുഭവിച്ചുകൊണ്ടേ സാധിക്കൂ. അതിൽ ഇത്തിരി സുഹൃതം ഉള്ളത് കൊണ്ടാണ് എല്ലാ വേദനകളും മറന്ന്. ഏറ്റവും വലിയ വേദന എന്താണോ, അല്ലെങ്കിൽ സുഖം എന്താ? വേദനയില്ലാത്ത ഒരു ശരീരമാണ് അത്ര ഏറ്റവും സുഖമുള്ള കാര്യം. അല്ലാതെ ബാങ്ക് ബാലൻസോ ഭക്ഷണമോ ഒന്നും അല്ല. അവിടെ വേദന, ഇവിടെ വേദന. ഇപ്പൊ എത്ര മണിക്ക് നമ്മൾ ഇരുന്നു? ഒരു 12:15 തുടങ്ങി. 1 മണിക്കൂറൊക്കെ കഴിഞ്ഞു. ഏതെങ്കിലും വേദനയെ കുറിച്ച് നിങ്ങൾ ഓർത്തുവോ? എന്തേ മറന്നുപോയത്? നിങ്ങൾ ആ നിമിഷം ശരീരമല്ല, ആത്മാവായി തന്നെ മാറി ഈശ്വര കഥകളിൽ, രാമകഥകളിൽ അങ്ങനെ മുഴുകിയിരുന്നു. ഈ ശബ്ദം ഇതിലൂടെ ഇങ്ങനെ വരുമ്പോ ആ ശ്രീരകത്തെ ഭഗവതിയുടെ അനുഗ്രഹം നിങ്ങളിൽ അങ്ങനെ ചൊരിയുന്നതാ. അല്ലാതെ എന്റെയോ ഇത് അറേഞ്ച് ചെയ്തവരുടെ കഴിവൊന്നും അല്ല. പക്ഷെ അറേഞ്ച് ചെയ്തവർ ഒരുപാട് സ്ട്രെയിൻ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാട്ടോ. ഭഗവാൻ നിങ്ങളുടെ ആ ദുരിതങ്ങളൊക്കെ തീരാൻ വേണ്ടിയിട്ട് പരീക്ഷണങ്ങൾ അങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നതാ. എല്ലാം ഭഗവത് പ്രസാദാന്ന് കരുതിയിട്ട് സ്വീകരിക്കുക, അത്രേ ചെയ്യേണ്ടതുള്ളൂ. ഇവിടെ കണ്ടു സീതേനെ എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് പിന്നെ എന്താണ്ടായേ? ഭഗവാൻ അങ്ങോട്ട് പോവുകയാണ് സേതു കെട്ടാൻ. സേതു കെട്ടുമ്പോ സമുദ്രം വരെ മാറി നിന്ന് കൊടുത്തു. അത്രയും ഭഗവാനെ കുറിച്ച് സമുദ്രത്തിൽ പോലും അറിയാമായിരുന്നു. പാറി നടക്കുന്ന കിളികൾക്ക് പോലും രാമനാമത്തിന്റെ പ്രസക്തി അറിയാമായിരുന്നു. രാമായണം ഇങ്ങനെ തുടങ്ങിയ ആ പക്ഷികളാണ് രാമനാമം ചൊല്ലി നടക്കുന്നത്. ആരാ കഥ കേൾക്കുന്നത്? ശ്രീ പാർവതി ദേവി ഉമാ മഹേശ്വര സംവാദം. ആരോടാ പറയുന്നത്? ഈശ്വരന്മാർ പോലും കഥാശ്രവണം ചെയ്യുന്നു. അതുകൊണ്ടാ കൊല്ലം ഇങ്ങനെ രാമായണം വായിക്കുന്നത്, കൊല്ലം പ്രഭാഷണം വെക്കുന്നത്, കഥകൾ കേൾക്കുന്നത്. എന്തിനു വേണ്ടിയാ? ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യുക. അതാണ് മനനം ചെയ്യാന്ന് പറയാം. മനനം ചെയ്തുകൊണ്ടിരുന്ന മരണസമയത്ത് ആ ഭഗവത് സ്മരണ നമുക്ക് ഉണ്ടാവും. അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇനി അവിടെ ചെന്നു യുദ്ധം ചെയ്യുന്ന സമയത്ത് നോക്കൂ, അണ്ണാൻ കുഞ്ഞാണ് പാലം കെട്ടാൻ സഹായിച്ചത്. ചെറിയ ആളാണെങ്കിലും ഒരു ക്ഷേത്രത്തിന് വന്നാല് ചെറിയ കാര്യമെങ്കിലും ചെയ്തു കൊടുക്കാനാവും. ആരും വെറുതെ വരുന്നില്ല. ആരും ഇപ്പൊ എന്താണ്ടായേ? എല്ലാവരും വയസ്സായതൊക്കെയാണ്, ഷീറ്റാണ്, ബാക്കി ലോണാവോ. ചെറുപ്പക്കാരും കുട്ടികളൊക്കെ കുപ്പികളായിട്ട് നടന്നില്ലേ? ഒരു സേവന.
അതിന് പറഞ്ഞ കുട്ടികൾ എന്താ പറയാന്നോ, ജ്ഞാനമാകുന്നു തഥാതിരിന്താവതിപ്പോൾ. അതും രാമായണം പറഞ്ഞ എനിക്ക് നാളെ അവരുടെ മുന്നിൽ കൂടെ പോകാൻ വയ്യ, ടീച്ചറാണെങ്കിൽ ഒരു വീഡിയോ അവിടെ വെച്ചിട്ട് എണ്ണ ഒഴിക്കാൻ നിങ്ങൾ തന്നെ പോയിക്കോളൂ എന്ന് പറയും. കൂട്ടാക്കില്ലേ അവര്. ഇനിയും യുദ്ധം ചെയ്തു. ഇവിടെ ആര് തമ്മിലാ യുദ്ധം നടക്കണേ? രാമൻ സാക്ഷാൽ നാരായണന്റെ അവതാര. എന്നിട്ടും ആ യുദ്ധം ചെയ്ത് മുന്നേറുന്ന സമയത്ത് ഭഗവാന് ക്ഷീണം വന്നു. മാതരി തേര് പുറത്ത് പിന്നാക്കം തന്നെ കൊണ്ടുവന്നു. ഭഗവാന്റെ ക്ഷീണമൊക്കെ രാവണന്റെ ക്ഷീണവും മാറ്റി എല്ലാവരും വീണ്ടും വന്നു. യുദ്ധം ചെയ്തിട്ട് എത്ര തലാർക്കാലും വീണ്ടും തല. അപ്പൊ എന്താ മാതരി ഉപദേശിക്കുകയാണ്, മുന്നമഗസ്ത്യതബോധനൻ തന്ന ശസ്ത്രം കൊണ്ടു കൊല്ലാം ജഗൽ പ്രഭോ. ആരാ കൊടുത്തത്? അഗസ്ത്യ മഹർഷി എന്ത് കൊടുത്തിട്ടുണ്ട്? ഒരു അമ്പും വില്ലും കൂടാതെ ഒരു വാളും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അത് ഉപയോഗിച്ച് വധിക്കാം. ഭഗവാനാണെങ്കിലും ഇവിടെ ജന്മമെടുത്ത് മനുഷ്യനായി വന്നപ്പോൾ മനുഷ്യന്റെ സ്വഭാവം കാണിച്ചു. അത് കാണിക്കണം. ഭഗവാൻ എന്താ ചെയ്യുന്നത്? ദശരഥൻ മരിച്ചു എന്നറിഞ്ഞപ്പോ തളർന്നങ്ങോട്ട് വീണു കരഞ്ഞിട്ട്. നമ്മളും അതന്നെയല്ലേ ചെയ്യാറ്? എത്ര പ്രഭാഷണം നടത്തിയാലും എന്തൊക്കെ ചെയ്താലും സ്വന്തം ആയവർ മരിച്ചു എന്നറിയുമ്പോൾ നമ്മൾ വിഷമിച്ചു പോകും. അത് മനുഷ്യന്റെ പ്രത്യേകത. മനുഷ്യൻ ഒരുപാട് വികാരങ്ങളും വിചാരങ്ങളും ഉണ്ട് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഭഗവാനും മറന്നു. എന്താ പറയുന്നത്? നാരദ മഹർഷി മനുഷ്യനായി മർത്യജന്മം കൊണ്ട് അന്ന് മറന്നുപോയെങ്കിലും വെച്ച് ഓർമ്മിപ്പിക്കാൻ വന്നതാണ്. നാളെ അഭിഷേകം ചെയ്താൽ പ്രശ്നമാവും. ഭഗവാൻ എന്താ പറഞ്ഞേ? നാളെ പുലർക്കാലെ പോകുന്നതുണ്ടു ഞാൻ, നാളെ വനത്തിന് പോകുന്നതുണ്ടു ഞാൻ എന്നാ പറഞ്ഞത്. മറ്റേത് ഭരതൻ പറഞ്ഞതാ. അപ്പൊ വനത്തിന് പോകുന്ന ഉറപ്പാ. ഭഗവാൻ അറിയാം ഇങ്ങനെ നടക്കൂന്ന്. ഇവിടെ കൊല്ലണം എന്നറിയാം. ആദിത്യ ഹൃദയം മന്ത്രം ജപിച്ചു, എന്നിട്ട് കൊല്ലാൻ പറ്റുന്നില്ല. അഗസ്ത്യ മഹർഷി കൊടുത്ത ആയുധം കൊണ്ട് രാവണനെ വധിക്കുക. ഈ രാവണനെ വധിക്കുമ്പോ അവിടെ വന്നിരുന്ന് കരയുന്ന ഒരു മഹാനുഭാവനുണ്ട്. അതാരാ? വിഭീഷണൻ. വിഭീഷണൻ എന്തിനാ കരഞ്ഞ്? സ്വന്തം കാര്യം മരിച്ചു വീണ ആരായാലും കരയും. ശരിക്കും വിഭീഷണൻ ആരെ കൂട്ടാൻ കൂടിയത്? സത്യത്തിന്റെ ധർമ്മത്തിന്റെ കൂടെ ശ്രീരാമചന്ദ്രന്റെ കൂടെ കൂട്ടുകൂടി. അതേസമയം കുംഭകർണനും മേഘനാഥനും ആരുടെ കൂടെയാ? രാവണന്റെ കൂടെ. കുംഭകർണന് എന്താ പറ്റിയത്? കുറെ ഉറക്കമുള്ള 6 മാസം ഉറങ്ങണം. ഒരു പൊട്ട വരം കിട്ടിയതാ. എന്നിട്ടോ ആ ഉറക്കത്തിൽ നിന്ന് ഉണർത്തി കൊണ്ടുവന്നിട്ട് യുദ്ധം ചെയ്യാൻ പറഞ്ഞു. കുറെ ഉപദേശിച്ചു, ഒന്നും കേട്ടില്ല. നമുക്ക് ഈ കഷ്ടകാലം വരുമ്പോ ആര് പറഞ്ഞു നമുക്ക് എടുക്കാൻ തോന്നില്ല അത്ര. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? നമുക്ക് വേണ്ടിയിട്ട് ഒരു ഉപദേശമുണ്ട്. എന്താ പറയുന്നേ? ഭക്തി കണ്ടാൽ പ്രസാദിക്കും രഘുത്തമൻ, ഭക്തിയല്ലോ മഹാജ്ഞാനമാതാവിടു, ഭക്തിയല്ലോ സദാ മോക്ഷപ്രദായിനി, ഭക്തിഹീനന്മാർക്കു കർമ്മവും നിഷ്ഫലം. എത്ര സുന്ദരമായ വരികളാ. രാമായണം എത്ര തവണ വായിച്ചു ടീച്ചറെ, ഇവിടെ നിന്നൊന്നും സെറ്റ് ചെയ്തില്ല കേട്ടോ എന്നൊരു മുത്തശ്ശി പറഞ്ഞു. അതിനാചാര്യന്മാര് തന്നെ വരണം. അതിനാണ് ആചാര്യന്മാരെ ഭഗവാൻ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പ്രവചനം നടത്തി നടത്തി ഓരോ സ്റ്റേജിലൂടെ പോകുമ്പോൾ ഇനി നിങ്ങൾ രാമായണം വായിക്കുമ്പോൾ ഈ വരി എത്തുമ്പോൾ എന്താ പറയുന്നത്? കുംഭകർണന പറയുന്നത് രാക്ഷസന, അതീവ ഭക്തന, ഭക്തി കണ്ടാൽ പ്രസാദിക്കും രഘുത്തമൻ. സ്വന്തം ജ്യേഷ്ഠനെ മുന്നിൽ ആ ശത്രുവിനെ കുറിച്ച് പറയുന്നത്. ഭക്തി ഉണ്ടോ? ഭഗവാൻ നമ്മളിൽ പ്രസാദിക്കും. ഭക്തി ഇല്ലേ? അവർക്ക് ഈ ജന്മം കൊണ്ട് ഒരു ഗുണവുമില്ല. എത്ര 1000 ജന്മം എടുത്താലും ഭക്തിക്ക് നിങ്ങൾക്ക് ഒരു അവസരം കിട്ടിയില്ലേ, ആ ജന്മം കൊണ്ട് പ്രയോജനം ഇല്ല. അപ്പൊ ഈ ജന്മത്തിൽ പ്രയോജനം ഉണ്ടോ? ഇത്തിരി ഭക്തിയുള്ളവരെ ഉച്ചയ്ക്ക് ചൂടത്തോടെ വന്നിരിക്കൂലേ? ഭഗവാന്റെ അനുഗ്രഹം ഉണ്ട്. ഈ ആ ഒരു ചെറിയ അനുഗ്രഹം, ഇത്തിരി സുഹൃതം ഉണ്ടെങ്കിൽ ഇനി ബാക്കി ഭഗവാൻ നോക്കും. രാമായണം തുറന്നു പകുതിയായി, ഗ്രന്ഥങ്ങളൊക്കെ തുറന്നാ പകുതിയായി, ബാക്കി ഭഗവാൻ നോക്കിക്കോളും. നമ്മളിങ്ങനെ വായിച്ചു പോകും. ചിലപ്പോൾ ഒരു ദിവസം വായിക്കാൻ പറ്റില്ല. പണ്ടൊക്കെ എന്താ ചെയ്യാ? ഗ്രന്ഥം ഉണ്ടാവും, അഷ്ടമൊക്കെ തട്ടില്ല. നമുക്ക് പോലെ രാമായണം ആ ഗൃഹപ്രവേശത്തിന് ഇതും കൊണ്ടാ കയറുക. എന്നിട്ട് പിന്നെ അതവിടെ വെക്കും. ഞാനൊരു പ്രഭാഷണത്തിൽ ഇങ്ങനെ പറഞ്ഞത് കേട്ടിട്ട് ഒരു അമ്മ പറഞ്ഞു, ടീച്ചറല്ലേ പറഞ്ഞ് ഗൃഹപ്രവേശത്തിന് രാമായണോ എന്തെങ്കിലും ഗ്രന്ഥം വാങ്ങണമെന്ന്. ഞാൻ വാങ്ങി, എന്നിട്ട് വായിച്ചോ? അയ്യോ ടീച്ചറെ സമയമൊന്നുമില്ല, എപ്പോഴും തിരക്കാം, എല്ലാവർക്കും 24 മണിക്കൂറേ ഉള്ളൂ. ഇതിങ്ങനെ പൂജിക്കുക. ഒരു ദിവസം വീട്ടിലേക്കൊക്കെ ക്ഷണിച്ചു കൊണ്ടുപോയപ്പോ എന്താ കരി പിടിച്ചെന്നോ പൂജാമയിൽ പൂജിച്ചിട്ട് ഈ കർപ്പൂരവും ചന്ദനത്തിരിയും ഒക്കെ അല്ലേ തുറക്കുന്നില്ല. ഗ്രന്ഥങ്ങൾ നമ്മളെ ശപിക്കും. എങ്ങനെയാ? മാമുനീശ്വരന്മാർ വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് നമുക്ക് വേണ്ടി എഴുതി വെച്ചതാ എല്ലാ ഗ്രന്ഥങ്ങളും. അതിലൊരു ഗ്രന്ഥമെങ്കിലും നമ്മുടെ സ്വന്തമാക്കുക എന്ന് പറഞ്ഞാൽ എന്നും സന്ധ്യാവന്ദനം ഇല്ലെങ്കിൽ സന്ധ്യാനാമം കഴിഞ്ഞ് എന്ത് ചെയ്യണം? ഒരു ഗ്രന്ഥം എടുത്തിട്ട് തുറന്ന് ഒരു പേജെങ്കിലും വായിക്കുക. എത്ര നേരെ വേണ്ടു? 24 മണിക്കൂർ കിട്ടിയിട്ട് അതിൽ ഒരു അരമണിക്കൂർ 10 മിനിറ്റ് ഒരു ഗ്രന്ഥത്തിലൂടെ പോവാനില്ലെങ്കിൽ ഇനി
നിങ്ങളൊന്ന് കമ്പയർ ചെയ്യുക. മറ്റുള്ള മതസ്ഥർ എന്തുകൊണ്ട് ഉയരുന്നു? അവരവരുടെ ഗ്രന്ഥത്തിനെ കൂടി ചേർത്ത് പിടിക്കും. ഒരു വീട്ടിൽ 5 പേരുണ്ടെങ്കിൽ 5 ഗ്രന്ഥ വീട്ടിലുണ്ടാവും. നമ്മളോട് ഒന്നേ ഉള്ളൂ, ചിലരോട് ഒന്നുമില്ല. ആ ഒന്നിനെ എങ്കിലും എല്ലാവരും ഒരു പേജ് വായിക്കുക. രാമായണം തീർക്കാൻ വേണ്ടി പണിയുണ്ടോ? ഒരു വർഷത്തിൽ ഞങ്ങൾ 4 പേര്, എനിക്ക് പറ്റാളിയുമ്പ മകനും അച്ഛനും മകളും ഒക്കെ ചേർന്ന് രാമായണം തീർത്തു. അത്ര പണിയുള്ളൂ എന്ന് മനസ്സിലായി. അപ്പൊ രാമായണം വായിച്ച് ഭഗവത് പാദങ്ങളിൽ അങ്ങോട്ട് സമർപ്പിക്കുക. അപ്പൊ കിട്ടുന്നൊരു സുഖം ഉണ്ടല്ലോ. ആ അവസാന ഭാഗത്ത് ഉത്തരകാണ്ഡം അവസാനിപ്പിക്കുമ്പോൾ ബ്രഹ്മാവിന്റെ സ്തുതി എന്ന് പറഞ്ഞിട്ട് സമ്പൂർണ്ണ രാമായണമാണ് അവിടെ കാണുന്നത്. അവിടെ എത്തുമ്പോൾ അവസാനം സരയൂ നദിയിൽ ഇറങ്ങി ഭഗവാൻ ദേഹത്യാഗം ചെയ്യും. ഭഗവാൻ ദേഹത്യാഗം ചെയ്യാൻ പോവാ പറയുമ്പോ കൂടെ കുറെ പേരില്ലേ, അവരൊക്കെ ചോദിക്കും ഭഗവാനെ അങ്ങ് പോയാൽ. കൃഷ്ണനോട് ചോദിച്ച പോലെ എന്താ പറഞ്ഞേന്നോ, നിങ്ങൾക്ക് എന്റെ കൂടെ പോരണോ? പോന്നോളൂ. എല്ലാവരും കൂടി സരയൂവിൽ കണ്ടിറങ്ങി. അന്ന് ത്രേതായുഗത്തിൽ എഴുതി വെച്ച സരയൂ നദി ഇന്നും നമ്മളുടെ നോർത്ത് ഇന്ത്യയിലൂടെ ഒഴുകുന്നു. അവിടെ പോയിട്ട് ആ ജലത്തിൽ ഒന്ന് സ്പർശിക്കാൻ നമുക്ക് ഭാഗ്യമുണ്ടാകുന്നു എങ്കിൽ രാമായണം ഇതി ഇഹ അസീത് ഇത് ഇവിടെ സംഭവിച്ചതല്ലേ. നോർത്ത് ഇന്ത്യയിൽ പോയാൽ ഉത്തർപ്രദേശിൽ ഇപ്പോഴും നമുക്ക് അയോധ്യ ശ്രീരാമചന്ദ്രസ്വാമി ക്ഷേത്രം കാണാം, സുഖമായിട്ട് തൊഴാം. അത് കഴിഞ്ഞ് വനയാത്ര തുടങ്ങി. ഏറ്റവും വനമുള്ള മധ്യപ്രദേശിലൂടെ വന്ന് അങ്ങനെ വന്നു ശബരി മല നമ്മുടെ കേരളത്തിൽ വന്നു. ശബരി അവിടെ ഇങ്ങനെ തപസ് ചെയ്തുകൊണ്ടിരിക്കുക. അവരുടെ ഗുരു അവരെ ഉപദേശിക്കുകയാണ്, ഇവിടെ ഇരുന്ന് ധ്യാനിച്ചോളൂ. ശബരിയുടെ അടുത്ത് വന്നപ്പോ സാഷ്ടാംഗം നമസ്കരിക്കുക. ശബരി സാധാരണ ഒരുപാട് സ്ത്രീകൾ ചോദിക്കുന്ന ഒരു ചോദ്യം നമുക്ക് വേണ്ടി ചോദിച്ചു ശ്രീരാമചന്ദ്രനോട്. എന്താ പറയുന്നത് എന്നറിയോ? ഞാനൊരു ഹീനജാതിയിൽ ജനിച്ച സ്ത്രീയാണ്, എനിക്ക് അക്ഷരാഭ്യാസം ഇല്ല ശ്രീരാമചന്ദ്ര, എനിക്ക് എന്നിട്ടും അങ്ങയെ കാണാൻ കഴിഞ്ഞില്ലേ? ഭഗവാൻ എന്താ പറഞ്ഞേ? പുരുഷ സ്ത്രീ ജാതി നാമാശ്രമാദികളല്ല. പുരുഷനാണോ സ്ത്രീയാണോ ഏത് ആശ്രമാണോ ഏത് കുലമാണോ എന്നല്ല, സൽചിന്ത സങ്കല്പങ്ങൾ സൽക്കർമ്മങ്ങൾ അതാണ് മഹത്വത്തിന്റെ അടിസ്ഥാനം. എന്ത് ചെയ്യുന്നു ആര് ചെയ്യുന്നു, ഇതിൽ ആര് ചെയ്യുന്നു നോക്കണ്ട, എന്ത് ചെയ്യുന്നു എന്ന് നിങ്ങൾ നോക്കുക. ആര് ചെയ്യുന്നു എന്നല്ല, എങ്ങനെ ചെയ്യണം. സമർപ്പണത്തോടു കൂടി 1.5 മണിക്കൂറായിട്ടും നിങ്ങൾ പിൻ ഡ്രോപ്പ് സൈലൻസിൽ ഇങ്ങനെ ഇരിക്കുന്നില്ലേ, അത് ഈ ശ്രീലകത്തിരിക്കുന്ന ഭഗവതി കർക്കിടകത്തിൽ നിറഞ്ഞ് തുളുമ്പി നിൽക്കുന്ന ഈ ശ്രീരാമചന്ദ്രസ്വാമി നിങ്ങളെ അനുഗ്രഹിച്ചതാ. എന്നെയും നമുക്ക് വേറൊരു തടസ്സവും പിന്നെ ഉണ്ടായില്ലല്ലോ. ഒരു കരണ്ടങ്ങൾ പോയാൽ തന്നെ ഒരു ബുദ്ധിമുട്ടായില്ലേ. അപ്പൊ തടസ്സങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ ഒരു സംഘം, ഒരു യജ്ഞം, ഇത് ജ്ഞാനയജ്ഞം ഇതിവിടെ നടക്കേണ്ട സമയം ഈ അഭിജിത്ത് മുഹൂർത്തത്തിലായിരുന്നു എന്ന് കരുതി സന്തോഷിക്കുക. നമുക്ക് ഇല്ലാത്തതിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട. ലക്ഷ്മണോപദേശം പറയുക, ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേനമാ പോകും ആയുസ്സുമോർക്ക് നീ. എന്താ പറയണത്? ഭോഗത്തിനായി കൊണ്ടു കാമിക്കയും വേണ്ട, ഭോഗം വിധികൃതം വർജിക്കയും വേണ്ട. നിങ്ങൾക്ക് ഒരുപാട് സുഖം സന്തോഷം കിട്ടി, അതൊക്കെ നിങ്ങൾ അനുഭവിച്ചോളൂ, അല്ലാതെ ഇത് മാറ്റി വെക്കണ്ട. ഇല്ലാത്തതിനെ കുറിച്ച് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. അത്ര വലിയ ഒരു തത്വമാണ് 2 വരികളിലൂടെ നമ്മളോട് പറയുന്നത്. ഇവിടെ ഇരിക്കുന്നവർ പല തലത്തിൽ നിൽക്കുന്നവരാവും. ഉള്ളതിനെ കുറിച്ച് ഓർത്ത് സന്തോഷിക്കുക. നമുക്ക് കിട്ടിയതൊക്കെ പ്രസാദം ആണ്. ഈ അവസരം നിങ്ങൾക്ക് കിട്ടിയല്ലോ, ഈശ്വര കഥ കേൾക്കാൻ കർക്കിടകത്തിൽ ഒരു ഞായറാഴ്ച, അത് വലിയ ഒരു അനുഗ്രഹമാണ് മനസ്സിലാക്കുക. നമ്മളൊക്കെ വെറും നിമിത്തം, ഈ നിമിത്തം മാത്രം സവ്യസാചി ഭാഗവതം. ഇനി ഈ ശരീരം ഇതൊരു യന്ത്രം, ഇത് എന്തിനു വേണ്ടി തന്നതാ? ഈശ്വര സാക്ഷാത്കാരം നേടാൻ വേണ്ടിയിട്ട് ഭഗവാൻ സരയൂവിലിറങ്ങി കൂടെ ഉള്ളവരെയും ചേർത്ത് അങ്ങടെ സ്വർഗാരോഹണം ചെയ്തു. ബാക്കിയുള്ളവർക്കെല്ലാം മോക്ഷം കിട്ടി എന്ന് പറഞ്ഞാണ് രാമായണം സമർപ്പിക്കുന്നത്. ഇനി ഒരു കഥയും കൂടി പറയട്ടെ. വിശുപ്പ് അതുവരെ തുടങ്ങിയിട്ടുണ്ടാവും, എന്നാലും ഒരു ചെറിയ കഥ ചുരുക്കി പറയാം. കാരണം രാമായണം പറയുമ്പോൾ യോഗശാസ്ത്രം പറയണമെന്നാണ്. ചൂടാല എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീയുണ്ട്. ഈ ചൂടാല എന്ന സ്ത്രീ വളരെ ഭക്തിയുള്ള സ്ത്രീ ആയിരുന്നു. ആ സ്ത്രീയുടെ ഭർത്താവ് രാജാവാണ്, ശിഖധ്വജൻ എന്ന് പറയും. ഈ ശിഖധ്വജനും ചൂടാലയും സന്തോഷമായിട്ട് രാജധാനിയിൽ അങ്ങനെ കഴിയാം. സമ്പൽ സമൃദ്ധിയാണ്, രാജാവല്ലേ, സുഖിച്ച് ജീവിച്ചു. നമ്മളൊക്കെയും സുഖിച്ച് ജീവിക്കുന്നവരാണ്. നമ്മളെ കാര്യം കൂടി ഇവിടെ ചിന്തിക്കണം കേട്ടോ. കുറെ കാലം സുഖിച്ച് സമ്പന്നതയുടെ ഇടയിൽ ജീവിച്ചപ്പോൾ ഈ സ്ത്രീ ചിന്തിക്കുകയാണ്, ഇതിനെല്ലാം അപ്പുറം ഒരു സന്തോഷം കിട്ടുന്ന ഒരു കാര്യം ഉണ്ടോ? അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് സംശയം വന്ന് ആരോടാ ചോദിക്കുക? ഗുരുവിനോട് ചോദിക്കും. രാജധാനിയാവുമ്പോൾ ഇഷ്ടം പോലെ
ഗുരുക്കന്മാരെ ഉണ്ടാവും. ഈ യോഗാവാസിഷ്ടം അതാണ് വിട്ടുപോയത്. യോഗാവാസിഷ്ടത്തിന്റെ കഥയാണ് കേട്ടോ പറയുന്നത്. രാമായണം ചിന്തിക്കുമ്പോൾ യോഗാവാസിഷ്ടം കൂടി ഒന്ന് അനുസ്മരിക്കണം. ശ്രീരാമചന്ദ്രന്റെ കഥ തന്നെയാണ്. രാമൻ തീർത്ഥാടനമൊക്കെ പോയി വന്നപ്പോൾ ആകെ വിരക്തിയായി. അപ്പോഴാണ് ഈ കഥകൾ പറഞ്ഞു കൊടുക്കുന്നത് മുനീശ്വരന്മാര്. ഇവിടെ ഈ സ്ത്രീ ചിന്തിച്ചു, എന്താണ് ഇപ്പൊ അനുഭവിക്കുന്ന ലൗകിക സുഖത്തിന് അപ്പുറം ഒരു സന്തോഷം കിട്ടാൻ ചെയ്യേണ്ടത്? ഗുരുവിനോട് ചോദിച്ചു. അപ്പൊ ഗുരു ആത്മോപദേശം നൽകുകയാണ്. ഉപദേശം കൊടുത്തു, ഒരു മന്ത്രവും കൊടുത്തു, ധ്യാനിക്കാനും പറഞ്ഞു. ഒരു ഗുരുവിനെ നമ്മൾ കണ്ടു കഴിഞ്ഞാലേ നമ്മൾക്ക് അനുയോജ്യമായതാണ് അത്രേ ഗുരു തരിക. ചിലപ്പോൾ ഏറ്റവും താഴ്ന്ന കാര്യവും തരിക, നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടാവുള്ളൂ. സ്വാമി വിവേകാനന്ദൻ ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ കൂടെ ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മുക്കിൽ ചുരുണ്ട അങ്ങനെ കിടക്കുക അത്ര ചെയ്യാം. മറ്റുള്ളവരെല്ലാവരും നിവർന്നിരിക്കണം നിർബന്ധം പറയും രാമകൃഷ്ണ പരമഹംസന്. കാരണം അദ്ദേഹം അത്രയും എത്തിയിട്ടുണ്ട്, അവിടെ കിടന്നാലും അത് ഉൾക്കൊള്ളും. അതുകൊണ്ടാണ്. അതുപോലെ ഈ സ്ത്രീക്ക് അനുയോജ്യമായ മന്ത്രവും മന്ത്രദീക്ഷയും ഉപദേശവും ഒക്കെ കൊടുത്തു. കുറേ കാലം, ഈ വർഷങ്ങളോളം ഈ സ്ത്രീ അതൊക്കെ ചെയ്തു. അങ്ങനെ ആത്മജ്ഞാനം നേടി. ആത്മജ്ഞാനം നേടാന്ന് പറഞ്ഞാൽ എന്താ? ഈ ജീവിതത്തില് എന്തിനാണ് നമുക്ക് ഈ ജീവിതം കിട്ടിയത്? നമ്മളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? ഈശ്വര സാക്ഷാത്കാരം, ഭഗവാനെ നേടൽ, അറിവിലൂടെ മോക്ഷം നേടൽ. അറിവാണ് മോക്ഷം. എന്താണ് അറിവ് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, നമ്മുടെ ശരീരം ത്യജിക്കാനുള്ളതാണ്. അപ്പൊ നമുക്ക് ചിരിച്ചുകൊണ്ട് മരിക്കാൻ കഴിയും. ഈ സ്ത്രീ ആത്മജ്ഞാനം നേടി. ആത്മജ്ഞാനം നേടിയപ്പോൾ നല്ല നല്ല ഉപദേശങ്ങളൊക്കെ എല്ലാവർക്കും കൊടുക്കാൻ തുടങ്ങി. പക്ഷേ ചില ഭർത്താക്കന്മാര് ഭാര്യമാരെ അംഗീകരിക്കില്ല. ഇയാൾക്ക് അത്ര വിവരം ആത്മീയതയിലില്ല. ഭർത്താവ് ശിഖധ്വജൻ ഇതൊക്കെ പലരും പറയുന്നത് കേട്ടു. ഇപ്പൊ എന്താ വിചാരിച്ചെന്നറിയോ? എന്റെ ഭാര്യ സർവ്വസമയവും ഈ രാജധാനിയിൽ സുഖലോലുപതകൾ അനുഭവിച്ച് ജീവിക്കുന്നവളല്ലേ, അതുകൊണ്ട് അവൾക്ക് ആത്മജ്ഞാനൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. ഇങ്ങനെ ഇദ്ദേഹം കുറെ കാലം രാജ്യം ഭരിച്ചിട്ട് എന്ത് ചെയ്യാന്നറിയോ? നേരെ രാജ്യം ഉപേക്ഷിച്ച്, ഈ 4 ആശ്രമങ്ങളുണ്ട് നമുക്ക്, ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം. ഈ സന്യാസം സ്വീകരിക്കേണ്ട പ്രായമായപ്പോൾ മകനെ രാജ്യാഭിഷേകമൊക്കെ ചെയ്തിട്ട് നേരെ കാട്ടിലേക്ക് അങ്ങോട്ട് പോയി. ഭാര്യയിലൊന്നും വിളിച്ചില്ല, ശരിക്കും അങ്ങനെ പോണെന്നാ പറയാ. ഭാര്യ യാത്രയിൽ എത്തിയിട്ടില്ലാന്ന് തോന്നി. അതാ പറഞ്ഞത് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്നുള്ളത്. കാട്ടിലവിടെ ചെന്നു, അങ്ങനെ തപസ്സും ധ്യാനവും ഒക്കെ ആയിട്ട് ഇരിക്കുക. ഈ സ്ത്രീ വീട്ടിൽ അതേപോലെ തന്നെ ജീവിച്ചു. പക്ഷേ കുറെ കാലത്തിന് ശേഷവും യോഗശക്തിയിലൂടെ ഈ സ്ത്രീക്ക് മനസ്സിലാവുകയാണ് തൻ്റെ ഭർത്താവിന് ഒരു മാറ്റവും വന്നിട്ടില്ല. എവിടുന്ന് പോയ രാജാവിനെയാണ് ഇപ്പോഴും എന്നുള്ളത്. എന്താ? ഒരു ദിവസം കുംഭമുനി എന്ന് പറയുന്ന ഒരു മുനിയുണ്ട്. ആ മുനിയുടെ രൂപം എടുത്തു. യോഗ പഠിച്ചാൽ നമുക്ക് പരകായ പ്രവേശമൊക്കെ ചെയ്യാൻ കഴിയും. അത് നാരായണീയത്തിൽ പറയുന്നുണ്ട്. യോഗ അത്രയും ഉന്നതമായ ശാസ്ത്രം. ഈ യോഗ ശാസ്ത്രം പഠിച്ച ആ സ്ത്രീ യോഗയിലൂടെ എന്ത് ചെയ്യാന്നറിയോ? കുംഭമുനിയുടെ രൂപം എടുത്തിട്ട് നേരെ ഇദ്ദേഹത്തിന്റെ മുന്നിൽ, ഭർത്താവിന്റെ മുന്നിൽ ശിഖധ്വജനെ കണ്ട് അവിടെ ഒരു ചെന്നു നിന്നു. ഇദ്ദേഹം ധ്യാനമൊക്കെ കഴിഞ്ഞോണർന്നപ്പോൾ മുനീശ്വരൻ നേരെ തൊഴുത് നമസ്കരിച്ചു, പിടിച്ചെഴുന്നേൽപ്പിച്ചു. എന്നിട്ട് ചോദിച്ചു, അങ്ങ് കുറകാലായല്ലോ സന്യാസം സ്വീകരിച്ച് ഈ കാനനത്തിൽ വന്നിരിക്കുന്നു. അതെ, അങ്ങ് എന്തൊക്കെയാണ് ഉപേക്ഷിച്ചത് എന്ന് ചോദിച്ചു. അപ്പൊ ഇദ്ദേഹം എന്താ പറഞ്ഞെന്നോ? ഞാൻ എൻ്റെ ഭാര്യയെ ഉപേക്ഷിച്ചു, എൻ്റെ രാജ്യം ഉപേക്ഷിച്ചു, സമ്പത്ത് ഉപേക്ഷിച്ചു, ഇതൊക്കെ ഉപേക്ഷിച്ചു അല്ലേ? അങ്ങനെ ചോദിച്ചു, ധ്യാനിക്കുമ്പോൾ എന്തെങ്കിലും അനുഭവപ്പെടുന്നുണ്ടോ? പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ അങ്ങനെ ധ്യാനിക്കും, കേശാദിപാദം പാദാദികേശം, അങ്ങനെ പ്രത്യേകിച്ചൊരു അനുഭവമൊന്നുമില്ല. അതിനെന്താ കാരണം എന്ന് ചിന്തിച്ചു. അങ്ങ് എന്നോട് ഇപ്പൊ എന്താ പറഞ്ഞേ? ഞാൻ എൻ്റെ ഭാര്യയെ ഉപേക്ഷിച്ചു, എൻ്റെ രാജ്യം ഉപേക്ഷിച്ചു, എൻ്റെ സമ്പത്ത് ഉപേക്ഷിച്ചു. ഇവിടേക്ക് എന്ത് കയറി വന്നു? ഞാൻ എൻ്റെ. അങ്ങ് ഉപേക്ഷിച്ചു. എങ്ങനെ ഉപേക്ഷിച്ചത്? വസ്തുക്കളെയൊക്കെ ഉപേക്ഷിച്ചു. ശരിയാ, കാട്ടിലേക്ക് പോന്നു. മനസ്സുകൊണ്ട് അങ്ങ് ഒന്നും ഉപേക്ഷിച്ചില്ല. അങ്ങനെ ഉപേക്ഷിച്ചിട്ട് കാര്യം ഇല്ല, അതുകൊണ്ടാ മാറ്റം വരാത്തെ. മഹാഭാരതത്തിൽ ഒരു കഥ ഉണ്ട്. ഒരു ഒരാളങ്ങനെ പോവുക, ബസ്സിലാണ് പോകുന്നത്, കൂട്ടിക്കൊടുപ്പ് ബസ്സല്ലേ. അപ്പൊ കുറെ പശുക്കൾ അവിടെ നിൽക്കുന്നുണ്ട്. കാട്ടി കൊടുത്തിട്ട് പറയാണ്, ആ നിൽക്കണ ഒരു കൂട്ടം പശുക്കളില്ലേ, അതൊക്കെ ഞാൻ ദാനം ചെയ്തതാ. അയാൾ ദാനം ചെയ്തുവോ? ഞാൻ ദാനം ചെയ്തതാ. അപ്പൊ എന്താ, ഈ അമ്പലത്തിലെ കൊടിമരത്തിന്റെ മുകളിൽ പേരെഴുതി വെക്കണ മാതിരിയാണേ അല്ലെ? അതിനൊരു പരിസ്ഥിതി കഥ പറയാറില്ലേ? പറയാത്ത സമയമില്ല. അതുപോലെ പറയാണ്, ഞാൻ എൻ്റെ എന്നുള്ള ഭാവം അങ്ങ് ഉപേക്ഷിച്ചില്ല, വസ്തുക്കളെ ഉപേക്ഷിച്ചു, മനസ്സുകൊണ്ടാണ് ഉപേക്ഷിക്കേണ്ടത്. ഇങ്ങനെ ഇത് പറഞ്ഞതിന് ശേഷം അപ്പോൾ നമസ്കരിക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് യോഗയുടെ കഴിവ് കൊണ്ട് എന്ത് ചെയ്യാണ്?
മാറ്റി ഭാര്യയുടെ രൂപം സ്വീകരിച്ചു. എന്നിട്ട് പറയാണ്, ഹേ പ്രഭു, ഞാൻ അങ്ങയുടെ ഭാര്യയാണ്. അങ്ങേക്കൊരു സംശയം ഉണ്ടായിരുന്നില്ലേ ഞാൻ ആത്മജ്ഞാനം നേടിയോ ഇല്ലേന്ന്? ഇപ്പൊ മനസ്സിലായില്ലേ? ഞാൻ പരകായ പ്രവേശം ചെയ്തില്ലേ? അഷ്ടാംഗ യോഗ എനിക്ക് സ്വന്തമാണെന്ന് മനസ്സിലായില്ലേ? എന്താ ചെയ്യേണ്ടതുള്ളൂന്നോ? കാട്ടിലേക്കൊന്നും വരണ്ട. നമ്മളെന്താ പറയാ, വാനപ്രസ്ഥം, കാട്ടിലേക്ക് പോകണം. പണ്ട് ചെയ്തിരുന്നു, കാടുണ്ടായിരുന്നു. അപ്പൊ കാട്ടിലുള്ളവരൊക്കെ നാട്ടിലേക്ക് ഇറങ്ങിയില്ലേ, പന്നി മയിലും ഒക്കെ. നമുക്ക് കൃഷി പോലും ചെയ്യാൻ വയ്യ. വീടൊന്നും വിട്ട് പോണം എന്നില്ല. നമുക്ക് വേണ്ടി പറയുന്ന കഥ എന്താ പറയുന്നേ? വീട്ടിൽ തന്നെ ഇരിക്കുക, മനഃശാന്തി, മനസ്സിനെ ഒതുക്കുക, മനസ്സിൽ നിന്നും എല്ലാതും അങ്ങോട്ട് ത്യജിക്കുക. അല്ലാതെ രാജ്യം മൊത്തം ത്യജിക്കണം എന്നല്ല. എന്ത് ചെയ്താൽ മതി? വീട്ടിലിരുന്നാലും എനിക്ക് ആത്മജ്ഞാനം നേടാൻ കഴിഞ്ഞതുപോലെ അങ്ങേക്കും കാട്ടിൽ വന്ന് കിടത്താതെ ആത്മജ്ഞാനം നേടാം. അതുകൊണ്ട് ആത്മജ്ഞാനം നേടാൻ എന്ത് ചെയ്യണം? എല്ലാ തരത്തിലും ഉപേക്ഷിക്കണം. സന്യാസം, ന്യസിക്കുക പറഞ്ഞാൽ ത്യജിക്കുകയാണ്. സന്യാസം എന്ന് പറഞ്ഞാൽ സർവ്വതും ത്യജിക്കുക. ഇപ്പോഴത്തെ സന്യാസിമാരെന്താ? സന്യാസം കുറച്ചേ ത്യജിക്കും, ബാക്കിയൊക്കെ അവരൊപ്പം തന്നെ ഉണ്ടാവും. അതാണ് സന്യാസി പരമ്പരയിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്. യഥാർത്ഥ സന്യാസിമാർ വരെ എന്ത് ചെയ്തു? അത് കാരണം ബുദ്ധിമുട്ടിലായി. ഇവിടെ ഇങ്ങനെ ഒരു ഉപദേശം കൊടുക്കുക, വീട്ടിലിരുന്നാലും നിങ്ങൾക്ക് എന്താവാം? സന്യസിക്കാം. എല്ലാം മനസ്സുകൊണ്ട് എന്ത് ചെയ്യാം? ഉപേക്ഷിക്കാം. എങ്ങനെ ഉപേക്ഷിക്കാം? എനിക്ക് ഇനി ഇതൊന്നും വേണ്ട. ജനിക്കുന്ന കുട്ടി എങ്ങനെ വരിക? ഇങ്ങനെ ഒക്കെ എനിക്ക് അല്ലെ? ചിന്ത പറയാം, അച്ഛൻ്റെ കയ്യിൽ നിറച്ചുണ്ട്, ഒന്നും ഉണ്ടാവില്ല. പക്ഷെ മരിച്ചു പോകുമ്പോ അലക്സാണ്ടർ എന്താ കാണിച്ചേ? ഇങ്ങനെ ഒന്നുമില്ല. ഈ വസ്ത്രം അതുപോലും ഒത്തിടാ കൊണ്ടുപോകുവാൻ, ശരീരം പോലും നമ്മുടെ സ്വന്തം വിചാരിച്ച് നമ്മളിങ്ങനെ കൊണ്ട് നടത്തുന്നില്ലേ? തേച്ച് മിനുക്കി കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ? ഒന്നും പറ്റില്ല. പിന്നെ എന്റെ പറഞ്ഞു വെച്ചുകൊണ്ടിരിക്കണോ? ഓരോന്നായിട്ട്. പണ്ട് പറയില്ലേ, കാശിക്ക് പോയാൽ അത് ഉപേക്ഷിക്കണം, ഇത് ഉപേക്ഷിക്കണം എന്ന്. ഒരു പ്രായം കഴിഞ്ഞാൽ എന്താ യുദ്ധം ഉണ്ടായപ്പോ പറഞ്ഞത്? ഹൃദയായേറ്റം അല്ലെ വിരൂപയായുള്ള ഒരു നത്തഞ്ചര സ്ത്രീ. ആ ശൂർപ്പണഖ വയസ്സായിരുന്നു, കാലൊരു ചന്തോല്ല, എന്നിട്ടും രാമനെ നോക്കി. അതുകൊണ്ടാണ് ഇത്രയൊക്കെ ബുദ്ധിമുട്ട് നമ്മൾ സഹിക്കേണ്ടി വന്നത് അല്ലേ? ഉടനെ അങ്ങനെ ഉരുകി മുഴുകാണ്, പറ്റിയിട്ടേ ലങ്ക ദയിപ്പിച്ചിട്ട്. അപ്പോ ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മൾ ത്യജിക്കേണ്ട കാര്യങ്ങൾ ത്യജിക്കണം എന്ന് രാമായണം നമ്മളെ പഠിപ്പിക്കുക. എന്നിട്ട് എന്ത് വരണം? ഇങ്ങനെ ആണിമുറുക്കും പോലെ ഭഗവാനോട്, ക്ഷേത്രങ്ങളോട്, ഗ്രന്ഥങ്ങളോട് അങ്ങനെ ഒട്ടി നമ്മൾ ജീവിക്കണം എന്ന ഒരു പാഠം കൂടി രാമായണം നമുക്ക് പറഞ്ഞു തരാണ്. ഇത്രയും സമയം പറഞ്ഞതിൽ എന്തെങ്കിലും സംശയമുണ്ടോ? സമയം ഒരുപാട് അതിക്രമിച്ചു. പക്ഷേ നിങ്ങൾ ഇങ്ങനെ ഇരുന്നാൽ ഞാൻ വേണമെങ്കിൽ ഒരു 4 മണി വരെയൊക്കെ നിങ്ങൾ പറയും. പക്ഷെ അത് അതിക്രമമാണ്, കുട്ടികളൊക്കെ ഉണ്ട്. ഞാൻ ഇപ്പൊ നമ്മൾ ചെയ്തത് യജ്ഞം, ജ്ഞാനയജ്ഞം എന്ന് പറയുമ്പോ പണ്ട് കൃതം, ത്രേതം, ദ്വാപരം പറഞ്ഞില്ലേ? ആ 3 കാലങ്ങളില് ധ്യാപൂനാന്ന പറയാ. നമ്മൾ ആചാര്യന്മാര് പറയുന്ന ഷോർട്ടാ. ധ്യാനം, യാഗങ്ങൾ, പൂജാരി കർമ്മങ്ങൾ, കഠിന തപസ്സുകളൊക്കെ വേണമായിരുന്നു. വലിയ ഹോമങ്ങളും യാഗങ്ങളൊക്കെ നടത്തിയിരുന്നില്ലേ? കലിയുഗത്തില് നാമജപം മാത്രം മതി, സത്സംഗം മതി. ഭഗവാൻ പറയും, സത്സംഗം ഇല്ലാതെ ഇന്നെ നിങ്ങൾക്ക് കിട്ടില്ല. ഭാഗവതത്തിൽ പറയുന്നത്, നിങ്ങൾ പൂജ ചെയ്തോളൂ, വേദം പഠിച്ചോളൂ, തീർത്ഥസ്നാനം നടത്തിക്കോളൂ, നിങ്ങൾക്ക് എന്നെ കിട്ടില്ല. എന്താ വേണ്ടേ? സത്സംഗം. സത്സംഗമം ജന്മസാഫല്യമോർത്ത്. നീ സത്സംഗമാണ് ചെയ്തത്, ജ്ഞാനയജ്ഞം ആണ് ചെയ്തത്. ഇപ്പൊ പണ്ട് നടത്തിയിരുന്ന വലിയ യാഗങ്ങൾക്ക്, അശ്വമേധ യാഗങ്ങൾക്ക്, രാജസൂയത്തിന് തുല്യമാണ്. അപ്പൊ ഈ യജ്ഞം ഇങ്ങനെ ശുഭമായി സമാപിക്കാൻ അനുഗ്രഹിച്ച ശ്രീ ഭഗവതിക്ക് ഞാനിത് സമർപ്പിക്കുകയാണ്. ഇതിനു വേണ്ടി ഒരവസരം തന്ന, ഒരുപാട് മാനസിക സംഘർഷം അനുഭവിച്ച കമ്മിറ്റിക്ക് മുന്നിൽ ഞാൻ നമിക്കുകയാണ്. എനിക്ക് വേണ്ടി കാത്തിരുന്ന മാതൃസമിതിയുടെ മുന്നിലും ഞാൻ നമിക്കുകയാണ്. ഭഗവാനോട് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞ് ഈ യജ്ഞം ഞാൻ സമർപ്പിക്കുകയാണ്. ഹരേ നാരായണ. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ സ്വഭാവാൽ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. സർവം ജഗദംബികായേതി സമർപ്പയാമി. ഓം സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീശാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. സമസ്തലോകാഃ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.